ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. നമുക്കൊന്ന് അടിപൊളി കഥ കേട്ടാലോ? സൂപ്പർ കഥയാണ്. ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ ഹൈ റേഞ്ചിൽ കൂടെയുള്ള യാത്ര വളരെ പ്രയാസം തന്നെയായിരുന്നു. കുന്നിൻ ചെരിവും ഇറങ്ങിയുള്ള യാത്ര. മലമുകളിലെ കാറ്റിന് കുളിർമ കൂടുതലായിരുന്നു. ഒരു ജീപ്പിൽ അവർ 5 പേർ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ജീപ്പിലുള്ളവർ ചുറ്റും നോക്കിക്കൊണ്ട് യാത്ര. കാടിന് നടുവിലെ റോഡിലൂടെ വളരെ ശ്രദ്ധയോടെയാണ് അവർ ജീപ്പ് ഓടിക്കുന്നത്. ഇവിടെയും ഒരു മനുഷ്യ കുഞ്ഞിനെയും കാണാനില്ലല്ലോ. ചുറ്റും കുറെ കാട് മാത്രം. ഇത്രയും നേരത്തെ യാത്രയിൽ വഴിയിൽ ഒരാൾ പോലും കാണാൻ കഴിയാത്ത അമർഷം ശരത്തിന്റെ വാക്കുകളിലുണ്ടായിരുന്നു. ഫിറോസ് പറഞ്ഞു, വണ്ടിയിലെ പെട്രോള് തീരരുതെന്ന് പ്രാർത്ഥിച്ചോളൂ, തീർന്നാൽ നമ്മൾ പെട്ടു. ഫിറോസ് പറഞ്ഞു തീർന്നതും വലിയ ശബ്ദത്തോടു കൂടി ജീപ്പിന്റെ ടയർ പൊട്ടി. വണ്ടി നിയന്ത്രണം വിട്ടൊരു മരത്തിൽ ചെന്നിരിച്ചു. ഇത് കണ്ട ശിവ പറഞ്ഞു, നശിച്ചവൻ നാക്കെടുത്ത് പറഞ്ഞില്ല, അപ്പോഴേക്കും വണ്ടിയുടെ ടയർ പൊട്ടി. ഫിറോസ് ഒന്നും മിണ്ടാതെ ചുറ്റും നോക്കി. ഇത് കേട്ട പാത്തു പറഞ്ഞു, എടാ, അവനൊന്നും പറയാതെ, നമ്മൾ വന്ന വഴിയും നീയും കണ്ടതല്ലേ, ഉള്ള കല്ലിൻ്റെ മുകളിൽ കയറിയിട്ട് ഇനിയിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആകുന്നുണ്ടോ എന്ന് നോക്ക്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോളേ, അല്ലാതെ ഉടനെ എൻ്റെ നാക്കിനെ പഴിച്ചോളണം, ഫിറോസ് പറഞ്ഞു. ഇത് കേട്ട ശിവ പറഞ്ഞു, നീ കൂടുതൽ ഇവനെ സപ്പോർട്ട് ചെയ്യേണ്ട പാത്തു. നാവെടുത്താൽ ശകുനം മുടക്കല്ലാതെ ഒന്നും പറയില്ല ഈ ജന്തു. അത് ശരിയാ, ക്രിസ്റ്റിയും ശരിവെച്ചു. ഫിറോസ് ചോദിച്ചു, എന്ത് ശരി? ശരിക്കും ഇപ്പോൾ ഇവിടെ എന്താ നടന്നതെന്ന് നീ അറിഞ്ഞോ? കട്ടിൽ കണ്ടാലും ജീപ്പ് കണ്ടാലും നിനക്ക് ഒരുപോലെയാണ്. ഓരോ വാക്കും കേട്ട് ഈ നശിച്ച സ്ഥലത്തേക്ക് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, അളിയാ മച്ചാന്മാരെ, നമുക്കിത് വേണ്ടെന്ന്. അപ്പോൾ ഒടുക്കത്തെ ഒരു ഡയലോഗടി, ഞാൻ പേടിത്തൊണ്ടനാണെന്ന്. ഇപ്പോൾ എന്തായി? ഇതുവരെ മനുഷ്യവാസമുള്ള ഒരു സ്ഥലം നീയൊക്കെ കണ്ടോ? ചുറ്റും കാട് മാത്രം. ഇനിയിപ്പോൾ പച്ചിലയിൽ നിന്ന് കാടിറങ്ങി വരുന്ന പുലിയെയും ഓടിച്ച് നമുക്കിവിടെ ജീവിക്കാം. ഇത് കേട്ട് ശരത്ത് പറഞ്ഞു, മതി മതി, വാചകമടിക്കാതെ ബാക്കി സ്റ്റെപ്പിനെ എടുത്തോ. അത് മാറ്റിയിട്ട് ഇരുട്ടുന്നതിൻ്റെ മുമ്പ് കാടിറങ്ങണം. അത് ശരിയാ പാത്തു, നീ വണ്ടിയിൽ തന്നെ ഇരുന്നോ, ഇറങ്ങണ്ട, ശിവ പറഞ്ഞു. ശിവയും ക്രിസ്റ്റിയും ശരത്തും കൂടി വണ്ടിയിൽ നിന്നും ഇറങ്ങി ടയർ മാറ്റാൻ തുടങ്ങി. ഫിറോസ് പാത്തുവിനെ കാവൽ നിൽക്കുകയാണ്. കുറച്ചു പാടുപെട്ടെങ്കിലും അവർ വണ്ടിയുടെ ടയർ മാറ്റിയിട്ട് വണ്ടി തള്ളി റോഡിലേക്ക് എത്തിച്ചു. ശരത്ത് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ജീപ്പ് സ്റ്റാർട്ടായതും ശരത്ത് ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി. മറ്റുള്ളവരും ജീപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയതും ശരത്ത് വണ്ടി എടുത്തു. ഇതിനിടയിൽ ശരത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഫോൺ എടുത്ത് സംസാരിച്ചുകൊണ്ട് ശരത്ത് ജീപ്പ് ഓടിച്ചു. കുറച്ചു ദൂരം ചെന്നതും പെട്ടെന്നാണ് ഒരു പെൺകുട്ടി കാടിൻ്റെ ഉള്ളിൽ നിന്നും അവരുടെ മുന്നിലേക്ക് ചാടി വീണത്. ഓ, അടുത്ത മരണം, ഫിറോസ് പറഞ്ഞു. ഉറങ്ങുകയായിരുന്ന ക്രിസ്റ്റി കാര്യമറിയാതെ ഞെട്ടി എഴുന്നേറ്റു. എന്താടാ, എന്തു പറ്റി? ക്രിസ്റ്റി ചോദിച്ചു. ഇത് കേട്ട ഫിറോസ് പറഞ്ഞു, അതോ നിന്റെ അപ്പൻ പ്ലാമൂട്ടിൽ അവറാച്ചന്റെ വണ്ടിക്ക് മുമ്പിൽ ചാടി. ഇത് എൻ്റെ അപ്പനെ പറഞ്ഞാലുണ്ടല്ലോ. ക്രിസ്റ്റി ദേഷ്യം പിടിച്ചു. ശരത്ത് പറഞ്ഞു, ഒന്ന് നിർത്തി രണ്ടും. ശേഷം ശരത്ത് ദേഷ്യത്തിൽ ആ കുട്ടിയെ നോക്കി. നീ ഏതാ? നിനക്ക് ചാടിച്ചാവാൻ വേറൊരു വണ്ടിയും കിട്ടിയില്ലേ? ശരത്തിന്റെ ചോദ്യത്തിൽ പതറാതെ ആ കുട്ടി ജീപ്പിന്റെ അരികിലേക്ക് നടന്നു വന്നു. ജീൻസും ടോപ്പുമായിരുന്നു വേഷം, കളർ ചെയ്തിട്ട മുടിയും. പെൺകുട്ടി പറഞ്ഞു, അതെ, വണ്ടി ഓടിച്ചു വരുമ്പോൾ പരിസരം കൂടി ഒന്ന് ശ്രദ്ധിച്ച് വേണം വരാൻ, അല്ലാതെ ഒരു കയ്യിൽ ഫോണുമായി അല്ല. ഉടനെ ശരത്ത് ഫോൺ മാറ്റി പിടിച്ചു. ശരത്ത് പറഞ്ഞു, സോറി. ഇത് കേട്ട ശിവയും പറഞ്ഞു, സോറി പെങ്ങളെ, അവൻ അറിയാതെ അബദ്ധം പറ്റി. പെങ്ങൾക്കൊന്ന് മാറിയിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് പോകാമായിരുന്നു. പെൺകുട്ടി പറഞ്ഞു, എന്തായാലും നിങ്ങൾ എന്നെ വണ്ടി ഇടിക്കാൻ വന്നു, നമ്മൾ പരിചയപ്പെടുകയും ചെയ്തു, എങ്കിൽ എനിക്കും കൂടി ഒരു ലിഫ്റ്റ് തന്നൂടെ? ഇത് കേട്ട ഫിറോസ് പറഞ്ഞു, ഞങ്ങളെ നിയമം പഠിപ്പിച്ചിട്ട് ഞങ്ങൾ നിനക്ക് ലിഫ്റ്റ് തരാനോ? അത് കൊള്ളാലോ കൊച്ചേ. എന്തായാലും എന്താ നിന്റെ പേര്? പെൺകുട്ടി പറഞ്ഞു, വൈദേഹി. ഇത് കേട്ട ഫിറോസ് പറഞ്ഞു, ഓൾഡ് പേരും മോഡേൺ ആളും, കൊള്ളാം, നല്ല ചേർച്ച. ഇത് കേട്ട വൈദേഹി പറഞ്ഞു, ഓസിനൊന്നും കൊണ്ടുപോകണ്ട, ഞാൻ ഇറങ്ങേണ്ട സ്ഥലം എത്തുമ്പോൾ ഇറങ്ങിക്കോളാം, വേണ്ട കാശും തന്നോളാം. ഇത് കേട്ട പാത്തു പറഞ്ഞു, വൈദേഹി താൻ വാടോ, ഇവരിങ്ങനെ വെറുതെ ഓരോന്ന് ചോദിച്ച് മനുഷ്യനെ വിടക്കാക്കിക്കൊണ്ടേയിരിക്കും. പാത്തുവിൻ്റെ അനുവാദം കിട്ടിയതും ഒറ്റച്ചാട്ടത്തിന് അവൾ ജീപ്പിൽ കയറി. ഇതെന്തോന്നാടാ, വാനരജന്മമോ? ഫിറോസ് ചോദിച്ചു. ജീപ്പ് വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങി. അല്ല, താനപ്പോൾ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാ? ശിവ ചോദിച്ചു. വൈദേഹി പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പേ വന്ന ചരക്ക് കൊണ്ടുവരുന്ന വണ്ടിയിൽ വന്നു. അവൻ്റെ സംസാരം ശരിയല്ല എന്നറിഞ്ഞപ്പോൾ സ്പോട്ടിൽ ഞാൻ ഇറങ്ങി. അവൻ കൂടുതലൊന്നും ചോദിക്കാതെ പോയി. കാട്ടിൽ പെട്ടെന്ന് തോന്നിയതും ദേ നിങ്ങൾ വന്നു. എനിക്കും ഒരു കൂട്ടായല്ലോ, പാത്തു പറഞ്ഞു. അവർ കുറച്ചു ദൂരം പിന്നിട്ട് കാടിറങ്ങി അടിവാരത്തിലെത്തി. പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര ഭംഗിയായിരുന്നു ആ സ്ഥലത്തിന്. പല നിഗൂഢതകൾ നിറഞ്ഞ ആ താഴ്വരയിലൂടെ അവർ യാത്ര തുടർന്നു. ഒരു ചായക്കട കണ്ടതും അവർ ചായ കുടിക്കാനായി ഇറങ്ങി. ചേട്ടാ, സ്ട്രോങ്ങായി 6 ചായ എടുത്തു, ഫിറോസ് പറഞ്ഞു. 1 വിത്തൗട്ട്, ക്രിസ്റ്റി പറഞ്ഞു. വിത്തൗട്ട് ആർക്ക്? ശിവ ചോദിച്ചു. ദേ 11, ക്രിസ്റ്റി പറഞ്ഞു. അവൻ ഫിറോസിനെ ചൂണ്ടിക്കാണിച്ചു. ഇത് കേട്ട പാത്തു ചോദിച്ചു, അതെന്താ വിത്തൗട്ട്? ക്രിസ്റ്റി പറഞ്ഞു, ആവശ്യത്തിന് പഞ്ചസാര അവൻ്റെ രക്തത്തിൽ ഇപ്പോൾ തന്നെയുണ്ട്. നീ വൈദേഹിയുടെ അടുത്തുള്ള അവൻ്റെ നിൽപ്പൊന്ന് നോക്കിയേ. അത് കേട്ട ശരത്ത് പറഞ്ഞു, അത് അവളുടെ കയ്യിൽ നിന്നും 2 കിട്ടുമ്പോൾ മാറിക്കോളൂ. ചായക്കടക്കാരൻ ചായയുമായി വന്നു. പരിചയമില്ലാത്ത മുഖമായതുകൊണ്ട് തന്നെ അയാൾ അവരോട് വിവരങ്ങൾ തിരക്കി.
നിങ്ങൾ എവിടെ നിന്നാണ്, എങ്ങോട്ടാ പോകുന്നത്? ഇത് കേട്ട ശിവ പറഞ്ഞു, ഞങ്ങൾ സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരാണ്. വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഇവിടെ ചെകുത്താൻകോട്ട എന്നറിയപ്പെടുന്ന ബംഗ്ലാവില്ലേ, അതിൻ്റെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ചെകുത്താൻകോട്ട എന്ന് കേട്ടതും ചായക്കടക്കാരൻ ഞെട്ടിവിറച്ചു. ഇത് കണ്ട ശരത്ത് ചോദിച്ചു, എന്താ ചേട്ടാ, എന്താ പറ്റിയേ? നിങ്ങളിനി എന്തായാലും അങ്ങോട്ട് ഈ സമയത്ത് പോകണ്ട, ഇപ്പോൾ നേരം ഇരുട്ടാറായില്ലേ, ഇനി ഇവിടെ കൂടാം. ഇത് കേട്ട ഫിറോസ് പറഞ്ഞു, അത് ശരിയാ, എനിക്ക് സമ്മതം. ആ നശിച്ച സ്ഥലത്ത് പോകുന്നതിലും നല്ലതല്ലേ? ഇത് കേട്ട ക്രിസ്റ്റി പറഞ്ഞു, താമസിക്കാനൊരു സ്ഥലം കിട്ടിയാൽ ഒന്നും ആരോടും ചോദിക്കാതെ സമ്മതിച്ചോണം. ക്രിസ്റ്റി അയാൾ കേൾക്കാതിരിക്കാനായി ശ്രദ്ധിച്ചുകൊണ്ട് ഫിറോസിൻ്റെ ചെവിയിൽ പറഞ്ഞു. ഇത് കേട്ട ശിവ പറഞ്ഞു, അത് ചേട്ടനതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? നിങ്ങൾ കരുതുന്ന പോലുള്ളൊരു കോട്ടയല്ല അത്. ശരിക്കും അതൊരു പ്രേത ബംഗ്ലാവ് തന്നെയാ. എല്ലാം വീട്ടിൽ ചെന്ന് സംസാരിക്കാം, നിങ്ങൾ വാ. എല്ലാവരും ഒന്നും മടിച്ചു നിന്നു. ഒന്നാമത് പരിചയമില്ലാത്ത സ്ഥലം, രണ്ട് പരിചയമില്ലാത്ത ഒരാളുടെ വീട്ടിലേക്കുള്ള ക്ഷണം. എന്ത് ചെയ്യണമെന്ന ആലോചനയിൽ അവർ നിന്നു. ശരത്തൊരു മാർഗം കണ്ട പോലെ ശിവയെയും മറ്റുള്ളവരെയും നോക്കി. ചേട്ടാ, ഒരു മിനിറ്റ്, നിങ്ങളെല്ലാം ഒന്ന് വന്നേ. എല്ലാവരും ശരത്തിന് പിന്നാലെ പോയി. ശിവ, എന്താടാ? അല്ല, നമുക്കിന്ന് ഇയാൾ പറഞ്ഞതുപോലെ ഇയാളുടെ വീട്ടിൽ കൂടിയാലോ? ഇത് കേട്ട ക്രിസ്റ്റി പറഞ്ഞു, അത് ശരിയാവില്ല. നമുക്കറിയാത്ത ഒരാളുടെ വീട്ടിൽ അതൊന്നും ശരിയാവില്ല. നീ വന്നേ, നമുക്കിവിടെ വേറെ ഹോട്ടൽ വല്ലതും ഉണ്ടോയെന്ന് നോക്കാം. ഇത് കേട്ട ഫിറോസ് പറഞ്ഞു, ഇപ്പോൾ കിട്ടും ഹോട്ടല്. നീ ഒന്ന് ചുറ്റും നോക്കിയേ. എല്ലാവരും ചുറ്റും നോക്കി. കണ്ടല്ലോ, ഇതാണ് ഈ നാടിൻ്റെ അവസ്ഥ. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന താഴ്വരയും കാടും മാത്രം. മുൻപോട്ടുള്ള വഴിയിൽ എന്തെങ്കിലും അപകടമുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. മാത്രമല്ല, അയാൾ പറഞ്ഞതിൽ കാര്യവുമുണ്ടല്ലോ. ആ സ്ഥലത്തെപ്പറ്റി നമ്മൾ അറിഞ്ഞതും ഒട്ടും നല്ല കാര്യമല്ല. ഇനിയിപ്പോൾ അയാൾക്കൊപ്പം കൂടി എല്ലാം അറിയാം. എന്നിട്ട് തീരുമാനിക്കാം അങ്ങോട്ട് പോകണോ വേണ്ടയോ എന്ന്. ഇത് കേട്ട ശിവ പറഞ്ഞു, ഇടാ, നീ എന്തറിഞ്ഞിട്ടാ? പാത്തു പറഞ്ഞു, ഓൻ പറഞ്ഞതാ ശരി. ഇതിപ്പോൾ നമ്മൾ രണ്ട് പെൺപിള്ളേരും ഒപ്പമില്ലേ? എല്ലാം അറിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി. ഇത് കേട്ട ശരത്ത് പറഞ്ഞു, ദാ അത് പോയിന്റ്. ഇപ്പോൾ വൈദേഹിയുടെ കൂടെ റെസ്പോൺസിബിലിറ്റി നമുക്കാ. ഇന്നിപ്പോൾ ഇവിടെ കൂടാം. കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് ആ കോട്ടയിലേക്ക് പോകാം. ശരത്തിൻ്റെ തീരുമാനം പോലെ അവരെല്ലാം അയാളുടെ വീട്ടിലേക്ക് പോയി. ശിവ ചോദിച്ചു, ചേട്ടൻ്റെ പേരെന്താ? തോമസ് എന്നാ. നിങ്ങൾ തോമാച്ചായൻ എന്ന് വിളിച്ചോ? ഇതാണ് എൻ്റെ വീട്. ഓലമേഞ്ഞൊരു വീടിൻ്റെ മുന്നിൽ അയാൾ അവരെ കൊണ്ടുവന്നു. ചെറുതെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള വീട്. അടുക്കും ചിട്ടയുമെല്ലാം അതിനുണ്ടായിരുന്നു. അയാൾ അവരെ വീടിൻ്റെ തിണ്ണയിലിരുത്തി. തോമസ് വീട്ടിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, ചീരു, ആവണി. അകത്തു നിന്നും ഒരു സ്ത്രീയും ഒരു കുട്ടിയും കൂടെ പുറത്തേക്ക് വന്നു. ഇതെൻ്റെ ഭാര്യ ചീരു, ഇത് മകൾ ആവണി. ഇവിടുത്തെ ആദിവാസി മൂപ്പൻ്റെ മകളാണ് ചീരു. പാത്തുവും വൈദേഹിയും ആ കൊച്ചു മിടുക്കിയൊന്ന് നോക്കി. കറുപ്പെങ്കിലും കാണാൻ അഴകുള്ളൊരു കൊച്ചു സുന്ദരി. പാത്തു ചോദിച്ചു, ആവണി ഏത് ക്ലാസ്സിലാ? ഞാൻ സ്കൂളിലൊന്നും പോണില്ല. ഇത് കേട്ട വൈദേഹി ചോദിച്ചു, അതെന്താ? അതിന് മറുപടി പറഞ്ഞത് തോമസാണ്. ഇവിടെ സ്കൂളൊന്നുമില്ല. പോകണമെങ്കിൽ നിങ്ങൾ കയറി വന്ന കാടിൻ്റെ അപ്പുറം പോകണം. ഇവിടെ നിങ്ങൾ പോകുന്ന ബംഗ്ലാവ് തുടങ്ങുന്ന ഭാഗത്തൊരു പള്ളിയുണ്ട്. അവിടുത്തെ അച്ഛനാണ് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതുകൊള്ളാലോ. അച്ഛനെ എന്തായാലും കണ്ടിട്ട് നമുക്ക് ബംഗ്ലാവിലേക്ക് പോകാം, അല്ലേ ശിവ? ശരത്ത് ചോദിച്ചു. അതെ, നല്ല മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ അകത്തേക്ക് കയറാം. കഴിക്കാൻ ഇവിടെ ചീനയും മീനുമൊക്കെ ഉള്ളൂ. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായതാ. പെട്ടെന്നാണ് മഴയുടെ വരവറിയിച്ച് ഒരു ഇടിയും മിന്നലും ഭൂമിയിൽ പതിച്ചത്. മഴ പെയ്തു തുടങ്ങിയതും എല്ലാവരും ഇറയത്ത് നിന്നും അകത്തേക്ക് കയറി. അകത്ത് കയറി അവർക്ക് കഴിക്കാൻ ചീനിയും മീൻകറിയും നൽകി. അതെല്ലാം ആസ്വദിച്ച് തന്നെ അവർ കഴിച്ചു. മലമുകളിലെ ചീനിക്ക് രുചി കൂടും. സമയം അതിനോടൊപ്പം ഇഴഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. രാത്രിയിൽ ഒരു മുറിയിൽ തന്നെ എല്ലാവരും ഇരുന്നു. ഓല മേഞ്ഞതായതുകൊണ്ട് തന്നെ മുറിയുടെ ചില ഭാഗങ്ങൾ ശക്തിയിൽ വെള്ളം വീണ് ചോർന്നുകൊണ്ടേയിരുന്നു. അവിടെയെല്ലാം നിലത്ത് ചീരു പാള കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങൾ വെച്ചു. വൈദേഹി ചോദിച്ചു, ഇതെന്തൊരു മഴ, നാശം പിടിക്കാൻ, തണുത്തിട്ട് വയ്യ. ഇത് കേട്ട പാത്തു പറഞ്ഞു, ഇനി നമ്മൾ കുടിലോടെ ഒഴുകിപ്പോകുമോ? സാധ്യത ഇല്ലാതില്ല, ക്രിസ്റ്റി പറഞ്ഞു. പെട്ടെന്ന് തോമസ് ചോദിച്ചു, നിങ്ങളൊക്കെ ആരാ ശരിക്കും? എന്തോ പറഞ്ഞത് മുഴുവനായും വിശ്വസിക്കാൻ പറ്റണില്ല. കാര്യം ഇങ്ങനെ കുട്ടികൾ മുൻപും ഇവിടെ വന്നിട്ടുണ്ട്. അതെല്ലാം ഈ ബംഗ്ലാവിൻ്റെ പിന്നിലെ കഥ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇത് കേട്ട ശരത്ത് പറഞ്ഞു, ഞങ്ങൾ ശരിക്കും ഇവിടുത്തെ വസ്തുക്കച്ചവടവുമായി വന്നതാ. ഇവിടെ ഈ കാടിൻ്റെ അകത്ത് ഭൂമി കൊണ്ട് അതിൻ്റെ ഓണറിന് ഒരു പ്രയോജനവുമില്ല. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെയാണ് ഇത്. ഇവിടുത്തെ പ്രേതക്കഥ കാരണം സ്ഥലം ആരും വാങ്ങുന്നത് പോലുമില്ല. അവനെ സഹായിക്കാൻ ഞങ്ങൾ വന്നതേ ഉള്ളൂ. ശിവ പറഞ്ഞു, കുറച്ച് കഥ ഞങ്ങൾക്കറിയാം. പക്ഷെ ശരിക്കും എന്താ സംഭവം? ശരിക്കും എൻ്റെ അപ്പൻ്റെ കാലത്തെ സംഭവങ്ങൾക്ക് തുടക്കം. ഇവിടുത്തെ പ്രകൃതി ഭംഗി കണ്ട് ഇവിടെ യാത്രയ്ക്ക് വന്ന സായിപ്പാണ് ആ സ്ഥലം വാങ്ങി അവിടെ ബംഗ്ലാവ് പണിതത്. ശേഷം ഇവിടെ ഒരു പള്ളിയും പണി കഴിപ്പിച്ചു. അയാളും അയാളുടെ ഭാര്യയും മക്കളും ഇവിടെ ബംഗ്ലാവിൽ താമസം തുടങ്ങി. പള്ളിയിൽ ആ കാലത്ത് വന്ന അച്ഛനും അവരോടൊപ്പം ബംഗ്ലാവിലായിരുന്നു താമസം. അവർക്ക് മൂത്തത് ആണും ഇളയത് പെണ്ണുമായിരുന്നു. പെട്ടെന്നൊരു ദിവസം അവിടുത്തെ കുട്ടിയെ കാണാതായി. അതിനുശേഷമാണ് നാട്ടിൽ പല പെൺകുട്ടികളെയും കാണാതായി തുടങ്ങിയത്. പിന്നീടാണ് എല്ലാവരും അറിഞ്ഞത് അവരുടെ മകൻ സാത്താനെ ആരാധിച്ചിരുന്നു എന്ന്.
ഇത് കേട്ട ഫിറോസ് ചോദിച്ചു, സാത്താനെ ആരാധിക്കാനോ? ഇത് കേട്ട ക്രിസ്റ്റി പറഞ്ഞു, ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയില്ലേ അത്. പിന്നീട് അവനെ നാട്ടുകാർ തന്നെ അടിച്ചു കൊന്നെന്നൊക്കെ അറിഞ്ഞത്. അതിനുശേഷം സായിപ്പും അയാളുടെ ഭാര്യയും സ്ഥലവും വിറ്റ് ഇവിടെ നിന്നും പോയി. ഇതിനുശേഷം അവിടെ വന്ന എല്ലാ ആൺകുട്ടികളും ആത്മഹത്യ ചെയ്ത നിലയിലും വരുന്ന പെൺകുട്ടികളെ കാണാതാവുകയും ചെയ്തു. പിന്നീട് പള്ളിയിലച്ഛൻ ആ ബംഗ്ലാവ് വെഞ്ചരിക്കുകയും ചെയ്തു. അയാൾ പറഞ്ഞത് ഡൊമിനിക്കിൻ്റെ ആത്മാവാണ് ഇതിനൊക്കെ പിന്നിലെന്ന്. ഇപ്പോഴും ആരും ഇരുട്ട് വീണാൽ അവിടേക്ക് പോകാറില്ല. നിങ്ങൾ കയറി വന്ന കാടിനുമുണ്ട് ഇതുപോലൊരു കഥ. അതിനി എന്താ? പാത്തു ചോദിച്ചു. അതൊക്കെ സമയം പോലെ പറയാം. നേരം ഒരുപാടായില്ലേ? നിങ്ങൾ കിടന്നുറങ്ങാൻ നോക്ക്. സ്ഥലം കുറച്ച് കുറവാ. നിങ്ങൾ ആ മുറിയിൽ കിടന്നോ, ഞങ്ങളിവിടെ കിടന്നോളാം. എന്തോ അവരെ ബുദ്ധിമുട്ടിക്കാൻ അവർക്ക് തോന്നിയില്ല. അതുകൊണ്ട് ശരത്ത് തന്നെ കാര്യം പറഞ്ഞു. അത് വേണ്ട, ഞങ്ങൾ കാരണം നിങ്ങൾ ബുദ്ധിമുട്ട് വേണ്ട. ഞങ്ങളെല്ലാവരും ഈ സ്ഥലത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോളാം. ആദ്യം തോമസ് എതിർത്തെങ്കിലും പിന്നീട് അവർ സമ്മതിക്കാത്തതിനാൽ തോമസിന് തോറ്റുകൊടുക്കേണ്ടി വന്നു. അവർക്കുള്ള കിടക്കയെല്ലാം വിരിച്ച് തോമസ് അകത്തേക്ക് പോയി. ഈ നിമിഷം ഭയങ്കര ചിന്തയിലായിരുന്നു വൈദേഹി. അത് ശ്രദ്ധിച്ച ശിവ വൈദേഹിയോട് കാര്യം തിരക്കി. താനെന്താടോ കാര്യമായ ആലോചനയിലാണല്ലോ? ഞാൻ നാളെ തന്നെ തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. അത് കേൾക്കാൻ കാത്തിരുന്ന പോലെ ഫിറോസ് ഇടയ്ക്ക് കയറി സംസാരിക്കാൻ തുടങ്ങി. ഒളിച്ചോട്ടമാണല്ലേ? കൂടെ ഞാനും വരാം ഒരു ധൈര്യത്തിന്. എനിക്ക് ധൈര്യത്തിന് ഒരു കുറവുമില്ല. അത് മനസ്സിലായി, ക്രിസ്റ്റി പറഞ്ഞു. ഇത് കേട്ട പാത്തു പറഞ്ഞു, ചുമ്മാതിരി. താൻ എന്താ ചെയ്യുന്ന ശരിക്കും? ഈ കാണുന്ന ലുക്ക് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ന്യൂസ് ചാനലിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ പുറത്താ. അതെന്താ? ശരത്ത് ചോദിച്ചു. MLA സദാശിവത്തിനെ ചീത്ത വിളിച്ചതിന്. ആഹാ, ബെസ്റ്റ്. അപ്പോൾ നീയാണോ ആ ആള്? ഫിറോസ് ചോദിച്ചു. വെറുതെ ഒന്നുമല്ലല്ലോ. അയാൾ പറഞ്ഞു തരുന്നത് പോലെ ഞങ്ങൾ അയാളെ നല്ലതുപോലെ പറഞ്ഞു സൂചിപ്പിക്കണം. അയാൾ എഴുതി തരുന്ന ചോദ്യങ്ങൾ മാത്രമേ അയാളോട് ചോദിക്കാൻ പാടുള്ളൂ. എനിക്കെന്തോ അത്ര പിടിച്ചില്ല. എൻ്റെ കൂടെ ഷൂട്ട് ചെയ്യാൻ വന്നവനോ എൻ്റെ ശത്രു. ഞാൻ അയാളെ മനസ്സിൽ പ്രാഗിക്കൊണ്ടിരിക്കുന്നത് അറിയാതെ ഉച്ചത്തിൽ പുറത്തു വന്നു. അവനത് നൈസായിട്ട് അങ്ങ് ഷൂട്ട് ചെയ്തു. അയാളുടെ ആൾക്കാരെന്നെ തിരഞ്ഞു നടക്കുക. പക്ഷെ ഇതൊരു കാടാണെന്നും ഇത്ര വലിയൊരു ചെകുത്താൻ ഇവിടെ ഉണ്ടെന്നും എനിക്കറിയില്ലായിരുന്നു. ഇനി എന്താ അടുത്ത പ്ലാൻ? പാത്തു ചോദിച്ചു. നാളെ രാവിലെ കാടിറങ്ങണം. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ശിവ പറഞ്ഞു, നേരം ഒരുപാടായി, കിടക്കാൻ നോക്ക്. നാളെ രാവിലെ ഒറ്റയ്ക്ക് താൻ എന്തായാലും പോകണ്ട. തോമസ് ചേട്ടനോട് ചോദിക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടാക്കാം. അത് ശരിയാ, ശരത്ത് പറഞ്ഞു. അവൾ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. നേരം കടന്നു പോയിക്കൊണ്ടേയിരുന്നു. മഴയുടെ ശബ്ദമല്ലാതെ വേറിട്ടൊരു ശബ്ദം കേട്ടതും വൈദേഹി ഞെട്ടി കണ്ണു തുറന്നു. നോക്കിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു. എല്ലാവരും തനിക്ക് ചുറ്റും കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും പുറത്തു മഴ ശക്തിയോടെ പെയ്തുകൊണ്ടിരിക്കുന്നു. വാതിൽ തുറന്നു കിടക്കുന്നുണ്ടെങ്കിലും ആരുടെയും അനക്കം കേൾക്കാനുണ്ടായിരുന്നില്ല. വൈദേഹി വേഗം തന്നെ തനിക്കരികിൽ കിടന്നുറങ്ങുന്ന പാത്തുവിനെ വിളിച്ചു. പാത്തു, പാത്തു, ഒന്ന് എണീറ്റേ. ഇതെന്തുറക്ക? വൈദേഹി മറ്റൊരു വശത്ത് കിടന്നുറങ്ങുന്ന ക്രിസ്റ്റിയെ വിളിച്ചു നോക്കി. ക്രിസ്റ്റി, ഒന്ന് എഴുന്നേറ്റേ. ക്രിസ്റ്റി വൈദേഹിയുടെ വിളി കേട്ട് വളരെ പ്രയാസത്തോടെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. പകുതി തുറന്ന കണ്ണുകളോടെ അവൻ അവളെ നോക്കി. എന്താടോ? അതെ, നമ്മൾ കിടക്കാൻ നേരം വാതിലൊക്കെ നല്ലതുപോലെ അടച്ചതല്ലേ? ഇപ്പോൾ ദേ നോക്കി, അത് തുറന്നു കിടക്കുന്നു. ക്രിസ്റ്റി വൈദേഹി ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് കണ്ണുകൾ പായിച്ചു. ശരിയാണ്, വാതിൽ തുറന്നു കിടക്കുന്നു. ക്രിസ്റ്റി പുതപ്പ് മാറ്റി നിലത്ത് നിന്നും പതിയെ എഴുന്നേറ്റ് വൈദേഹിയെ ഒന്ന് നോക്കി. ശബ്ദമുണ്ടാക്കാതെ വാ, നമുക്ക് പോയി നോക്കാം. അവർ പുറത്തു നോക്കാൻ ഇറങ്ങിയതും ആരും ഇറയത്ത് നിന്നും കയറി വരുന്നത് കണ്ടു. അത് കണ്ടതും അവർ കതകിന് പുറകിൽ ഒളിച്ചിരുന്നു. വൈദേഹി പെട്ടെന്ന് അവിടെ കിടന്നൊരു വടി കൂടി എടുത്തു പിടിച്ചു. ആ രൂപം അകത്തേക്ക് കയറിയതും വൈദേഹി അതിൻ്റെ തലയ്ക്കടിച്ച് താഴെയിട്ടു. അയ്യോ, എന്നെ കൊല്ലുന്നേ! ശബ്ദം കേട്ടവരെല്ലാവരും ഉണർന്നു. വാതിലിൻ്റെ നേരെ നോക്കിയപ്പോൾ കാണുന്നത് തല തിരുമിക്കൊണ്ടിരിക്കുന്ന ഫിറോസിനെയും വടിയുമായി അവൻ്റെ അരികിൽ നിൽക്കുന്ന വൈദേഹിയെയും ക്രിസ്റ്റിയെയുമാണ്. ശബ്ദം കേട്ട തോമസ് അകത്ത് നിന്നും ഇറങ്ങി വന്നു. എന്താ മക്കളെ? അവരാരും ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കി നിന്നു. ശരത്ത് ചോദിച്ചു, എടാ എന്താടാ, വായി തുറന്നൊന്ന് പറയാമോ? ഇത് കേട്ട ക്രിസ്റ്റി പറഞ്ഞു, അത് വൈദേഹി എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചതാ. ഞങ്ങൾ നോക്കിയപ്പോൾ ആരും വെളിയിൽ നിന്നും അകത്തേക്ക് വരുന്നത് കണ്ടു. ആരാണെന്നറിയാതെ ഞങ്ങൾ ഇവൻ്റെ തലക്കടിച്ചു. ഇത് കേട്ട ഫിറോസ് പറഞ്ഞു, മനുഷ്യനൊന്നും മുള്ളാൻ പോലും പോകാൻ പറ്റില്ലല്ലോ. ശിവ, ഒന്ന് നോക്കിയിട്ട് എൻ്റെ തല ഇവിടെ തന്നെ ഉണ്ടോ എന്ന്. ഏത് നശിച്ച നേരത്തെ ഇതിനെ കൂടി വലിച്ചുകൊണ്ട് വരാൻ തോന്നിയത്? വൈദേഹി പറഞ്ഞു, സോറി ഫിറോസേ. ഇത് കേട്ട ശിവ പറഞ്ഞു, അത് സാരമില്ലടോ, വെളിവില്ലാത്ത ഇവനിടയ്ക്ക് രണ്ടെണ്ണം കിട്ടുന്നത് നല്ലതാ. ഓഹോ, ഇന്ന് കണ്ട ഒരുത്തിക്ക് വേണ്ടി എന്നെ ഇങ്ങനെ കുത്താമോ? ഇത് കേട്ട പാത്തു പറഞ്ഞു, വിടടാ, നീ വല്ല കള്ളനുമാണെന്ന് കരുതിയിട്ടാവും. ഒരുവിധം ഫിറോസിനെ സമാധാനിപ്പിച്ച് എല്ലാവരും കിടക്കാനായി പോയി. ഇതേ സമയം കുടിലിൽ തങ്ങൾക്ക് നേരെ വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ചറിയാതെ അവർ ഗാഠനിദ്രയിലേക്ക് വീണു. പിറ്റേന്ന് നേരം വെളുത്തതും അവർ എല്ലാവരും കാപ്പികുടിയൊക്കെയായി നല്ല തിരക്കിലായിരുന്നു. ഈ സമയം പാത്തുവും വൈദേഹിയും പുറത്തേക്ക് ചുറ്റി നടക്കുകയായിരുന്നു. അവർ ചുറ്റിക്കിറങ്ങി കുടിലിൻ്റെ പുറകുവശത്തെത്തി. അത് കണ്ട ചീരു ചോദിച്ചു, നിങ്ങൾ വന്നോ? ദേ ചായ. ആവണി എവിടെ? പാത്തു അവരോട് ചോദിച്ചു. ചീരു പറഞ്ഞു, പള്ളിയിൽ പോയി. രാവിലെ അച്ഛൻ പ്രാർത്ഥന ചൊല്ലി പഠിപ്പിക്കാൻ തുടങ്ങും. ഞാൻ രാവിലെ തന്നെ ഇറങ്ങും കേട്ടോ, വൈദേഹി പറഞ്ഞു.
ഇത് കേട്ട പാത്തു പറഞ്ഞു, സൂക്ഷിച്ചു പോകണം. MLA യുടെ കയ്യിൽപ്പെട്ടാൽ നിന്റെ കാര്യം പോക്കാ. അങ്ങോട്ടൊന്ന് നോക്കിയേ. വൈദേഹി പറഞ്ഞ സ്ഥലത്തേക്ക് പാത്തു നോക്കി. എന്താ പാത്തു, ഇത് ചോരയല്ലേ? വൈദേഹി ചോദിച്ചു. ഇത് കേട്ട പാത്തു പറഞ്ഞു, ഇത് വല്ല മൃഗത്തിൻ്റെയും ആയിരിക്കും. നീ അത് വിട്, നിനക്ക് പോകേണ്ടേ, വാ. തോമസേ എന്താ വർക്കി? അടിവാരത്ത് നിന്നും കാട് കയറുന്ന ഭാഗത്ത് മണ്ണിടിച്ചു. ഇന്നലെ കാട്ടിൽ നിന്നും വന്ന അവറാച്ചിനെ കാണാനില്ല. അവിടെ തിരച്ചിൽ നടത്തുന്നതേ ഉള്ളൂ. ഇത് കേട്ട് വൈദേഹി ഞെട്ടിക്കൊണ്ട് തോമസിനെ നോക്കി. അപ്പോൾ എനിക്ക് പോകാൻ ആ വഴിയേ ഉള്ളൂ. ഇനി മടങ്ങിപ്പോകാൻ കഴിയില്ല. ഏത് നശിച്ച നേരത്താണോ ഈ വണ്ടിയിൽ ചാടിക്കയറാൻ തോന്നിയത്? ഇത് കേട്ട ഫിറോസ് പറഞ്ഞു, MLA ചീത്ത വിളിച്ച് വെളിവില്ലാതെ ഈ കാട് കയറിയപ്പോൾ ഓർക്കണമായിരുന്നു. ഇതിലും ഭേദം MLA കൈകൊണ്ട് മരിക്കുന്നതാ. അല്ലാതെ വല്ല കാട്ടിലും വന്ന പ്രേതത്തിൻ്റെ കടികൊണ്ട് മരിക്കേണ്ട ഗതികേടാണല്ലോ. ഇത് കേട്ട് ശരത്ത് പറഞ്ഞു, താൻ പേടിക്കാതടോ. എന്തായാലും ഇറങ്ങി തിരിച്ചു. അപ്പോൾ മുന്നോട്ട് തന്നെ പോകാം. തനിക്ക് പേടിയുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിന്നോളൂ. കൂട്ടിന് ഞാനും നിൽക്കാം. അത് കേട്ട ഫിറോസ് പറഞ്ഞു. അപ്പോൾ ക്രിസ്റ്റി പറഞ്ഞു, ഇവനെപ്പോലൊരു പേടിത്തൊണ്ടൻ, നിനക്ക് നാണമില്ലേ? ഇത് കേട്ട ഫിറോസ് പറഞ്ഞു, എനിക്ക് ഭ്രാന്തില്ല ആ പ്രേതക്കോട്ടയിൽ ചെന്ന് ചെകുത്താനെ വിളിച്ചുണർത്തി ചാകാൻ. ലോക ദുരന്തം, കുറച്ചൊക്കെ ഒന്ന് പോസിറ്റീവ് ആകടാ, ശിവ പറഞ്ഞു. ശരിയാ, താനും കൂടി ഉണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടാ, പാത്തു പറഞ്ഞു. ഇത് കേട്ട ശരത്ത് പറഞ്ഞു, തോമാച്ചായ ഞങ്ങളെങ്കിലും ഇറങ്ങുക. ഇനിയും നിന്ന് നേരം വൈകിക്കുന്നില്ല. പള്ളിയിലൊന്ന് കയറണം. ശരി മക്കളെ, നിങ്ങൾ പോയി വാ. മറ്റുള്ളവർക്കുണ്ടായതുപോലെ ഒരു ഗതി നിങ്ങൾക്കുണ്ടാവാതെ ഇരിക്കട്ടെ. അവരെല്ലാവരും യാത്ര പറഞ്ഞ് പള്ളിയിലേക്ക് തിരിച്ചു. പള്ളിയുടെ അരികിലെത്തിയതും ഗേറ്റ് രണ്ടു വശത്തേക്കും തുറന്നു കിടക്കുകയായിരുന്നു. പള്ളി കണ്ടതും ആകെ മുഴുവനും പള്ളിയെ ഒന്ന് നോക്കിക്കൊണ്ട് ഫിറോസ് തൻ്റെ സംശയം ശിവയോട് തിരക്കി. ഇത് പള്ളി തന്നെയാണോ? ഇതെന്താ ഇങ്ങനെ? ഇവിടെയൊന്നും ആരുമില്ലല്ലോ. മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ് കാട് കയറി കിടക്കുന്നു. എല്ലാവരും ചുറ്റുമൊന്ന് നോക്കി. ശരത്ത് പറഞ്ഞു, വാ നമുക്ക് ഇറങ്ങി നോക്കാം. എല്ലാവരും ജീപ്പിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി. അവർ പള്ളിയിലേക്ക് നടക്കാൻ തുടങ്ങിയതും പെട്ടെന്നാണ് പുറകിൽ നിന്നും ഒരു വിളി കേട്ടവർ തിരിഞ്ഞു നോക്കിയത്. ആരാ? എവിടെന്നാ? എന്ത് വേണം? കണ്ടാൽ ഒരു 20-25 പ്രായം തോന്നുന്ന ഒരു യുവാവായിരുന്നു അത്. ക്രിസ്റ്റി പറഞ്ഞു, ഞങ്ങൾ സ്വല്പം ദൂരെ നിന്നാ. അച്ഛനെ ഒന്ന് കാണണമായിരുന്നു. എന്താ കാര്യം? ഇത് കേട്ട ശരത്ത് പറഞ്ഞു, ഞങ്ങളിവിടെ ചെകുത്താൻകോട്ട എന്ന് പറയുന്ന ബംഗ്ലാവിലേക്ക് വന്നതാണ്. അവിടേക്ക് പോകും വഴി അച്ഛനെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. അവിടെ ആ ബംഗ്ലാവിൽ നിങ്ങൾക്കെന്താ കാര്യം? ഇത് കേട്ട പാത്തു പറഞ്ഞു, ഞങ്ങൾ ആ സ്ഥലത്തിൻ്റെ കാര്യത്തിന് വന്നതാ. നിങ്ങൾ അകത്തേക്ക് കയറി വരൂ, അകത്തിരുന്ന് സംസാരിക്കാം. ഫിറോസിന് അയാളുടെ ചോദ്യങ്ങൾ തീരെ പിടിച്ചില്ല. ഇയാളാരെ ഇതൊക്കെ തിരക്കാൻ? വല്ല പുറംപണിക്കാരനോ ആയിരിക്കും. അവർ അകത്ത് കയറി. അത് വലിയൊരു ഹാളായിരുന്നു. ആൾത്താരയും എല്ലാം ഉള്ളൊരു ഹാള്. എന്നാൽ യേശുവിൻ്റെ രൂപക്കൂട്ടിന് മുന്നിലും അതിനകത്തും ഒരു തെളിച്ചവും ഉണ്ടായിരുന്നില്ല. അവരെല്ലാം നോക്കിക്കാണുമ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയത്. നേരത്തെ തങ്ങളോട് സംസാരിച്ച യുവാവ് ദാ ലോഹയിട്ട് നടന്നു വരുന്നു. അയാൾ അവർക്ക് മുമ്പിൽ വന്നു നിന്നു. ഞാൻ ഫാദർ പോൾ ഇഗ്നീഷ്യസ്. സോറി, ഫാദറാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ആ വേഷത്തിൽ എന്നെ കണ്ടാൽ ഫാദറാണെന്ന് തോന്നുകയില്ല. അതെനിക്കുമറിയാം. ചെറുപ്പത്തിൽ തന്നെ ഇതിൽ കയറിയതാ. ഇവിടേക്ക് അങ്ങനെ ആരും വരില്ല. വരുന്നത് പഠിക്കാനായി കുട്ടികൾ മാത്രം. പിന്നെ ഇവിടെ എനിക്ക് സഹായത്തിന് സിസ്റ്റർ റീത്തയുമുണ്ട്. അവരിപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. പിന്നെ ജോലിക്കായി ഒരു അവറാച്ചനുണ്ടായിരുന്നു. പുള്ളി ഇന്നലെയാണ് പോയത്. ഇന്നറിഞ്ഞു കാണാതായെന്ന്. അവിടെ വരെ പോകാൻ കഴിഞ്ഞില്ല. നിങ്ങളപ്പോൾ അവിടെ താമസിക്കാൻ വേണ്ടി വന്നതാണല്ലേ? അതേ അച്ചോ. എല്ലാം അറിഞ്ഞിട്ടാണോ നിങ്ങളുടെ വരവ്? ഇത് കേട്ട ശിവ പറഞ്ഞു, കുറച്ചൊക്കെ ഞങ്ങളുടെ സുഹൃത്ത് പറഞ്ഞിരുന്നു. ബാക്കി തോമസേട്ടനും പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാവിലേക്ക് നിങ്ങൾ പോകുന്നത് സൂക്ഷിക്കണം. ചെകുത്താൻ ഉറങ്ങുന്ന വീടാ അത്. എന്തായാലും എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാൻ മടിക്കണ്ട. നിങ്ങൾ പോകുന്ന വഴിയെല്ലാം കാടാണ്. അതിന് നടുക്കാണ് ബംഗ്ലാവ്. ബംഗ്ലാവിന് പുറകുവശം മലയും വെള്ളച്ചാട്ടവും ഒക്കെയാണ്. നേരെ പോയാൽ ആദിവാസികളുടെ ഊരാണ്. തോട്ടത്തിൽ ജോലിക്ക് അവർ വരാറുണ്ട്. രാത്രിയിൽ ആരും തന്നെ അവിടേക്ക് വരാറില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ മാത്രമായിരിക്കും അവിടെ. ഒന്ന് നിലവിളിച്ചാൽ പോലും രക്ഷയ്ക്ക് ആരും ഉണ്ടാവില്ലെന്ന് സാരം. സൂക്ഷിക്കണം. ഇത് കേട്ട ശിവ പറഞ്ഞു, പേടിയൊന്നും ഞങ്ങൾക്കില്ല. പിന്നെ ദൈവമുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയും ഉണ്ടായിരിക്കുമല്ലോ. അതിൽ വിശ്വാസമില്ലാതെയുമില്ല. ചിലപ്പോൾ ആരെങ്കിലും മനഃപൂർവ്വം ഇതെല്ലാം ചെയ്യുന്നതാണെങ്കിലോ? നിങ്ങൾ അവിടേക്ക് പോവുകയല്ലേ, അപ്പോൾ എല്ലാം നേരിൽ അറിയാം. സൂക്ഷിക്കണം. എന്താവശ്യമുണ്ടെങ്കിലും പറയാൻ മടിക്കണ്ട. ഞങ്ങൾ ഇറങ്ങട്ടെ? എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ അറിയിക്കാം ഫാദർ. എങ്കിലും അങ്ങനെ ആവട്ടെ. അവിടെ നിന്ന് ഫാദറിനോട് യാത്ര പറഞ്ഞിട്ട് അവർ ബംഗ്ലാവിലേക്ക് പോയി. പോകുന്ന വഴിക്ക് പാത്ത് തന്നെ സംഭാഷണത്തിന് തുടക്കമിട്ടു. ഫാദർ പറഞ്ഞ പോലെ ഇവിടെ മുഴുവനും കാടാണല്ലോ. ഒരാവശ്യത്തിന് വിളിച്ചാൽ പോലും ആരും കാണില്ലല്ലോ സഹായിക്കാൻ. താനെന്താ വൈദേഹി ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഇനി എന്ത് മിണ്ടാൻ? എല്ലാം തീരാൻ പോവല്ലേ. പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തംകുളത്തിപ്പട. പ്രേതത്തിന് ഇരയാകാനായിരിക്കും എൻ്റെ യോഗം. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ ബംഗ്ലാവിൻ്റെ മുന്നിലെത്തി. ബംഗ്ലാവിൻ്റെ ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ ഗേറ്റ് തുറന്ന് അവരുടെ മുന്നിലെത്തി. ഗേറ്റ് തുറന്നതും അവർ ജീപ്പ് അകത്തേക്ക് കയറ്റി. ജീപ്പിൽ നിന്നും ഇറങ്ങിയ ശരത്ത് ആ പയ്യനെ നോക്കി. ചിന്നനല്ലേ? അതെ സാറേ. നിങ്ങളെ ഇന്നലെ ഒരുപാട് നേരം ഞാൻ നോക്കി നിന്നിരുന്നു. ആരെയും കാണാത്തത് കൊണ്ട് ഞാൻ ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിൽ പോയി. എനിക്കറിയായിരുന്നു നിങ്ങൾ രാത്രിയിൽ കാട് കയറില്ല എന്ന്.
അല്ല, നിങ്ങൾ 5 പേര് വരുമെന്നല്ലേ പറഞ്ഞത്? അത് കേട്ട ഫിറോസ് പറഞ്ഞേ, അതെ, ഇതിനെ വഴിയിൽ നിന്നും കളഞ്ഞു കിട്ടിയതാ. ഇത് കേട്ട ശിവ പറഞ്ഞു, ഈ കൂട്ടത്തിലൊരു പിരി ലൂസിവനാ, അതുകൊണ്ട് അവൻ പറയുന്നത് കാര്യമാക്കണ്ട. ഇവളും ഞങ്ങളുടെ ഫ്രണ്ടാണ്. പേടിയില്ലാത്ത ഒരാളെ കാണാൻ പറ്റിയല്ലോ. ഇത് കേട്ട ക്രിസ്റ്റി പറഞ്ഞു, തനിക്ക് പേടിയില്ലേ ഈ ബംഗ്ലാവിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ? കൊള്ളാം, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വരാറില്ല. തോട്ടത്തിലെ തൊഴിലാളികളുടെ കൂടെ വരും, അവരുടെ കൂടെ മടങ്ങിപ്പോകും. അതുകൊണ്ട് ബംഗ്ലാവിനകം ഞാൻ വൃത്തിയാക്കിയിട്ടില്ല. ഇത് കേട്ട ഫിറോസ് പറഞ്ഞു, കൊള്ളാം, നല്ല ആളാണല്ലോ. ജീവനിൽ കൊതിയുണ്ട് സാറന്മാരെ. അങ്ങനെ അവരെല്ലാവരും കൂടി അകത്തേക്ക് കയറി. അവർ ബംഗ്ലാവിൻ്റെ വാതിൽ തുറന്നതും അതിൻ്റെ ഉള്ളിൽ നിന്നും 1-2 വവ്വാലുകൾ പുറത്തേക്ക് പറന്നു വന്നു. പെട്ടെന്നുള്ള അതിൻ്റെ വരവിൽ സ്റ്റെപ്പിൻ്റെ അറ്റത്ത് നിന്ന വൈദേഹി താഴെ വീണു. വൈദേഹി വീണതും പാത്തു വേഗം തന്നെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്തെങ്കിലും പറ്റിയോ? കൈ ചെറുതായൊന്ന് പോറി, ആ കല്ലിൽ തട്ടിയതാ. ഇത് കേട്ട ശരത്ത് പറഞ്ഞു, സാരമില്ലടോ, നമുക്ക് അകത്തേക്ക് കയറിയിട്ട് മരുന്ന് വയ്ക്കാം. ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചതും ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. ശക്തമായ കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങി. പെട്ടെന്നുണ്ടായ പ്രകൃതിയുടെ മാറ്റത്തിൽ എല്ലാവരും ഒരുപോലെ പകച്ചു നിന്നു. ബംഗ്ലാവിന് ചുറ്റും പുക പോലെ രൂപങ്ങൾ ഉയർന്നു പൊങ്ങി. എന്നാൽ ഞൊടിയിടയിൽ തന്നെ എല്ലാം ശാന്തമായി. പ്രകൃതിയുടെ മാറ്റം കണ്ടു തുടങ്ങിയതും എല്ലാവരിലും ഭയം ഉടലെടുത്തു. പാത്തു പറഞ്ഞു, ഫിറോസേ, എനിക്ക് പേടിയാകുന്നു ഫിറോസേ. പാത്തു അരികിൽ നിന്ന് ഫിറോസിനെ നോക്കിയതും ബോധം മറിഞ്ഞ് നിലത്ത് വീണ കിടക്കുന്ന ഫിറോസിനെയാണ് അവർ കണ്ടത്. ഇത് കണ്ട ശിവ പറഞ്ഞു, അയ്യോ ഫിറോസേടാ, കണ്ണു തുറക്കടാ. അവരെല്ലാവരും അവന് ചുറ്റും കൂടിയിരുന്നു. പാത്തു കയ്യിലിരുന്ന കുപ്പിയിലെ വെള്ളം ഫിറോസിന്റെ മുഖത്തൊഴിച്ചു. വേഗം തന്നെ ക്രിസ്റ്റി ഫിറോസിനെ വിളിച്ചു, എടാ ഫിറോസേ. മുഖത്ത് വെള്ളം വീണതിൻ്റെ ഒപ്പം ക്രിസ്റ്റിയുടെ ശബ്ദം കേട്ടതും ഫിറോസ് കണ്ണുകൾ തുറന്നു. ഇത് കണ്ട ശരത്ത് ചോദിച്ചു, എന്താടാ പറ്റിയേ? പെട്ടെന്ന് അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്കെന്തോ വല്ലാതെ പോലെയായി, അതാ പെട്ടെന്ന്. ഇത് കണ്ട ശിവ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല. നമ്മൾ വന്നപ്പോൾ മഴക്കാറ് നീയും കണ്ടതല്ലേ, അതിൻ്റെ കാറ്റാ. അതെ, നീ എണീറ്റേ, നമുക്ക് വീടൊക്കെ വൃത്തിയാക്കണ്ടേ, ശരത്ത് പറഞ്ഞു. അവർ ചുറ്റും നോക്കി. തുറക്കാതെ ഇരുന്ന ബംഗ്ലാവാണെങ്കിലും അധികം പൊടിയും അഴുക്കുമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട ശരത്ത് പറഞ്ഞു, ശിവ ഒന്ന് നോക്കിയത്, ഇതിലെ ആരൊക്കെയോ നടന്ന കാൽപ്പാടുകൾ. ഇത് കണ്ട ഫിറോസ് പറഞ്ഞു, ആ ചെകുത്താൻ ഡൊമിനിക്ക് തന്നെയാവും. തുറക്കാതെ കിടന്നതല്ലേ, നേരത്തെ ഉണ്ടായ കാൽപ്പാടുകൾ വല്ലതുമായിരിക്കും, ക്രിസ്റ്റി പറഞ്ഞു. ശരിയാണ്, നിങ്ങൾ വാ, നല്ല മഴ വരുന്നുണ്ട്. ഈ പാവത്തിന് ഇരുട്ടുന്നതിനു മുമ്പ് വീട് പറ്റേണ്ടതാ, ശിവ പറഞ്ഞു. അങ്ങനെ അവർ ബംഗ്ലാവും പരിസരവും വൃത്തിയാക്കാനായി തുടങ്ങി. ബംഗ്ലാവിൻ്റെ അകം വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് താഴെ മൂലയ്ക്കൊരു മുറി പൂട്ടിയിരിക്കുന്നത് വൈദേഹിയുടെയും പാത്തുവിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടത്. വൈദേഹിയും പാത്തുവും അത് തുറക്കാനായി ഒരുങ്ങിയതും ചിന്നൻ അവർക്ക് അരികിലേക്ക് വന്നു. അത് ഡൊമിനിക്കിൻ്റെ മുറിയാ, അത് തുറക്കാൻ പാടില്ല. നമ്മുടെ പള്ളിയിൽ അച്ഛൻ തന്നെ പ്രാർത്ഥിച്ച് അടച്ചതാണ്. അത് തുറക്കരുതെന്ന് അച്ഛൻ തന്നെ പ്രത്യേകം പറഞ്ഞതുമാണ്. അത് കേട്ട് പാത്തു ചോദിച്ചു, ശരിക്കും അയാൾക്ക് എന്താ സംഭവിച്ചതെന്ന് ചിന്നൻ അറിയാമോ? എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ഞങ്ങളുടെ ഊരിലൊരു മൂപ്പനുണ്ട്. മൂപ്പൻ ആ കാലത്ത് ഇവിടെ ജോലിക്കാരനായിരുന്നു. ചിലപ്പോൾ മൂപ്പൻ അറിയാമായിരിക്കും. ചിന്നൻ അത് പറഞ്ഞ് ബാക്കിയുള്ള ഭാഗം വൃത്തിയാക്കാനായി പോയി. പാത്തുവും വൈദേഹിയും ഒന്നുകൂടി ആ മുറിയിലേക്ക് നോക്കി അവരുടെ ജോലി തുടർന്നു. അങ്ങനെ അവരതെല്ലാം ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ വൃത്തിയാക്കി കഴിഞ്ഞു. ശരത്ത് പറഞ്ഞു, ഇവിടെ അടച്ചിട്ട മുറി ഒഴികെ ബാക്കി താഴെയും മുകളിലുമായി 7 മുറിയുണ്ട്. ആർക്കൊക്കെ ഏതൊക്കെയോ എന്ന് വെച്ചാൽ എടുക്കാം. ഞാൻ മേളിലെ റൂം എടുത്തു. ഇത് കേട്ട ശിവ പറഞ്ഞു, ഞാനും പാത്തുവും ഒരുമിച്ച് കിടന്നോളാമല്ലേ പാത്തു, വൈദേഹി പറഞ്ഞു. എന്തൊരു പേടിയാണ് രണ്ടിനും, ഫിറോസ് ചോദിച്ചു. ഇത് കേട്ട ശരത്ത് പറഞ്ഞു, അപ്പോൾ നിനക്ക് മുറിയോ? ക്രിസ്റ്റിക്ക് പേടി, അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെയാ. എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ താഴെ ഏതെങ്കിലും മുറിയിൽ കിടന്നോളാം. അളിയാ, അറിയാത്ത സ്ഥലമാണ് കേട്ടോ, ചുറ്റും കാടാ. അതിനൊന്നുമില്ല, ഞാൻ താഴെ മുറിയിൽ കിടക്കാം. ശരത്ത് ചോദിച്ചു, ഞങ്ങളുടെ ആഹാരത്തിൻ്റെ കാര്യം എങ്ങനെയാ? ഇപ്പോൾ തന്നെ വിശന്ന് കുടൽ കരിയുന്നു ചിന്ന. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വൃത്തിയാക്കലിൻ്റെ ഇടയിൽ ഞാനത് തിരക്കാൻ മറന്നു. എന്തായാലും നിങ്ങളിരിക്കെ, ഞാനിതൊക്കെ വിളമ്പാം. എല്ലാവരും ടേബിളിൻ്റെ ചുറ്റുമിരുന്നു അവിടുത്തെ കാര്യങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞതും അവർ ഹാള് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കി. അപ്പോഴാണ് അവർ അവിടെ ഒരു മൂലയിലായി ഭിത്തിയിലൊരു ഫോട്ടോ കണ്ടത്. അത് കണ്ട ശിവ പറഞ്ഞു, ഓ, അപ്പോൾ ഇതായിരിക്കും സായിപ്പും ഫാമിലിയും. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന യുവാവായിരിക്കും ഡൊമിനിക്ക്. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, ഇതാവും അനിയത്തി. അത് കണ്ട ഫിറോസ് പറഞ്ഞു, ഈ കാലത്ത് ഇവൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിക്കാഹ് കഴിച്ച് കൂടെ കൂട്ടിയേനെ. ശരിക്കും ഇവൾക്ക് എന്താ സംഭവിച്ചത്? ഇനിയൊരു പക്ഷേ മരിച്ചു പോയിട്ടുണ്ടാകുമോ? ചിന്നം പറഞ്ഞു, നിങ്ങൾക്ക് വൈകുന്നേരത്തേക്ക് കപ്പയും മീനും വെച്ചിട്ടുണ്ട്, അത് കഴിക്കാം. നാളെ മുതൽ ജോലിക്ക് ഞാൻ കാട്ടിലെ ഇപ്പോഴത്തെ മൂപ്പൻ്റെ മോളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഓള് വരും. ഇത് കേട്ട ക്രിസ്റ്റി പറഞ്ഞു, അതൊന്നും വേണ്ടിയിരുന്നില്ല, ഇവിടെ 2 പെണ്ണുങ്ങളുണ്ടല്ലോ. അത് കേട്ട ശരത്തും പറഞ്ഞു, അത് ശരിയായിരുന്നു ചിന്ന. അത് കേട്ട വൈദേഹി പറഞ്ഞു, എന്നാ നിങ്ങളൊക്കെ പട്ടിണി തന്നെ. അത് ശരിയാ, പാത്തു അത് ശരിവെച്ചു. പറയാൻ നാണമില്ലല്ലോ, മോശം, ഫിറോസ് ചോദിച്ചു. അങ്ങനെ കളിയാക്കലും കാര്യങ്ങളുമായി നേരം കടന്നുപോയി. ശിവ പറഞ്ഞു, ചിന്ന, നേരം ഇരുട്ടി തുടങ്ങുന്നു, മഴക്കാറുണ്ട്, നീ ഇറങ്ങിക്കോ, ഇനി നിന്നാൽ താമസിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പിന്നെ രാത്രിയിൽ എന്ത് ശബ്ദം കേട്ടാലും പുറത്തിറങ്ങണ്ട, ചുറ്റും കാടാ, വല്ല ഇഴജന്തുക്കളും കാണും, പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധ വേണം. ശരി ചിന്ന, നീ സമാധാനമായി പോയിട്ട് വാ, ശരത്ത് പറഞ്ഞു.
ചിന്നൻ അവരോട് യാത്ര പറഞ്ഞു പോയതിനു പുറകെ മഴ പെയ്യാൻ തുടങ്ങി. നേരം ഇരുട്ടിയിട്ടും മഴ നിർത്താതെ പെയ്തുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും ഹാളിൽ ഒരുമിച്ചിരുന്നു. ഫിറോസ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. നശിച്ച മഴ, നല്ല തണുപ്പ്, അതിൻ്റെ കൂടെ ഇടിയും മിന്നലും. ഓ, ഇത്രയും നേരം കറണ്ടെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ അതും പോയി, പാത്തു പറഞ്ഞു. നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നല്ലോ, ചിലപ്പോൾ മരം വല്ലതും വീണിട്ടുണ്ടാവും. എനിക്ക് പേടി ചിന്നനെ ഓർത്തിട്ടാ. അവൻ ഇറങ്ങിയപ്പോൾ തന്നെ തുടങ്ങിയതല്ലേ മഴ, അവനങ്ങ് എത്തിയോ ആവോ, ശരത്ത് ചോദിച്ചു. ഇത് കേട്ട വൈദേഹി പറഞ്ഞു, ചിന്നനിപ്പോൾ എത്തിയിട്ടുണ്ടാവും. ഈ ബംഗ്ലാവും പരിസരവും മാത്രം പേടിച്ചാൽ പോരെ. എന്തായാലും ചിന്നൻ മെഴുകുതിരി തന്നിട്ട് പോയത് നന്നായി. വൈദേഹി പറഞ്ഞു കഴിഞ്ഞതും മെഴുകുതിരി അണഞ്ഞുപോയി. പാത്തു ചോദിച്ചു, ഫിറോസെ വാതിലടച്ചോ? അടച്ചോ? ഫിറോസ് തിരിച്ചും ചോദിച്ചു. നീ അടച്ചില്ലേ? ശരത്ത് ചോദിച്ചു. ഇല്ല, ക്രിസ്റ്റി പറഞ്ഞു. ഞാനും അടച്ചില്ല. വൈദേഹി, നീ അടച്ചോ? ശിവ ചോദിച്ചു. എനിക്കിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും. വാതിൽ ഞാനും അടച്ചിട്ടില്ല. ചെകുത്താനിപ്പോൾ നമ്മളെല്ലാവരെയും കൊല്ലും. എൻ്റെ പൊന്നോ, എല്ലാവരും ചുറ്റുമിരുന്നു, ഫിറോസ് പറഞ്ഞു. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് പരസ്പരം കൈകോർത്തിരുന്നു. പെട്ടെന്ന് വാതിൽ പതിയെ തുറന്നു വന്നു. എല്ലാവരും വാതിലിൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി. തകൃതിയായി പെയ്യുന്ന മഴ. ഇറയത്ത് നിന്നും വെള്ളത്തുള്ളികൾ താഴെ വീഴുന്നതിൻ്റെ ഒപ്പം അകത്തേക്കും തെറിച്ചു വീഴുന്നുണ്ട്. നോക്കി നിൽക്കിയ ഒരു രൂപം വാതിലിൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായി. അതിൻ്റെ വലത് കൈയിൽ ഒരു മഴ ഉണ്ടായിരുന്നു. പെട്ടെന്നുണ്ടായ മിന്നലിൽ ആ രൂപം കണ്ടവരെല്ലാവരും ഒരുപോലെ അലറി വിളിച്ചു. വികൃതമായ മുഖം. അങ്ങ് ദൂരെ നിന്നും ആ മഴയിലും നായ്ക്കൾ എന്തോ കണ്ട് പേടിച്ചെന്ന പോലെ ഊരിയിടുന്നത് അവർക്ക് കേൾക്കാമായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ചിന്നൻ ബംഗ്ലാവിലെത്തി. വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു. ചിന്നൻ അകത്തേക്ക് കയറി. ഇവരെല്ലാം രാവിലെ ഇതെവിടെ പോയി, അതും വാതിൽ തുറന്നിട്ടിട്ട്? ചിന്നൻ അകത്ത് കയറി നോക്കിയപ്പോൾ എല്ലാവരും കൂട്ടം ചേർന്ന് കൂന പോലെ പുറത്ത് കിടക്കുന്നതാണ് കണ്ടത്. പക്ഷേ ഫിറോസിനെ മാത്രം ചിന്നൻ അവിടെ കണ്ടില്ല. ചിന്നനെ കൊണ്ടാകും പോലെ അവർ ഓരോരുത്തരെയും മാറ്റി നോക്കി. പക്ഷെ ഫിറോസ് ആ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. സാറന്മാരെ എണീക്ക്, ഫിറോസ് സാർ എവിടെ? ചിന്നൻ തട്ടി വിളിച്ചിട്ടും അവർ എണീക്കാത്തത് കണ്ട് അവൻ അടുക്കളയിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് വന്നു. അത് അവരുടെ എല്ലാം മുഖത്തേക്ക് ഒഴിച്ചു. ഒരു ഞെരുക്കത്തോടെ എല്ലാവരും കണ്ണു തുറന്നു. സാറന്മാരെ, ഫിറോസ് സാർ എവിടെ? തലേന്ന് രാത്രിയിൽ നടന്നത് അവർ ഓർത്തെടുത്ത കാര്യങ്ങളെല്ലാം അവർ ചിന്നനോട് പറഞ്ഞു. ശേഷം സമയം കളയാതെ എല്ലാവരും ഫിറോസിനെ അവിടെയെല്ലാം തിരക്കി നടന്നു. പുറകിലേക്ക് പോയ ചിന്നൻ എന്തോ കണ്ടതുപോലെ വിളിച്ചുകൂവി. സാറന്മാരെ, ബംഗ്ലാവിൽ പുറകുവശത്ത് വായോ, ഫിറോസ് സാർ ഇവിടെയുണ്ടേ. അവരവിടേക്ക് ഓടി വന്നു. വരുമ്പോൾ കാണുന്നത് താഴെ പുല്ലിനു മുകളിൽ കമിഴ്ന്നു കിടക്കുന്ന ഫിറോസിനെയാണ്. ശരത്ത് ഓടി വന്ന് ഫിറോസിനെ തിരിച്ചവൻ്റെ മടിയിൽ കിടത്തി. ഓ താങ്ക് ഗോഡ്. ഡാ ഫിറോസേ, എഴുന്നേൽക്കടാ, എനിക്ക് ചൂടോടെ മതി ചായ. ഇത് കേട്ട ശിവ പറഞ്ഞു, ഓ ഇവൻ, നീ സുഖവാസ കേന്ദ്രത്തിലല്ല, ചെകുത്താൻ കോട്ടയുടെ മുറ്റത്താ. അത് കേട്ടതും ഫിറോസ് മടിയിൽ നിന്നും ചാടി എഴുന്നേറ്റു. ക്രിസ്റ്റി പറഞ്ഞു, ഇന്നലെ നമ്മൾക്കെല്ലാം എന്താ പറ്റിയേ? ഫിറോസ് പറഞ്ഞു, ഇന്നലെ ആ രൂപം കണ്ടതും എങ്ങനെയോ നമ്മുടെ ബോധം പോയി. പക്ഷെ എന്തൊക്കെയോ തട്ടുമുട്ടും ശബ്ദം ഞാൻ കേട്ടു. ഞാനത് കേട്ട ഭാഗത്തേക്ക് നോക്കി. പക്ഷെ അവിടെ എന്താ കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അത് ഇപ്പോഴാണ് കണ്ണു തുറക്കുന്നത്. എന്നാലും എന്തായിരിക്കും അത്? ഇവനെങ്ങനെ ഇവിടെ വന്നു? ശിവ ചോദിച്ചു. ഇത് കേട്ട വൈദേഹി പറഞ്ഞു, എന്തേലും ആകട്ടെ, എന്തായാലും നമുക്കൊന്നും പറ്റിയില്ലല്ലോ. ശരത്ത് പറഞ്ഞു, വാ നമുക്കൊന്ന് കുളിച്ച് ഫ്രഷായി തോമസ് ചായൻ്റെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വരാം. വൈദേഹി, താനും കൂടി വാ. ശിവ, നീയും. നിങ്ങൾ 3 പേരും ഇവിടെ നിൽക്ക്. ചിന്ന, പാത്തൂനെ നോക്കിക്കോണം. ഇവന്മാർക്ക് രണ്ടിനും വെളിവ് സ്വല്പം കുറവാ. ഞാൻ നോക്കിക്കോളാം. സാറുമാർ പോയി വാ. അവർ ഫ്രഷായി ജീപ്പെടുത്ത് കടയിലേക്ക് പോയി. അവർ പോയതിന് പിന്നാലെ ഒരു പെൺകുട്ടി അവിടേക്ക് വന്നു. പെൺകുട്ടിയെ കണ്ട ചിന്നൻ അവൾക്കരികിലേക്ക് ഓടിച്ചെന്നു. നീ വന്നോ? സാറുമാരെ, ഇത് കാത്തു. ഇവിടെ ആഹാരം ഉണ്ടാക്കാനായി വന്നതാ. ഞാൻ ഇന്നലെ പറഞ്ഞ അകത്തേക്ക് വാ കാത്തു, പാത്തു പറഞ്ഞു. ഞാൻ പിന്നിൽ കൂടി വരാം. അത് കേട്ട ക്രിസ്റ്റി പറഞ്ഞു, ഡോ, താനും ഞങ്ങളുടെ കൂടെയുള്ളൊരു അംഗത്തെ പോലെയാണ്. മടിക്കാതെ അകത്തേക്ക് കയറി വാ. കാത്തു അകത്തേക്ക് കയറിയതും എല്ലാവരും അവളെ നോക്കി. ഇരുനിറം സാരിയാണ് അവളുടെ വേഷം. അതും പ്രത്യേക രീതിയിലാണ് അത് ഉടുത്തിരിക്കുന്നത്. അവളുടെ മൂക്കിൽ കുത്തിയിരുന്ന വൈരക്കൽ മൂക്കുത്തി അവളുടെ ഭംഗിയെ എടുത്തറിയിച്ചു. എല്ലാവരും അവരവരെ പരിചയപ്പെടുത്താൻ തുടങ്ങി. ഞാൻ ക്രിസ്റ്റി, എൻ്റെ പേര് ഫാത്തിമ, പാത്തു എന്ന് വിളിക്കും. ഞാൻ ഫിറോസ്, കാത്തു ഫിറോസ് ചേട്ടാന്ന് വിളിച്ചാൽ മതി. അയ്യടാ, ഒരു ചേട്ടൻ. കാത്തു അകത്ത് കയറി ഒരു നല്ല ചായ ഇട്ടതാ, ക്രിസ്റ്റി പറഞ്ഞു. പാലുണ്ടാവില്ല, കാപ്പി മതി, ഞാനും വരാൻ പാടോ, പാത്തു പറഞ്ഞു. അവർ അടുക്കളയിലേക്ക് പോയി. ഈ സമയം പാത്തു ഒരു ഫോൺ വന്ന് ഫോണുമായി പുറത്തേക്ക് പോയി. ഈ സമയം ശരത്തും കൂട്ടരും കടയിൽ നിന്നും സാധനങ്ങളും മറ്റും വാങ്ങി ബംഗ്ലാവിലേക്ക് വന്നു. കാറിൽ നിന്നും ഇറങ്ങിയ ഉടൻ ശരത്ത് ഒരു കവർ ശിവയുടെ നേരെ നീട്ടി. ശിവ, നീ ഈ കിച്ചണിലെ സാധനങ്ങൾ അങ്ങോട്ടേക്ക് വച്ചേക്ക്. ശരിയടാ. വൈദേഹി, താൻ ഈ സാധനങ്ങളൊക്കെ മുറിയിൽ വെച്ചിട്ട് വാ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ? ചിന്നൻ വന്നപ്പോൾ ജോലിക്കാരൊപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. ശരിയാ, ഞാൻ പോയി പാത്തുവിനെയും കൂട്ടി വരാം. വൈദേഹി അകത്തേക്ക് പോയി. ശിവ സാധനങ്ങളുമായി അടുക്കളയിലേക്കും പോയി. ഈ സമയം അടുക്കളയിൽ കസാരയിൽ കയറി കബോർഡിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു കാത്തു.
ഇത് കണ്ടുകൊണ്ടാണ് ശിവ അവിടേക്ക് വന്നത്. അമ്പടി കള്ളി, പട്ടാപകൽ ഇത്രയും പേരുടെ കണ്ണു വെട്ടിച്ച് കക്കുന്നോ? നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. അവൻ പതിയെ ചെന്ന് അവൾ നിന്നിരുന്ന സ്റ്റൂള് പിടിച്ചു വലിച്ചു. ബാലൻസ് തെറ്റി അവൾ ശിവയുടെ മുകളിലേക്ക് വീണു. ശിവയും കാത്തുവും കൂടി താഴേക്ക് വീണു. വീഴ്ചയിൽ അവൻ ആദ്യം നോക്കിയത് അവളുടെ വൈരക്കൽ മൂക്കൂത്തിയിലാണ്. ശബ്ദം കേട്ട് ഫിറോസ് ആദ്യം തന്നെ അടുക്കളയിലേക്ക് ഓടി വന്നു. ശിവ, നീ എന്താണ് ഇവിടെ ചെയ്തേ? സത്യം പറ. ഫിറോസിന്റെ ശബ്ദം കേട്ട് എല്ലാവരും അവിടേക്ക് വന്നു. ഓടാ, സത്യമായിട്ട് ഞാനൊന്നും ചെയ്തില്ല. ഞാൻ വന്നപ്പോൾ ഈ കള്ളി ഇവിടെ എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവളല്ല, നീയാ കള്ളൻ, ഫിറോസ് പറഞ്ഞു. ഇത് കേട്ട് ക്രിസ്റ്റി പറഞ്ഞു, ഒന്നും പോടാ ശിവ, നീ തെറ്റിദ്ധരിച്ചതാ. ഇത് കാത്തു ജോലിക്ക് വന്നതാ. ഇന്നലെ ചിഹ്നം പറഞ്ഞില്ലേ, അത് ഈ കുട്ടിയാ. അവൻ നടുതിരുമ്മി നിൽക്കുന്ന കാത്തുവിനെ ഒളിഞ്ഞു നോക്കി. ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ല. തനിക്ക് വല്ലതും പറ്റിയോ? സാരമില്ല, അറിയാതെ പറ്റിയതല്ലേ, എനിക്കൊന്നും പറ്റിയില്ല. അല്ല, പാത്തു എവിടെ? വൈദേഹി ചോദിച്ചു. ഇത്രയും ഇവിടെ നടന്നിട്ടും പാത്തുവിനെ കണ്ടില്ലല്ലോ. പെട്ടെന്നാണ് ബംഗ്ലാവിന്റെ പിന്നിൽ നിന്നും ഉച്ചത്തിൽ പാത്തുവിന്റെ നിലവിളി കേട്ടത്. പാത്തുവിന്റെ കരച്ചിൽ കേട്ടതും എല്ലാവരും അവളെ തിരിഞ്ഞ് അവിടേക്ക് ഓടി. എന്താ പാത്തു? വൈദേഹി ഓടി പാത്തുവിന്റെ അടുത്തെത്തി. അവിടെ ഒരു രൂപം എന്നെ തുറച്ചു നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കണ്ണൊക്കെ ചുവന്നു വല്ലാതെ. ശരത്ത് പാത്തുവിനരികിൽ വന്ന് അവളെ ചേർത്ത് നിർത്തി. അവൾ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി. എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ തോട്ടത്തിൽ വന്ന ആരെങ്കിലും ആയിരിക്കും. നിന്നെ കണ്ട് നോക്കിയതാവും. ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങണ്ട. അവൻ അവളെയും മറ്റുള്ളവരെയും കൂട്ടി അകത്തേക്ക് പോയി. എന്നാൽ വൈദേഹി അവിടെ നിന്നു. ആ രൂപം കണ്ട ഭാഗത്തേക്ക് നോക്കി നിന്നു. പെട്ടെന്നൊരു കൈ അവളുടെ തോളിൽ പിടിച്ചു. അയ്യോ! കിടന്ന് കാറാതെ ശവമേ, ഫിറോസ് പറഞ്ഞു. നിന്റെ തലയടിച്ച് പൊട്ടിക്കും ഞാൻ. ഒന്നാമതേ ഉള്ള ജീവൻ പോയിരിക്കുക. ഇവിടെ നിന്ന് പ്രേതത്തിന് പണിയാക്കാതെ അകത്തോട്ട് വാ. അവർ തിരിഞ്ഞുപോയതും ആ രൂപം വീണ്ടും അവിടെ പ്രത്യക്ഷമായി. അതിൻ്റെ കണ്ണുകൾക്ക് ചോര നിറമായിരുന്നു. എല്ലാവരും കഴിക്കാൻ കൈ കഴുകിയിരുന്നോളൂ, ഊണായി, കാത്തു പറഞ്ഞു. എല്ലാവരും കൈ കഴുകിയവന്ന് ടേബിളിന്റെ ചുറ്റുമിരുന്നു. ചിന്നനെയും കാത്തുവിനെയും അവർ ഒപ്പം ഇരുത്തി. ആദ്യമൊന്നും അടിച്ചെങ്കിലും പിന്നീട് കാത്തു മറുത്തൊന്നും പറയാതെ അവർക്കൊപ്പം കൂടി. കാത്തു, ഞങ്ങൾ വന്നപ്പോൾ തോമസ് അച്ചായൻ പറഞ്ഞു ഞങ്ങൾ വന്ന കാടിനെ പറ്റിയും ഒരു കഥയുണ്ടെന്ന്. എന്താ അത്? പാത്തു ചോദിച്ചു. ചിന്നം പറഞ്ഞു, ഞാൻ പറയാം. അതും ഈ ഡൊമിനിക്കുമായി ബന്ധപ്പെട്ടത് തന്നെയാ. പണ്ടാ കാട്ടിൽ താമസിച്ചൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ചിരിത. കാണാൻ സുന്ദരിയാ. ഡൊമിനിക്കും ആ കുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. പിന്നീട് അറിഞ്ഞത് ആ കുട്ടി കൊല്ലപ്പെട്ടു എന്നാണ്. അവിടെ അതിൻ്റെ ആത്മാവ് ഇപ്പോഴും ഉണ്ടെന്ന് ആളുകൾ പറയുന്നത്. ഇത് കേട്ട് വൈദേഹി കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം നെറുകയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി. പാത്തു വൈദേഹിക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു. ഇതൊക്കെ ആളുകൾ വെറുതെ പറയുമല്ലേ, എനിക്കറിയാം. അവിടെ ഒന്നുമില്ല. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ജീവനോടെ കാണുമോ? ഇത് കേട്ട ചിന്നം പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇവിടെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. കുറേ നേരം അവർ കഥകൾ പറഞ്ഞിരുന്നു. ഈ സമയത്തെല്ലാം ശിവയുടെ കണ്ണുകൾ ആ മൂക്കൂത്തിയിൽ തന്നെയായിരുന്നു. വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് കാത്തുവും ചിന്നനും അവരുടെ അരികിലേക്ക് ചെന്നു. കാത്തു പറഞ്ഞു, പണിയൊക്കെ തീർന്നു, ഞങ്ങളെന്നാ ഇറങ്ങുക. രാത്രിയിൽ കഴിക്കാനുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കനുണ്ടോ? ഫിറോസ് ചോദിച്ചു. അത് കേട്ട് ക്രിസ്റ്റി പറഞ്ഞു, അടുത്തിങ്ങനെ നിൽക്കുമല്ലേ, നിർത്തി പൊരിക്കണോ കറി വെക്കണോ എന്ന് ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ പോയിക്കോ, നാളെ കാണാം. ഇത് കേട്ട ശരത്ത് പറഞ്ഞു, കാത്തു, നാളെ ഞങ്ങൾ കാത്തുവിൻ്റെ ഊരിൽ വരുന്നുണ്ട് കേട്ടോ, മറക്കണ്ട. ഇല്ല, കൊണ്ടുപോകാം, കാത്തു പറഞ്ഞു. അവരവിടെ നിന്നും ഇറങ്ങി. എന്നാൽ അവൻ്റെ കണ്ണുകൾ കാത്തുവിൻ്റെ പിന്നാലെ പോയി. അവൻ്റെ ഉള്ളിൽ അവൻ പോലും അറിയാതെ പ്രണയം വന്നു തുടങ്ങി. ഇരുട്ട് വീണപ്പോഴേക്കും തകൃതിയായി മഴ പെയ്തു തുടങ്ങി. പാത്തു ഫോൺ കയ്യിൽ വെച്ചുകൊണ്ട് കുടഞ്ഞും തട്ടിയും ആരെയോ വിളിക്കാൻ ശ്രമിക്കുന്നു. നേരം ഇരുട്ടിയപ്പോൾ മഴയും തുടങ്ങി. എന്ത് കഷ്ടാ, ഫോണിലാണേ റേഞ്ചുമില്ല. വീട്ടിലൊന്ന് വിളിക്കാമെന്ന് കരുതി അത് നടക്കില്ല. വൈദേഹി പാത്തുവിൻ്റെ അരികിലേക്ക് ചെന്നിരുന്നു. ഇന്നലത്തെ പോലെ ഒന്നും ഉണ്ടാവാതിരുന്നാൽ മതി. എന്താ ഇത്, എന്നെപ്പോലെ കൂളായിരിക്കെ, ഫിറോസ് പറഞ്ഞു. ശരിയാ, വല്ല വാഴപ്പറമ്പിൽ നിന്നും രാവിലെ എടുക്കാം, ക്രിസ്റ്റി പറഞ്ഞു. ഒരു പണിയൊക്കെ ഏത് ബുദ്ധിമാനും കിട്ടും, ഫിറോസ് തിരിച്ചു മറുപടി പറഞ്ഞു. അത് ബുദ്ധിയുള്ളവർക്ക്. ശിവ തിരിച്ചു മറുപടി പറഞ്ഞു. ഞാൻ കിടക്കാൻ പോവാ, ഞാനില്ല ഈ ചർച്ചയ്ക്ക്. അവൻ അതും പറഞ്ഞ് കിടക്കാൻ പോയി. അവൻ പോയതിന് പിറകെ അവരും പോയി. ഈ യൂറിൻ വരാൻ കണ്ട നേരം, എനിക്ക് പോകാതെ ഇരിക്കാനും പറ്റില്ല. പാത്തു ഓ, കട്ടിൽ കണ്ടാൽ പിന്നെ ശവമാ. ഇതിനെ പ്രേതം കൊണ്ടുപോയാലും അറിയില്ല, വൈദേഹി പറഞ്ഞു. രണ്ടും കൽപ്പിച്ച് അവൾ മുറിയിൽ നിന്നും മൊബൈൽ ടോർച്ച് ഓൺ ചെയ്ത് സൈഡിലുള്ള ബാത്റൂമിൽ പോയി. അകത്ത് കയറി തിരിച്ചു വന്നപ്പോൾ ബാൽക്കണിയിൽ എന്തോ ശബ്ദം കേട്ട് അവൾ അവിടേക്ക് പോയി. എന്നാൽ അവിടെ കണ്ട കാഴ്ച അവളെ ഞെട്ടിക്കുന്നതായിരുന്നു. താഴെ കുറെ കറുത്ത രൂപങ്ങൾ. തിരികെ റൂമിലേക്ക് തിരിഞ്ഞതും പെട്ടെന്ന് ആരോ അവളുടെ കാലിൽ പിടിച്ചുകൊണ്ട് ടെറസിൽ നിന്നും താഴേക്ക് വലിച്ചു. അവൾ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് പോയി. പെട്ടെന്ന് അവൾ അവിടെ ഉണ്ടായിരുന്ന തൂണിൽ കയറി പിടിച്ചു. അവൾ പതിയെ പതിയെ താഴേക്ക് നോക്കി. പല രൂപങ്ങളും താഴെ അവളെ ഉറ്റുനോക്കി നാവ് ചുണ്ടിൽ നുണയുന്നുണ്ടായിരുന്നു. വൈദേഹിയുടെ ഹൃദയമിടിപ്പ് അവൾക്ക് തന്നെ കേൾക്കാമായിരുന്നു. പെട്ടെന്ന് ആരോ അവളുടെ കയ്യിൽ പിടിച്ച് മുകളിലേക്ക് വലിച്ചു. അവൾ മുകളിലെത്തിയതും അവൾ ആ ആളുടെ തോളിലേക്ക് ചാഞ്ഞു.
ശരത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ചത്തേനെ, വൈദേഹി പറഞ്ഞു. ഇത് കേട്ട ശരത്ത് പറഞ്ഞു, നിനക്കൊന്ന് നോക്കി നടന്നൂടെ? ഒരു വെളിവും തലയ്ക്കില്ലാത്ത ഒന്നിനെ ആദ്യമായാണ് കാണുന്നത്. അറിയാതെ വീണതല്ല, എന്നെ ആരോ പിടിച്ചു വലിച്ചിട്ടതാ, വൈദേഹി പറഞ്ഞു. ഇവിടെ നിന്നെ വലിച്ചിടാൻ ആര് വരാനാ? ശരത്ത് ചോദിച്ചു. സത്യം, ഇവിടെ താഴെ മുഴുവനും കുറേ രൂപങ്ങൾ, വൈദേഹി പറഞ്ഞു. ഞാൻ നോക്കട്ടെ? അവൻ താഴെ നോക്കിയതും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് തോന്നിയതാ, പോയി കിടന്നുറങ്ങാൻ നോക്ക്. അവൻ അവളെയും കൂട്ടി റൂമിലേക്ക് പോയി. പിറ്റേന്ന് കാലത്ത് പതിവ് പോലെ തന്നെ ചിന്നനും കാത്തുവും ജോലിക്ക് വന്നു. കാത്തു ചായ തിളപ്പിച്ച് എല്ലാവരെയും വിളിച്ചു. എഴുന്നേറ്റ് ഫ്രഷായി എല്ലാവരും ടേബിളിൻ്റെ ചുറ്റുമിരുന്നു. കാത്തു എല്ലാവർക്കും ചായ കൊടുത്തതിന് ശേഷം അവിടെ മാറി നിന്നു. അപ്പോഴേക്കും പുറംപണി കഴിഞ്ഞ് ചിന്നനും വന്നു. അല്ല പാത്തു, ആ കുട്ടി എവിടെ? വൈദേഹി ശരത്ത് ചോദിച്ചു. അവൾ നല്ല ഉറക്കം, ഞാൻ വിളിക്കാനും പോയില്ല. അത് നന്നായി, ശരത്ത് പറഞ്ഞു. എന്താടാ? ശിവ ചോദിച്ചു. ശരത്ത് പറഞ്ഞു, അത് പിന്നെ ഇന്നലെ ഞാൻ മുകളിൽ എന്തോ ശബ്ദം കേട്ട് നോക്കാനായി എഴുന്നേറ്റ് പുറത്തിറങ്ങി. നോക്കിയപ്പോൾ വൈദേഹി ബാൽക്കണിയിൽ നിൽക്കുന്നു. എന്നാൽ എന്താ കാര്യമെന്നറിയാമെന്ന് കരുതി ഞാൻ പോയതും പെട്ടെന്ന് അവൾ താഴേക്ക് വീഴാൻ പോയി. ഞാൻ ചാടി കയറി പിടിച്ചതുകൊണ്ട് അവൾ താഴെ വീണില്ല. പാവം, നന്നായി പേടിച്ചിരുന്നു. ഇത് കേട്ട ക്രിസ്റ്റി പറഞ്ഞു, നീ കണ്ടത് നന്നായി, ഇല്ലെങ്കിൽ ഇവിടെയുള്ള പ്രേതത്തിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ അവളും അലഞ്ഞു നടന്നേനെ. അത് കേട്ട ഫിറോസ് പറഞ്ഞു, അല്ല, അവളിനി ആ MLA പേടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ? ഏയ് അല്ലടാ, ആരോ കാലിൽ പിടിച്ചു വലിച്ചു എന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞ്. അവൾ നന്നായി പേടിച്ചിരുന്നു, ശരത്ത് പറഞ്ഞു. ഇത് കേട്ട ശിവ പറഞ്ഞു, ആര് പിടിച്ചു വലിക്കാൻ? ഒന്നാമത് അവൾക്ക് ഈ ബംഗ്ലാവിൽ വരാൻ തന്നെ പേടിയായിരുന്നു. ചിലപ്പോൾ ആ പേടിയിൽ നിന്നും അവൾക്ക് തോന്നിയതാകാനേ വഴിയുള്ളൂ. അപ്പോഴേക്കും വൈദേഹിയും അവിടേക്ക് വന്നു. ആഹാ, താൻ എഴുന്നേറ്റോ? ശരത്ത് ചോദിച്ചു. എന്താടോ ഒരു മൂടില്ലാത്ത? ഫിറോസ് ചോദിച്ചു. ഒന്നുമില്ല. അത് കണ്ടതും ശരത്ത് അവളുടെ മുഖത്തേക്ക് നോക്കി. വെറുതെ ഓരോന്ന് ആലോചിച്ചിരിക്കേണ്ട താൻ, വെറുതെ ഇനി അതോർത്തിട്ട് കാര്യമില്ല, താൻ ചായ കുടിക്ക്. അവളവനൊരു പുഞ്ചിരി നൽകി കാത്തു കൊടുത്ത ചായ വാങ്ങി കുടിച്ചു. അല്ല കാത്തു, എന്നാ ഞങ്ങളെ ഊരിലേക്ക് കൊണ്ടുപോകുന്നത്? ഫിറോസ് ചോദിച്ചു. ഇന്ന് വേറെ ജോലിയൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ പോകാം. വരുന്നെങ്കിൽ ഇപ്പോൾ പോകണം, എങ്കിലേ ഇരുട്ടുന്നതിന് മുമ്പ് തിരികെ വരാൻ കഴിയൂ. അതിനെന്താ, നമ്മളിപ്പോൾ തന്നെ ഇറങ്ങും. എല്ലാവരും പോയി റെഡി ആയിക്കോ, ശിവ പറഞ്ഞു. അത് കണ്ടതും ഫിറോസ് അവൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു. നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. വെറുതെ അവളുടെ അച്ഛൻ്റെ കൈക്ക് പണിയുണ്ടാക്കി വെക്കണ്ട, പോടാ. എല്ലാവരും ചായ കൂടി കഴിഞ്ഞ് കുളിച്ചൊരുങ്ങി വന്നു. ചിന്നനും കാത്തുവും അവരെയും കൊണ്ട് കാട് കയറി. അല്ല ചിന്ന, ബംഗ്ലാവിൻ്റെ പേര് ചെകുത്താൻ കോട്ട എന്ന് തന്നെയാണോ? പാത്തു ചോദിച്ചു. അല്ല, ഡൊമിനിക് വില്ല എന്നാണ്. അതായിരുന്നു ഇത് വാങ്ങിയ സായിപ്പിൻ്റെ മകൻ്റെ പേര്. മകനെ അയാൾക്ക് അത്ര ജീവനായിരുന്നു. അതുകൊണ്ട് മകൻ്റെ പേര് തന്നെ ആ ബംഗ്ലാവിനെ അയാൾ ഇട്ടു. അവർ താമസം തുടങ്ങി ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ അയാളുടെ മകളെ കാണാതായി. പിന്നെ അവർ ഇവിടെ നിന്നും താമസം മാറി. ഇത് കേട്ട് ക്രിസ്റ്റി ചോദിച്ചു. ആ കഥയൊക്കെ ഞങ്ങൾക്കറിയാം, ബാക്കിയൊന്നും അറിയില്ല. അപ്പോൾ ആ ഡൊമിനിക്കിന് എന്താ സംഭവിച്ചേ? ചിന്നൻ മറുപടി പറഞ്ഞു. എനിക്കിതിൽ കൂടുതലൊന്നും അറിയില്ല. ചിലപ്പോൾ കാത്തുവിൻ്റെ മുത്തച്ഛനറിയാമായിരിക്കും. ഇതോ ആ പുഴ കടക്കണം. എല്ലാവരും കൈ കോർത്ത് പിടിച്ചോ. പിടിവിട്ടാൽ നല്ല അടിയൊഴുക്കുള്ള സ്ഥലാ. വീണാൽ പിന്നെ എത്ര നീന്താൻ അറിഞ്ഞിട്ടും കാര്യമില്ല. ചിന്നൻ പറയുന്നത് കേട്ട് എല്ലാവരും കൈകൾ കൂട്ടി ചേർത്ത് പിടിച്ചു. അവരൊരുമിച്ച് പുഴ കടന്ന് അപ്പുറമെത്തി. ചുറ്റുമുള്ള കാഴ്ചകൾ അവർക്ക് അത്ഭുതം തന്നെയായിരുന്നു. വൈദേഹി ചോദിച്ചു. കാത്തു, നിങ്ങളൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവരാ. ഇതുപോലെ ആരുടെയും ശല്യമില്ലാതെ ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് താമസിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയില്ലേ? അത് കേട്ട് കാത്തു ഒന്ന് ചിരിച്ചു. ഇവിടെ നിന്നും മടങ്ങിപ്പോകാനേ തോന്നണില്ല, ശിവ പറഞ്ഞു. ശിവ കാത്തുവിനെ ഒന്ന് ഒളിക്കണ്ണിട്ട് നോക്കി. അവൾ നോക്കിയതും അവൻ നോട്ടം മാറ്റി. ഇത് ശ്രദ്ധിച്ച ഫിറോസ് ശരത്തിൻ്റെ അരികിലേക്ക് നീങ്ങി നിന്നു. അല്ല, അവൻ പറഞ്ഞതിലൊരു വശപ്പിശകില്ലേ? എന്ത് പോടാ, അവൻ വേറെ ഒന്നും ഉദ്ദേശിച്ചായിരിക്കില്ല. ചെകുത്താൻ കോട്ടയുടെ കഥയറിയാൻ വേണ്ടി അവർ മുന്നോട്ട് തന്നെ നടന്നു. ഇതാണ് ഞങ്ങളുടെ ഊര്. ഏറെ നേരത്തെ നടത്തത്തിൻ്റെ ഒടുവിൽ അവർ കാത്തുവിൻ്റെയും ചിന്നൻ്റെയും ഊരിലെത്തി. കുറേയധികം കുടിലുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാ വേഷം വളരെ വ്യത്യസ്തം തന്നെയായിരുന്നു. നിങ്ങൾ വാ, അതാ എൻ്റെ വീട്. കാത്തു അവരെ കാത്തുവിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. വീട് ഓലമേഞ്ഞതും തറ ചെളിമെഴുകിയതുമായിരുന്നു. ഇത് കണ്ടതും ഫിറോസ് ശിവയുടെ അരികിലേക്ക് നീങ്ങി. ശിവ, നിനക്ക് സ്ത്രീധനം കിട്ടാനുള്ള വീടാ, നോക്കി വെച്ചോ. ഒന്നും മിണ്ടാതിരിക്കാമോ? എനിക്ക് അങ്ങനെയൊന്നും അവളോടില്ല. കൊള്ളാം, നീ ആരെയാടാ പൊട്ടനാക്കാൻ നോക്കുന്നേ? എന്നെയോ? മോനെ, നീ കണ്ണടച്ചാൽ നിനക്ക് മാത്രമേ ഇരുട്ടാകൂ. എനിക്കൊരിഷ്ടം ഉണ്ടെന്നുള്ളത് നേരാ എന്നും കരുതി നീ ഇത് ആരോടും വിളമ്പാൻ നിൽക്കണ്ട. ഓ, ഞാനായിട്ട് ആരോടും പറയുന്നില്ല, പോരെ? അത് മതി. അപ്പോഴാണ് കാത്തുവിൻ്റെ അച്ഛൻ അവിടേക്ക് വന്നത്. അയാൾ എല്ലാവരെയും നോക്കി കൈകൾ കൂപ്പി നമസ്കാരം പറഞ്ഞു. അപ്പോഴാണ് ഫിറോസും ശിവയും എന്തോ രഹസ്യം പറയുന്നത് ശ്രദ്ധിച്ചത്. എന്താ രണ്ടാളും കൂടി ഒരു രഹസ്യം? അതിന് മറുപടി പറഞ്ഞത് ശിവയാണ്. ഞങ്ങൾ ഈ നാടിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അകത്തേക്ക് ഇരിക്കെല്ലാവരും. മോളെ കാത്തു, ഇവർക്ക് കുടിക്കാൻ എന്താന്ന് വെച്ചാൽ എടുക്ക്. കാത്തു അവരെ നോക്കി അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞ ശേഷം വീടിൻ്റെ പുറകുവശത്തേക്ക് പോയി. അവരെല്ലാം അകത്ത് കയറി ചുറ്റും നോക്കിയിരുന്നു. ഫാനൊന്നുമില്ലെങ്കിലും ഒരു പ്രത്യേകതരം തണുപ്പ് ആ വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞതും കയ്യിൽ ചൂടുപാറുന്ന കട്ടനുമായി കാത്തു അവർക്കരികിലേക്ക് വന്നു. അത് ഓരോ ഗ്ലാസ്സിലായി പകർത്തി അവർക്ക് നൽകി.
അതെ, ഇവിടെ പാൽ ചായ ഇടാൻ പാല് കിട്ടില്ല, ഞങ്ങൾ കട്ടനാശീലം, കാത്തു പറഞ്ഞു. ഇത് കേട്ട വൈദേഹി പറഞ്ഞു, അയ്യോ ഇത് മതി. അല്ല, ഇവിടെ ആ ഡൊമിനിക് വില്ലയുടെ ചരിത്രം അറിയാവുന്ന ആരും ഉണ്ടെന്ന് ചിഹ്നം പറഞ്ഞിരുന്നു. ഉണ്ട്, അച്ഛനുണ്ട്. എൻ്റെ അച്ഛൻ തന്നെയാ. അച്ഛൻ ഇവിടെ അകത്തെ മുറിയിലുണ്ട്. ആദ്യമായിട്ട് ഒരാൾ ആ ബംഗ്ലാവിൻ്റെ പേര് പറയുന്നത് കേൾക്കുന്നത്. അതെന്താ? ക്രിസ്റ്റി ചോദിച്ചു. എല്ലാവരും ചെകുത്താൻ കോട്ടെ എന്നാ പറയാറ്. ഞങ്ങളെങ്കിൽ മൂപ്പനെ ഒന്ന് കണ്ടോട്ടെ, ശരത്ത് ചോദിച്ചു. അതിനെന്താ? മോളെ കാത്തു, നീ അച്ഛനെ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. മേലേക്കുടിയിൽ ഇന്നൊരു കുഞ്ഞിൻ്റെ കാതുകുത്തുണ്ട്, പോയിട്ട് വരാം. നിങ്ങൾ അച്ഛനോട് സംസാരിക്കേ, അപ്പോഴേക്കും ഞാനിങ്ങ് മടങ്ങി വരും. അയാൾ അവരോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. നിങ്ങൾ അകത്തേക്ക് വാ. കാത്തു അവരെ കൂട്ടി അകത്തേക്ക് നടന്നു. അകത്ത് കയറി അവർ പരസ്പരം നോക്കി. പ്രായം ചെന്നൊരു വൃദ്ധൻ അവിടെ ചൂരൽ കട്ടിലിൽ കിടക്കുന്നു. അയാൾക്ക് ജീവനുണ്ടോ എന്ന് പോലും അവർക്ക് സംശയമായിരുന്നു. ഇദ്ദേഹം സംസാരിക്കുമോ? ക്രിസ്റ്റി ചോദിച്ചു. എന്താ കുഞ്ഞ് സംശയം? വാർദ്ധക്യപരമായ അസുഖങ്ങൾ കൊണ്ട് കിടപ്പിലായതാ. വാ, ഇരിക്കൂ എല്ലാവരും. നിങ്ങൾ പുറത്തിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്താ നിങ്ങൾക്കറിയേണ്ടത്? ശരിക്കും ആ ഡൊമിനിക്കിന് എന്താ സംഭവിച്ചത്? പാത്തു ചോദിച്ചു. നിങ്ങളൊക്കെ കരുതുന്ന പോലെ അയാളൊരു സാത്താൻ സേവകനൊന്നുമല്ല. അയാൾ ഇവിടെ വരുമ്പോൾ എനിക്ക് പ്രായം 20 കാണും. അന്ന് എൻ്റെ അച്ഛൻ്റെ ഒപ്പം ബംഗ്ലാവിൽ പുറംപണിക്ക് പോയതാ ഞാൻ. ആ സമയമാണ് സായിപ്പും ഭാര്യയും മക്കളും അവിടെ താമസത്തിന് വന്നത്. ഡൊമിനിക് നല്ലൊരു ഐശ്വര്യവും പെരുമാറ്റവുമുള്ള സാധു പയ്യനായിരുന്നു. ആ ഇടയ്ക്ക് തന്നെയായിരുന്നു ആ പള്ളിയുടെ പണിയും നടന്നത്. ഇവിടെയുള്ളവർക്ക് വേണ്ടി സായിപ്പ് പണി കഴിപ്പിച്ചതാണ്. പള്ളിയുടെ പണി പൂർത്തിയാക്കും മുന്നേ പുതിയ ഫാദർ അവിടേക്ക് വന്നു. ആ ഫാദറും അവർക്കൊപ്പം ബംഗ്ലാവിൽ തന്നെ താമസിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഡൊമിനിക്കിൻ്റെ അനുജത്തിയെ കാണാതെയായി. അതിൻ്റെ പിന്നിൽ ഡൊമിനിക്കാണെന്നുള്ള ഒരു ചർച്ചയും വന്നു. ഡൊമിനിക്ക് ഇവിടെ വന്ന കാലം മുതൽ മേലേക്കാട്ടിലുള്ള മൂപ്പൻ്റെ മകളുമായി പ്രണയത്തിലായിരുന്നു. ഒരു ദിവസം പകൽ എല്ലാവരും അറിഞ്ഞത് ചിരിത മരിച്ച വാർത്തയായിരുന്നു. ചിരിതയെ കൊന്നത് ഡൊമിനിക്കാണെന്നും. എന്തോ എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഡൊമിനിക്കിനെ പിന്നീടുള്ള ദിവസങ്ങളിൽ ആരും കണ്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ എന്നെ കാണാൻ ഇവിടെ വന്നു. അന്നവൻ എന്നോട് പറഞ്ഞത് പള്ളിയിൽ വന്ന ഫാദറിനെ വിശ്വസിക്കരുതെന്നാണ്. അന്ന് പോയതാ ഡൊമിനിക്ക്. പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. ഇത്രയും പറഞ്ഞ അയാൾ ഒരു ഫോട്ടോ തലയിണയുടെ അടിയിൽ നിന്നും എടുത്ത് അവർക്ക് കൊടുത്തു. ഇതാ അന്ന് ഇവിടെ വന്ന ഫാദർ ഇഗ്നേഷ്യസ്. ഇത് കണ്ട ക്രിസ്റ്റി പറഞ്ഞു, അപ്പോൾ ഇയാളാണല്ലേ പ്രശ്നക്കാരൻ. അപ്പോൾ എങ്ങനെയാ ഡൊമിനിക്കിൻ്റെ ആത്മാവ് ഒരു ദുരാത്മാവായി മാറിയത്? അയാൾ എങ്ങനെയാ മരിച്ചത്? 2 മക്കളെയും നഷ്ടമായ സായിപ്പിന് അധികം നാൾ പിന്നെ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. മകളെ കാണാതെയായി, മകൻ കൊലപാതകി. അങ്ങനെ സായിപ്പ് നാട് വിട്ടു പോകാൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഇടയിൽ ഫാദറും ഇവിടെ നിന്നും മടങ്ങിപ്പോയി. പള്ളിയും പൂട്ടി. അന്ന് സായിപ്പ് പോകുന്നതിന് മുമ്പ് ഒരു മന്ത്രവാദിനിയെ കൊണ്ടുവന്ന് എല്ലാം ഒന്ന് നോക്കി. അന്ന് അവർ പറഞ്ഞത് തൻ്റെ 2 മക്കളും ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നാണ്. എന്നാൽ ഡൊമിനിക്ക് പുനർജനിക്കുമെന്നും ഈ നാട്ടിലെ എല്ലാ പ്രശ്നവും മാറുകയും ചെയ്യുമെന്നാണ്. എന്നിട്ടും എങ്ങനെ ഡൊമിനിക്കിൻ്റെ ആത്മാവ് ഒരു ക്രൂരനായി എന്ന് എനിക്കും അറിയില്ല. എനിക്കറിയാവുന്ന ഡൊമിനിക്കിന് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാനറിയില്ല. പിന്നീട് വീണ്ടും ഇവിടെ പല മരണങ്ങളും കാണാതാകലും തുടങ്ങി. ഇതൊക്കെ പരിഹരിക്കാനായി ഒരിക്കൽ ബംഗ്ലാവിലേക്ക് പോയ മന്ത്രവാദിനിയെ പിന്നീട് ഞങ്ങൾ കണ്ടത് മരിച്ച നിലയിലാണ്. അയാളുടെ കയ്യിലുണ്ടായിരുന്ന അന്നത്തെ ഫാദറിൻ്റെ പഴയൊരു ഫോട്ടോ അയാൾ അവർക്ക് കൊടുത്തു. ചെറുതായി അതിന് പോറൽ സംഭവിച്ചിരുന്നു. എല്ലാം കേട്ടതിന് ശേഷം ചിന്നൻ അവരെയും കൂട്ടി ഊര് മുഴുവൻ കാണാൻ പോയി. അച്ഛാ, അച്ഛനെന്താ അവരോടെല്ലാം പറയാതിരുന്നേ? നിനക്കറിയാമോ അന്ന് ആ മാന്ത്രികം പറഞ്ഞത് ഡൊമിനിക്കിൻ്റെ പുനർജന്മം ആരാണോ അവൻ ഈ നാട്ടിൽ തിരികെ എത്തുമെന്ന്. ആ ബംഗ്ലാവിൽ വന്നവരാരും ഒരു ദിവസം പോലും തികച്ചിട്ടില്ല. പക്ഷെ ഇവർക്കൊന്നും സംഭവിച്ചില്ല. അതിനർത്ഥം ഇവരിൽ ആരോ ഒരാളാണ് ഡൊമിനിക്കിൻ്റെ പുനർജന്മം. പക്ഷെ അതാരാണ്? മാന്ത്രികൻ പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ ഇതിനോടകം ചിരിതയും പുനർജനിച്ചു. അവർക്കൊപ്പം അവളും ഉണ്ടാകും. അതുകൊണ്ടാവും അവർക്കൊന്നും ഇതുവരെ പറ്റാതിരുന്നത്. അച്ഛാ, ഡൊമിനിക്കല്ല അവിടുത്തെ പ്രേതമെന്ന് അച്ഛനറിയാമല്ലോ. എന്നിട്ടും അച്ഛൻ എന്തിനു മറച്ചു വെച്ചു? അവരിപ്പോൾ ഒന്നും അറിയണ്ട. അത് മരണത്തെ വിളിച്ചു വരുത്തും. ആ ബംഗ്ലാവിൽ എവിടെയോ മാന്ത്രികൻ ഒരു താളിയോല വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തിയാൽ അവരെല്ലാം അറിഞ്ഞുകൊള്ളും. അല്ല അച്ഛാ, നമ്മൾ പറയാതെ അവർ എങ്ങനെ അറിയാൻ അതിനെക്കുറിച്ച്? അവരിൽ ആരാണോ ഡൊമിനിക്കിൻ്റെ പുനർജന്മം അവൻ തന്നെ എല്ലാം സമയം പോലെ അറിഞ്ഞുകൊള്ളും. എന്ത് കാറ്റല്ലേ ഈ പാറപ്പുറത്ത്, നല്ല തണുപ്പ്, ശരത്ത് പറഞ്ഞു. എങ്കിൽ പിന്നെ നമുക്ക് ആ ചെകുത്താൻകോട്ട വിട്ടിട്ട് ഇവിടെ അങ്ങ് കൂടിയാലോ? ഫിറോസ് ചോദിച്ചു. അത് ശരിയാവില്ല, ശിവ പറഞ്ഞു. എന്ത് ശരിയാവില്ല? ക്രിസ്റ്റി തിരിച്ചു ചോദിച്ചു. നിങ്ങൾക്കറിയില്ലേ, കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ വീട്ടിൽ ഇങ്ങനെ നിന്നുകൂടാ, ഫിറോസ് പറഞ്ഞു. നശിപ്പിച്ചു, ശിവ പറഞ്ഞു. അപ്പോഴാണ് താൻ പറഞ്ഞതിലെ അബദ്ധം ഫിറോസിന് മനസ്സിലായത്. മോൻ എന്താ പറഞ്ഞ്? ക്രിസ്റ്റി ചോദിച്ചു. അല്ല, അത് ശരിയാവില്ലെന്ന് പറഞ്ഞതാ ഞാനും, ഫിറോസ് മറുപടി പറഞ്ഞു. മോനെ ഫിറോസേ, കിടന്നുരുളണ്ട, പാത്തു പറഞ്ഞു. ഫിറോസ് വല്ലാത്തൊരു ദയനീയ അവസ്ഥയിൽ ശിവയെ നോക്കി. ശിവ പറഞ്ഞു, നിങ്ങൾ അവനെ നോക്കി പേടിപ്പിക്കണ്ട. എനിക്ക് കാത്തുവിനെ ഇഷ്ടാ, ചതിക്കാനൊന്നുമല്ല, ശരിക്കും ഇഷ്ടാ. ഇത് കേട്ട ക്രിസ്റ്റി പറഞ്ഞു, ഡാ കള്ള, എന്തായാലും ഈ ഇഷ്ടം നമുക്ക് അവളോട് ഇപ്പം തന്നെ അങ്ങ് പറഞ്ഞു കളഞ്ഞേക്കാം, അല്ലേ ശരത്തെ? ഇത് കേട്ട ശരത്ത് പറഞ്ഞു, അവൻ്റെ ഇഷ്ടം അവൻ തന്നെ അവളോട് പറയട്ടെ, അല്ലേ വൈദേഹി?
അതെ, അത് മതി. അവൾക്കും ആ ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ജീവനോടെ പോകുന്നുണ്ടെങ്കിൽ അവളും നമ്മളുടെ ഒപ്പം കാണും. അങ്ങനെയല്ലേ? വൈദേഹി പറഞ്ഞു. പിന്നല്ല, ക്രിസ്റ്റി മറുപടി പറഞ്ഞു. അല്ല, നമുക്ക് പോകണ്ടേ? പാത്തു ചോദിച്ചു. അവിടെ ആരാ നിന്റെ കാമുകനിരിപ്പുണ്ടോ? വിളിച്ചുകൊണ്ടുപോയി കൊല്ലിക്കാൻ എന്താ തിടുക്കം? ഫിറോസ് ചോദിച്ചു. ഇത് കേട്ട വൈദേഹി പറഞ്ഞു, ഇവിടെ ഇനിയും താമസിച്ച് പോകാൻ നിന്ന വല്ല കാട്ടാനയുടെയും കുത്തുകൊണ്ട് മരിക്കേണ്ടി വരും. അത് കേട്ട ശരത്ത് പറഞ്ഞു, ശരിയാ, ദേ ചിഹ്നം വരുന്നു, വാ. അവർ ചിഹ്നനെയും കൂട്ടി കാത്തുവിൻ്റെ കുടിലേക്ക് നടന്നു. കാത്തുവിൻ്റെ അച്ഛാ, ഞങ്ങൾ ഇറങ്ങാം, വൈദേഹി പറഞ്ഞു. ഇന്നിനി പോകണ്ട, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാലോ? ചിഹ്നം ചോദിച്ചു. പാത്തു പറഞ്ഞു, അത് ശരിയാവില്ല, ഞങ്ങൾ വേഗം പോയിക്കോളാം, നിങ്ങൾ പേടിക്കണ്ട. മക്കളെ, ഇപ്പോൾ തന്നെ നേരം ഒരുപാടായി, നിങ്ങളവിടെ എത്തുമ്പോൾ ഇരുട്ടായിട്ടുണ്ടാകും. ഇന്നിവിടെ നിൽക്ക്, കാടാണ്, കാടിനെ അറിയാതെ പോകാൻ നോക്കരുത്, പല അപകടവും വരും. ഇവർ തന്നെ നിങ്ങളെ നാളെ കൊണ്ടാക്കും. ഇത് കേട്ട ശരത്ത് പറഞ്ഞു, എങ്കിൽ അത് മതി, ഞങ്ങൾ ആ പാറയുടെ അരികിലുണ്ടാവും, അവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. ഇവിടെ അച്ഛനും എപ്പോഴും അവിടെ പോയായിരിക്കുക. അച്ഛൻ എപ്പോഴും പറയും ഡൊമിനിക്കിനും അച്ഛനും ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അതായിരുന്നുവെന്ന്. എല്ലാവരും അതിനൊരു പുഞ്ചിരി നൽകി അവിടേക്ക് പോയി. കാത്തുവിൻ്റെ അച്ഛൻ അപ്പോഴും ശരത്തിനെ തന്നെ സൂക്ഷിച്ചു നോക്കി. തിരികെ വീണ്ടും അവർ ആ പാറയോട് ചേർന്ന് അവിടെ വന്നിരുന്നു. അവിടെ ഇരുന്നവരെല്ലാവരും ഒരുപാട് സംസാരിച്ചു. നേരം ഇരുട്ട് വീണു തുടങ്ങിയപ്പോൾ അവർ തിരികെ പോകാനായി എഴുന്നേറ്റു. ശിവ, നിൽക്ക്, ഞങ്ങൾ പോയി കാത്തുവിനെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം, നീ അവളോട് കാര്യം തുറന്ന് സംസാരിക്കുക, ശരത്ത് പറഞ്ഞു. ശിവ പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് പേടിയാടാ, അവൾക്ക് അങ്ങനെയൊന്നും എന്നോടില്ലെങ്കിൽ ഞാനാകെ നാണം കെടും. ഇത് കേട്ട് ക്രിസ്റ്റി പറഞ്ഞു, അങ്ങനെ എടുത്തു പിടിച്ചൊരു മറുപടി അവൾ പറയില്ല, നീ സമാധാനപ്പെടൂ. അവൾ പറഞ്ഞാലും അത് നമ്മളിൽ മാത്രം തങ്ങി നിൽക്കുന്ന കാര്യമല്ലേ, പറയാതിരുന്നാലും ശരിയാവില്ല. ഇത് കേട്ട ഫിറോസ് പറഞ്ഞു, ശരിയാ, നീ ഇവിടെ നിൽക്ക്. എല്ലാവരും ശിവയെ അവിടെ നിർത്തി കുടിലേക്ക് നടന്നു. അല്പസമയം കഴിഞ്ഞതും കാത്തു അവിടേക്ക് വന്നു. ശിവേട്ടാ, കാത്തു വിളിച്ചു. എന്നെ വിളിച്ചെന്ന് പറഞ്ഞു. എനിക്ക് കാത്തുവിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ, കാത്തു ചോദിച്ചു. പെട്ടെന്നാണ് പുറകിൽ നിന്നും ഒരു അനക്കം കേട്ടത്. തിരിഞ്ഞു നോക്കിയതും കാട്ടിലെ കരിവീരൻ മുന്നിൽ നിൽക്കുന്നു. അതിൻ്റെ തുമ്പിക്കൈ കണ്ടപ്പോൾ തന്നെ ശിവയുടെ പകുതി ജീവനും പോയി. പുറകിലേക്ക് ചാടിയാൽ മതി, കാട്ടാനയാ, സൂക്ഷിച്ചില്ലേ അതിപ്പോൾ നമ്മളുടെ കഥ കഴിക്കും, കാത്തു പറഞ്ഞു. പിറകിലോട്ട് ചാടിയാൽ നമ്മുടെ ജീവൻ മുകളിലോട്ട് പോകും, കാത്തു, ശിവ പറഞ്ഞു. നേരെ പിറകിലോട്ട് ചാടിയാൽ പോകും. ആ വശത്തുകൂടി എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചോ, കാത്തു പറഞ്ഞു. അവൻ മുറുകെ പിടിച്ചതും അവൾ അവനെയും കൊണ്ട് സൈഡിലേക്ക് ചാടി. താഴെ വീണതും ശിവയുടെയും കാത്തുവിൻ്റെയും കൈ തമ്മിൽ വേർപിരിഞ്ഞുപോയി. കാത്തു, കാത്തു, ശിവ വിളിച്ചു. ഞാനിവിടെ ഉണ്ട് ശിവേട്ടാ, ഇവിടെ ഈ മരത്തിന് ചുവട്ടിലുണ്ട്, കാത്തു പറഞ്ഞു. അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം, ശിവ പറഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അവൻ ആ മരച്ചോട്ടിലിരുന്നു. കാത്തു പറഞ്ഞു, ശിവേട്ടൻ്റെ കണ്ണിന് വല്ലാത്തൊരു തിളക്കം പോലെ, ഞാൻ ആദ്യമായിട്ടാ ശ്രദ്ധിക്കുക. അതിടയ്ക്ക് അങ്ങനെയാ, എന്താണെന്ന് എനിക്കും അറിയില്ല. നിന്റെ മൂക്കുത്തിയുടെ തിളക്കം പോലെ എൻ്റെ കണ്ണിൻ്റെ തിളക്കവും. അല്ല, എന്താ ശിവേട്ടൻ്റെ ശരിക്കുള്ള പേര്? ശിവദേവനാരായണൻ. ഇത്രയും വലിയ പേരോ? ദേവൻ അച്ഛനാ, നാരായണൻ മുത്തച്ഛൻ. പെട്ടെന്നാണ് ഏതോ ജീവി അലറുന്ന ശബ്ദം കേട്ടത്. അതെന്താ കാത്തു? പതിയെ, അത് പുലിയാ. അയ്യോ, പുലിയോ? മുകളിൽ ആന, താഴെ പുലി. ഇതിൻ്റെ ഇടയിൽ കിടന്ന് മരിക്കാനാണോ നമ്മളുടെ വിധി? ഇതിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്ന്? നമ്മളല്ലേ അതിൻ്റെ സ്ഥലത്തേക്ക് അനുവാദം ചോദിക്കാതെ കടന്നു വന്നത്. പേടിക്കണ്ട, ഊരിനടുത്തുള്ള മൃഗങ്ങളൊന്നും മനുഷ്യമാംസം കഴിക്കില്ല. പിന്നെ പാമ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നും തരാൻ കഴിയില്ല. എൻ്റെ പൊന്നു കാത്തു, ഇപ്പോൾ തന്നെ മനുഷ്യൻ്റെ പകുതി പ്രാണൻ പോയിരിക്കുക, നീ ഇനി ബാക്കി കൂടി കളയല്ലേ? ഇങ്ങനെ പേടിക്കില്ല ശിവേട്ടാ. അല്ല, കാത്തുവിനപ്പോൾ പേടിയില്ലേ? ഞാൻ കാടിൻ്റെ മകളല്ലേ, ഞാൻ എന്തിനാ പേടിക്കുന്നത്? നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും കാട് നമുക്കത് നൽകും. പക്ഷേ കാടിനെ ദ്രോഹിച്ചാൽ അതിനുള്ള ശിക്ഷ കിട്ടും. അതൊന്നും പട്ടണത്തിൽ ജനിച്ച നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കാത്തു പോരുന്നു എൻ്റെ കൂടെ പട്ടണത്തിലേക്ക്. ഇനിയുള്ള കാലം അവിടെ കഴിയാം. മനസ്സിലായില്ല? ഞാൻ നിന്നെ കെട്ടിക്കൊണ്ടു പോയിക്കോട്ടെ എന്ന്. നമുക്കേ മേളിലേക്ക് പോവാം. ഏറെ നേരമായില്ലേ, ആന പോയിട്ടുണ്ടാകും. എൻ്റെ കൈ മുറുകെ പിടിച്ചോ. താൻ ചോദിച്ചതിന് മറുപടി നൽകാതെയുള്ള അവളുടെ പെരുമാറ്റം അവൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. കാത്തു പിന്നീടൊന്നും മിണ്ടാതെ അവൻ്റെ കൈയും പിടിച്ച് മുകളിലേക്ക് നടന്നു. അവർ കുടിലിൻ്റെ മുമ്പിലെത്തിയപ്പോൾ തന്നെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. കാത്തു ആരോടും മിണ്ടാതെ അകത്തേക്ക് നടന്നു. അല്ല, അവളെന്താ ശിവ ഒന്നും മിണ്ടാതെ പോയത്? ശരത്ത് ചോദിച്ചു. മിണ്ടാതെ നിൽക്കാതെ കാര്യം പറയടാ, ഫിറോസ് ചോദിച്ചു. ശിവ നടന്നതെല്ലാം അവരോട് പറഞ്ഞു. അവൾക്ക് നിന്നെ ഇഷ്ടം തന്നെയായിരിക്കും. പിന്നെ എങ്ങനെ നിന്നോട് പെട്ടെന്ന് പറയുമെന്ന് കരുതി അവൾ പറയാതിരുന്നതാവും, ക്രിസ്റ്റി പറഞ്ഞു. അതെ, അത്രയേ ഉള്ളൂ. നീ ഇനി അതിൻ്റെ പേരിൽ വിഷമിക്കണ്ട, പാത്തു അവനെ സമാധാനിപ്പിച്ചു. അത് കേട്ട വൈദേഹി പറഞ്ഞു, അതെ, വാ കഴിക്കാം. ഇനിയും ദിവസം കിടക്കാല്ലേ, നമുക്ക് അവളോട് നാളെ ചോദിക്കാം ഒന്നുകൂടി. എല്ലാവരും വാ. എല്ലാവരും കഴിക്കാനായി അകത്തേക്ക് കയറി. കഴിക്കുമ്പോഴും ശിവ കാത്തുവിനെ തന്നെ നോക്കി. പക്ഷെ അവളെന്തോ അവനിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് പോലെ അവന് തോന്നി. എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞതും പെൺകുട്ടികൾ അകത്തും ആൺകുട്ടികൾ പുറത്തുമുണ്ടായിരുന്ന മുളക്കട്ടിലേക്കും കിടന്നു. എല്ലാവരും ഉറങ്ങിയിട്ട് ശിവയ്ക്കെന്തോ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ കാത്തുവിനുണ്ടായ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. പെട്ടെന്നാണ് താൻ കിടക്കുന്ന ഭാഗത്ത് നിന്നും അല്പം മാറി എന്തോ അനക്കം കേൾക്കാൻ തുടങ്ങിയത്. അനക്കം കേട്ട ഭാഗത്തേക്ക് ശിവ നോക്കി. അവൻ പതിയെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് അവിടേക്ക് ചെന്നു.
വൈദേഹി താനോ? ശിവ ചോദിച്ചു. ഷൂ മിണ്ടല്ലേ. എന്താ? ഉറക്കം വരാതെ ഞാൻ തിരിഞ്ഞു കിടന്നപ്പോൾ ജനലിൻ്റെ ഭാഗത്ത് ഒരനക്കം കേട്ടു. പതിയെ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി. പക്ഷേ അത് ഇവരെ പോലെയല്ല. ഒരു കറുത്ത ഗൗണിട്ട് പെട്ടെന്ന് ആ കുട്ടി തിരിഞ്ഞു നടന്നു. അത് ദേ ഈ വഴിയാണ് പോയത്. ഒറ്റയ്ക്ക് പോയി നോക്കാൻ എനിക്ക് പേടിയാ. അതിനെന്താ, ഞാൻ കൂടെ വരാലോ. താൻ കണ്ടത് ആരെയാണെന്ന് നോക്കാലോ. ചിലപ്പോൾ തനിക്ക് തോന്നിയതാണെങ്കിലോ. താൻ വാ. അവരാ സ്ത്രീ പോയ ഭാഗത്തേക്ക് നടന്നുകൊണ്ടേയിരുന്നു. ശിവ, കാടാ, എനിക്ക് പേടി വരുന്നു. ഞാനില്ല കൂടെ, പിന്നെന്തിനാ പേടിക്കുന്നത്? ഇന്ന് എൻ്റെ കയ്യിൽ പിടിച്ചോ. അവളവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവരെ കൂടി നമുക്ക് വിളിക്കാമായിരുന്നു. ശിവ, എന്താണോ, തനിക്ക് പേടിയാണോ എൻ്റെ കൂടെ വരാൻ? എനിക്ക് പേടിയൊന്നുമില്ല. നല്ല മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. വേഗം നടക്കാം. കണ്ടില്ലേ, നമുക്ക് തിരിച്ചു പോകാം. കൂടുതൽ ഉള്ളിലോട്ട് പോകണ്ട. അത് ശരിയാ. അവർ നടന്നു പോകുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ആരോ വൈദേഹിയുടെ ഷാളിൽ പിടിക്കുന്നത് പോലെ തോന്നി. പക്ഷെ അവളത് ശ്രദ്ധിക്കാതെ വീണ്ടും നടക്കാൻ ശ്രമിച്ചതും അവളുടെ കഴുത്തിൽ ഷാൾ മുറുകി. ശിവ, ആരോ പുറകിൽ. ശിവ അടുത്തു വന്ന് പുറകിൽ നോക്കിയതും എന്തോ ഒന്നിൽ ഷാൾ ഉടക്കി നിൽക്കുകയായിരുന്നു. ആരും പിടിച്ചതല്ലടോ, ചെടിയിൽ ഉടക്കിയതാ. ഓ, ജീവനങ്ങ് പോയി. താൻ ദേ ഈ ഫോണൊന്ന് പിടിച്ച്, ഷാൾ ഞാനൂരാം. അവൻ ഷാൾ ഊരാൻ എത്ര നോക്കിയിട്ടും പറ്റിയില്ല. അവസാനം അവൾ തന്നെ ഷാൾ മുകളിലേക്ക് വലിച്ചു. അതിൻ്റെ ശക്തിയിൽ ഷാൾ വന്നതും വൈദേഹി താഴേക്ക് വീണു. എന്നാൽ ഷാളിൻ്റെ അറ്റത്തു നിന്നും എന്തോ തൂങ്ങിയാടുന്നുണ്ടായിരുന്നു. അവളത് കണ്ടതും അലറി വിളിച്ചു. അതൊരു അസ്ഥിക്കൂടത്തിൻ്റെ കൈയായിരുന്നു. പേടിക്കണ്ട, ഇവിടെ നേരത്തെ മരിച്ച ആരുടെയെങ്കിലും ആയിരിക്കും. കാടല്ലേ. അവൻ പതിയെ അവളുടെ ഷാൾ അതിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. സാരമില്ല ശിവ, അത് അവിടെ ഇരുന്നോട്ടെ, ഷാൾ കളഞ്ഞേക്കാം. ഓക്കെ, തൻ്റെ ഇഷ്ടം. അവൻ അതും പറഞ്ഞു തിരിഞ്ഞതും അവിടെ പല അസ്ഥിക്കൂടങ്ങളും പൊങ്ങി വരാൻ തുടങ്ങി. വൈദേഹി, നമ്മൾ പെട്ടല്ലോ. എങ്ങും നോക്കണ്ട, ഓടിക്കോ. അതും പറഞ്ഞതും അവർ രണ്ടുപേരും ഓടാൻ തുടങ്ങി. എന്നാൽ ഓട്ടത്തിൽ രണ്ടുപേരും രണ്ട് വഴിക്കായി പോയി. ശിവ ഒരു നാഗപ്രതിഷ്ഠയുള്ള ഭാഗത്തേക്കാണ് വന്നത്. അപ്പോഴാണ് വൈദേഹി പുറകിലില്ലെന്ന് അവന് മനസ്സിലായത്. വൈദേഹി, ഗോ വൈദേഹി. അവൻ ഉറക്കി അവളെ വിളിച്ചു. പെട്ടെന്ന് എവിടെ നിന്നോ അവൾ വിളി കേട്ടു. അവൾ ശബ്ദം തേടി പിടിച്ച് അവിടേക്ക് വന്നു. അവനെ കണ്ടതും അവൾ ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണ് കരയാൻ തുടങ്ങി. ഏയ്, ഒന്നുമില്ലടോ, പേടിക്കണ്ട. ഛേ, കൊച്ചുകുട്ടികളെ പോലെ കരയുന്നു, മോശം. ഞാൻ ശരിക്കും പേടിച്ചു പോയി. ശിവയെ കാണാതായപ്പോൾ മനസ്സിലായി. പെട്ടെന്ന് മഴ പെയ്തു തുടങ്ങി. മഴ നനയാതെ ഇരിക്കാൻ അവിടെ കണ്ട വലിയൊരു മരത്തിൻ്റെ അടുത്തേക്ക് ഓടി. അവിടെ കണ്ട വലിയൊരു പാറയുടെ അകത്തേക്ക് അവർ കയറിയിരുന്നു. എന്തോ ഈ സ്ഥലമെല്ലാം കണ്ടു മറന്നതുപോലെ. ശിവ, നിന്റെ കണ്ണുകൾക്കെന്താ ഈ തിളക്കം? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കണ്ണുകൾ അങ്ങനെയാ, ഇടയ്ക്ക് തിളക്കമുള്ളതാ. മഴ മാറുന്നതുവരെ അവർ ഓരോന്നും പറഞ്ഞിരുന്നു. ആ സമയം വൈദേഹി തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഷർട്ടൂരി അവൾക്ക് പുതച്ചു കൊടുത്തു. കുറച്ചു നേരം കഥ പറഞ്ഞിരുന്നതും അവൾ അവൻ്റെ നെഞ്ചിൽ വീണുറങ്ങാൻ തുടങ്ങി. അവനും പതിയെ മയക്കത്തിലേക്ക് വീണു. ആരോ ഒരാൾ ഒരു പെൺകുട്ടിയുടെ പിറകെ ഓടുന്നു. അവൾ നന്നേ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവസാനം അവൾ എവിടെയോ തട്ടി വീണു. അയാൾ അവൾക്ക് മേൽ അമർന്നു. അല്പസമയത്തിന് ശേഷം അയാൾ പതിയെ എഴുന്നേറ്റു. എന്നിട്ട് ആ പെൺകുട്ടിയെ കത്തിക്ക് കുത്തി. ആരുടെയോ അനക്കം കേട്ട് അയാൾ മുഖം ഉയർത്തി നോക്കി. പാൻറ്റും കൂട്ടുമിട്ട ഒരാൾ അയാൾക്ക് നേരെ ഓടിയെടുത്തു. അയാൾ ആ ജീവനറ്റ പെൺകുട്ടിയെ നെഞ്ചോട് ചേർത്ത് കാട് നടങ്ങുന്ന ഉച്ചത്തിൽ അലറിക്കരഞ്ഞു. ശിവ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. അപ്പോൾ തൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന വൈദേഹിയാണ് കണ്ടത്. ആ നിമിഷം അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളെ ഉണർത്താൻ നോക്കിയില്ല. അവൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടേയിരുന്നു. അപ്പോഴാണ് നേരം വെളുത്തത് അവന് മനസ്സിലായത്. ഓ, എഴുന്നേൽക്കൂ, നേരം വെളുത്തു, നമുക്ക് പോണ്ടേ. അവൾ അവൻ്റെ ദേഹത്ത് നോക്കാതെ അവൻ്റെ ഷർട്ട് ഊരി കൊടുത്തു. സോറി ശിവ, ഉറങ്ങിപ്പോയി, നമുക്ക് പോകാം. അവർ തിരികെ കുടിലിൽ വന്നതും ശരത്ത് ഓടി വന്ന് ശിവയുടെ കരണത്തൊറ്റ അടി കൊടുത്തു. അത് കണ്ടു നിന്നവർ ഞെട്ടിപ്പോയി. അടി കൊടുത്ത പുറകിന് തന്നെ അവൻ കരഞ്ഞുകൊണ്ട് ശിവയെ കെട്ടിപ്പിടിച്ചു. ശരത്ത് പറഞ്ഞു, നിനക്ക് എവിടെയെങ്കിലും പോയാലൊന്ന് പറഞ്ഞിട്ട് പോകരുതോ? മനുഷ്യൻ നല്ല ജീവനങ്ങ് പോയി. നീ അവൻ്റെ പിറകിൽ ഒളിച്ചു നിൽക്കണ്ട. പെണ്ണായി പോയില്ലേ, നിനക്കും കിട്ടിയേനെ. ശരത്തിൻ്റെ വിഷമം കണ്ടതും ശിവ നടന്നതെല്ലാം അവരോട് പറഞ്ഞു. മൂപ്പൻ ചോദിച്ചു, നിങ്ങളെന്തിനാ അവിടേക്ക് പോയത്? അവിടേക്ക് വർഷങ്ങളായിട്ട് ആരും പോകാറില്ല. ഇത് കേട്ട വൈദേഹി പറഞ്ഞു, എന്നിട്ട് ഞാൻ കണ്ടല്ലോ ഇന്നലെ ഒരു സ്ത്രീ ഇവിടെ നിന്നും അവിടേക്ക് നടന്നു പോകുന്നത്. അത് കണ്ടിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. ഇല്ല, അങ്ങനെ ആരും ഇവിടെ രാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കാറില്ല. നിങ്ങൾക്ക് തോന്നിയതാകും. പക്ഷേ നിങ്ങൾ പുറകിന് പോകാൻ പാടില്ലായിരുന്നു, മൂപ്പൻ പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ അത് മനസ്സിലായി. ഞങ്ങൾ എന്തായാലും രാവിലെ തന്നെ ഇറങ്ങുക. ചിന്നനും കാത്തും കൂടെ വരട്ടെ, ശിവ പറഞ്ഞു. എന്തായാലും കാപ്പി കുടിച്ചിട്ട് ഇറങ്ങാം, മൂപ്പൻ പറഞ്ഞു. അവർ കാപ്പി കൂടി കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങാൻ നേരം മൂപ്പൻ വന്ന് അവരോടായി പറഞ്ഞു, നാളെ കഴിഞ്ഞാൽ അമാവാസിയാ. ആ സമയം നിങ്ങൾ ആ ബംഗ്ലാവിൽ നിൽക്കണ്ട. പള്ളിയിലേക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ വരാം. അതെന്താ? ശരത്ത് ചോദിച്ചു. മൂപ്പൻ പറഞ്ഞു, ആത്മാക്കൾക്ക് ശക്തി കൂടുന്ന സമയമാണ്. അവർ കൂടുതൽ അപകടകാരിയാകും. നിങ്ങളുടെ ജീവൻ പോലും അപകടത്തിലാവും. ഇത് കേട്ട ക്രിസ്റ്റി പറഞ്ഞു, ശരി, ഞങ്ങൾ കാത്തുവിൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ അനുസരിക്കാം. അല്ല, പാത്തുവും വൈദേഹിയും എവിടെ? ഫിറോസ് ചോദിച്ചു. അത് കേട്ടതും അവരുടെ പിറകിൽ നിന്നും കാത്തുവിൻ്റെ ശബ്ദം അവർ കേട്ടു. ഇവിടെയുണ്ട്, കാത്തു പറഞ്ഞു. അവർ വന്നതും ശിവ വൈദേഹിയെ നോക്കി. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ മൂക്കിന് മുകളിലെ ചുവന്ന മൂക്കുത്തിയിൽ പതിച്ചു.
അവൻ്റെ മനസ്സിലൂടെ പല മായാക്കാഴ്ചകളും കടന്നുപോയി. പെട്ടെന്ന് തലവേദനിക്കും പോലെ തോന്നിയതും അവൻ തല പൊത്തിപ്പിടിച്ചു. എന്താടാ, എന്തു പറ്റി? ശരത്ത് ചോദിച്ചു. പെട്ടെന്ന് എന്തോ തലവേദനിക്കുന്ന പോലെ ശിവ പറഞ്ഞു. ഇന്നലെ ആ തണുപ്പടിച്ചതിൻ്റെ ആകും, ശരത്ത് പറഞ്ഞു. ഇതെന്താ പുതിയ ഭ്രാന്തൊക്കെ, മൂക്കിൽ മൂക്കുത്തിയോ? ഫിറോസ് ചോദിച്ചു. കാത്തു പറഞ്ഞു, ഇവിടെ കാടിൻ്റെ ഉള്ളിൽ മാത്രം കിട്ടുന്ന കല്ലായത്, നിറം ഒരിക്കലും മങ്ങില്ല. പക്ഷേ ചേച്ചിക്ക് ഇത് ഇന്നലെ അവിടെ നിന്നും കിട്ടിയതാ. അത് കുത്തണമെന്ന് ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹം, അതാ. ഇന്നലെയോ? ശിവ ചോദിച്ചു. വൈദേഹി പറഞ്ഞു. അതെ, നമ്മളിരുന്ന പാറയില്ലേ, അവിടെ നിന്നും കാണാൻ നല്ല ഭംഗി, അതാ ഞാൻ. ഇത് കേട്ട ഫിറോസ് പറഞ്ഞു. കണ്ടവർ ഉപയോഗിച്ചതെടുത്ത് മൂക്കിലിട്ടോ, നിനക്ക് വല്ല ചൊറിച്ചിലും വരും. ആ മതി മതി മതി, ഇനി അതിൽ പിടിച്ച് വഴക്ക് വേണ്ട, വാ നമുക്കിറങ്ങാം, ശരത്ത് പറഞ്ഞു. അവരെല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി. പോകുന്ന വഴിയൊക്കെ ആസ്വദിച്ചവർ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. ശിവ കാത്തുവിനെ തന്നെ നോക്കി. എന്നാൽ അവൾ തന്നെയല്ല നോക്കുന്നതെന്ന് അവന് മനസ്സിലായി. അവൻ നോക്കിയതും ശരത്തിനെ നോക്കുന്ന കാത്തുവിനെയാണ് കണ്ടത്. അവൻ്റെ മനസ്സിൽ പലതരത്തിലുള്ള സംശയങ്ങളും ഉണ്ടായി. എന്നാൽ അവനൊന്നും അവരോട് ചോദിച്ചില്ല. എന്നാൽ ബംഗ്ലാവെത്തിയതും ശിവ അകത്തേക്ക് ആദ്യമേ കയറി. ശിവ പറഞ്ഞു, ചിന്ന, നീ തോട്ടത്തിലൊക്കെ ഒന്ന് നോക്കിയിട്ട് വാ. ചിന്നൻ പോയതും അതിനു പുറകെ പോകാൻ നിന്ന കാത്തുവിനോട് ശിവ പറഞ്ഞു. കാത്തു അവിടെ നിൽക്ക്. ഞാൻ ഇന്നലെ കാത്തുവിനോടൊരു കാര്യം പറഞ്ഞു, പക്ഷേ കാത്തു എനിക്ക് അതിന് മറുപടി തന്നില്ല. അത് എനിക്ക് കാത്തു നിന്ന് വിയർക്കാൻ തുടങ്ങി. ശിവ പറഞ്ഞു. എന്താ, നിനക്കൊന്നും പറയാനില്ലേ? ശരത്ത് അതിൻ്റെ ഇടയിൽ നിന്ന് മുകളിലേക്ക് പോകാനൊരുങ്ങി. ഇത് കണ്ട ശരത്തിനെ ശിവ വിളിച്ചു. ശരത്ത് അവിടെ നിന്നേ, നീ പോകാൻ വരട്ടെ, നീ ഇങ്ങ് വാ. ക്രിസ്റ്റി ചോദിച്ചു. എന്താടാ നീ ഇങ്ങനെ? വൈദേഹിയും പാത്തുവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഇവന് വട്ട് തന്നെടാ, ഫിറോസ് പറഞ്ഞു. ശിവ പറഞ്ഞു. അതേടാ, എനിക്ക് ഭ്രാന്താ. അതിനു മുമ്പ് എനിക്ക് ഇവൻ്റെ വായിൽ നിന്നും കേൾക്കണം ഇവന് കാത്തുവിന് ഇഷ്ടമല്ലെന്ന്. എനിക്ക് കാത്തുവിന് ഇഷ്ടമാ, കാത്തുവിന് എന്നെയും, ശരത്ത് പറഞ്ഞു. ഇത് കേട്ട് വന്ന ചിന്നനും ഒന്നും അറിയാതെ ഞെട്ടിപ്പോയി. ശിവ പറഞ്ഞു. മതി, എല്ലാവരും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോകാനൊരുങ്ങിക്കോളൂ. അതല്ല, ഇവിടെ നിൽക്കേണ്ടവർക്ക് നിൽക്കാം. അതും പറഞ്ഞവൻ ദേഷ്യത്തിൽ മുകളിലേക്ക് പോയി. ശിവ മുകളിലേക്ക് പോകുന്നത് കണ്ടതും ശരത്തിൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ പെയ്തിറങ്ങി. ഫിറോസ് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഭാഗത്താണ് തെറ്റ്. അവനിവളെ സ്നേഹിക്കുന്നത് നിനക്കും അറിയാമായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടേ? ഇത് കേട്ട് ക്രിസ്റ്റി പറഞ്ഞു. നമ്മൾ വന്നിട്ട് ആകെ 2-3 ദിവസമേ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും നിങ്ങൾ തമ്മിൽ ഇങ്ങനെ? എനിക്ക് പണ്ടേ കാത്തുവിനെ അറിയാം, ശരത്ത് പറഞ്ഞു. ആദ്യമായി അനന്തുവിൻ്റെ കൂടെ ഇവിടെ വരുമ്പോഴാണ് ഞാനിവളെ കാണുന്നത്. അന്ന് ഞങ്ങൾ താമസിച്ചത് കാണാതായ അവറാച്ചൻ്റെ വീട്ടിലാണ്. ഈ സ്ഥലം കാണാൻ വേണ്ടി മാത്രം വന്നതാ. അന്ന് കാത്തുവിനെ ഇവിടെ തോട്ടത്തിൽ വെച്ച് ഞാൻ കണ്ടു. പിന്നെ കുറച്ച് ദിവസം ഞങ്ങൾ അയാളുടെ വീട്ടിൽ ചിലവഴിച്ചു. ആ സമയം എൻ്റെ ഇഷ്ടം ഞാൻ അവളോട് പറഞ്ഞിരുന്നു. ആദ്യമൊന്നും അവൾക്ക് ഇഷ്ടമായിരുന്നില്ല, പിന്നെ അവൾക്ക് ഇഷ്ടം തോന്നി തുടങ്ങി. പിന്നീട് അവൾ തന്നെ ഇഷ്ടവും അറിയിച്ചു. അന്ന് ഇവിടെ വന്നപ്പോൾ അവളെ കാണാൻ പോകാൻ നോക്കിയപ്പോഴാണ് വൈദേഹി ബാൽക്കണിയിൽ കിടക്കുന്നത് കണ്ടത്. പാത്തു ചോദിച്ചു. പിന്നെ നീ എന്തിനാ അവനോട് അവളെ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞേ? ഇത് കേട്ട ശരത്ത് പറഞ്ഞു. എനിക്കറിയാമായിരുന്നു ഇവൾ തന്നെയെല്ലാം അവനോട് പറയുമെന്ന്. ഇന്നലെ അവനെ കാണാതായപ്പോൾ ശരിക്കും എൻ്റെ പ്രാണൻ പോയി. എനിക്കവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുപോലെ അവനെയും. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അവൻ എൻ്റെ കൂടെയുണ്ട്. അവനൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. പക്ഷെ അതെൻ്റെ സ്വന്തം പെണ്ണാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെ. അവനോട് ഞാൻ പറയുന്നതിലും നല്ലത് ഇവൾ പറയുന്നതാണെന്ന് തോന്നി. ഇത് കേട്ട് ശിവ പറഞ്ഞു. എന്നിട്ട് എല്ലാവരും പറഞ്ഞല്ലോ. ശബ്ദം കേട്ട് മുകളിലേക്ക് നോക്കുന്ന സമയം കൊണ്ട് തന്നെ ശിവ ഓടി വന്ന് ശരത്തിൻ്റെ കോളറിൽ പിടിച്ചവൻ്റെ കരണത്തൊറ്റയടി. ശിവ പറഞ്ഞു. ഇതെന്തിനാണെന്നറിയാമോ? എൻ്റെ സഹോദരിയെ എൻ്റെ അടുത്തേക്ക് എൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ വിട്ടതിന്. ഇവൾ നിന്റെ പെണ്ണാണെങ്കിൽ എനിക്ക് സ്വന്തം പെങ്ങളല്ലേടാ. നിന്റെ വായിൽ നിന്നും തന്നെ എനിക്കിത് കേൾക്കണമായിരുന്നു. പിന്നെ എനിക്ക് ഇവളോട് തോന്നിയത് ആ മൂക്കൂത്തിയിൽ നിന്നുള്ള സ്നേഹമാണ്. എനിക്കിപ്പോൾ ഇടയ്ക്ക് മനസ്സിൽ വരുന്നത് ഒരു മൂക്കൂത്തിയുള്ള പെണ്ണിൻ്റെ മുഖമാണ്. പക്ഷെ എത്ര ആലോചിച്ചിട്ടും ആരാണെന്ന് പിടികിട്ടുന്നില്ല. കെട്ടിയാൽ പൊന്നുപോലെ നോക്കുമെന്ന് പറഞ്ഞത് കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ഇവൻ നോക്കിക്കോളും. ശിവ കാത്തുവിനെ നോക്കി അവസാനം പറഞ്ഞു നിർത്തി. ഇത് കേട്ട വൈദേഹി പറഞ്ഞു. ചിന്ന, ഇതൊന്നും നീ ആരോടും പറയാൻ നിൽക്കണ്ട, അവളെ ഞങ്ങൾ കൈവിടില്ല. അവർ പിന്നെയും ഒരുപാട് സംസാരിച്ചതിന് ശേഷം ശിവ മേളിലേക്ക് പോയി. പുറകെ ശരത്തും ചെന്നു. ബാൽക്കണിയിൽ നിന്നിരുന്ന ശിവയുടെ തോളിൽ അവൻ പിടിച്ചു. ശരത്ത് പറഞ്ഞു. ഡാ, നിനക്കെന്നോട് പിണക്കമാണോ? ഇത് കേട്ട ശിവ പറഞ്ഞു. ഓടാ, നിന്നോട് എനിക്ക് പിണങ്ങാൻ പറ്റുമോ? എനിക്ക് നീ തന്നെയല്ലടാ വലുത്. പിന്നെ ഇഷ്ടം തോന്നിയെന്ന് ഉള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് അവളോട് ആ ഇഷ്ടമില്ല. ഇപ്പോഴല്ല, ഇന്നലെ മുതൽ. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. അവൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ശരത്തിനോട് പറഞ്ഞു. ശരത്ത് അത് കേട്ടിട്ട് ചോദിച്ചു. അതിനെന്താ? ശിവ പറഞ്ഞു. അല്ലടാ, ഞാൻ ആ പെൺകുട്ടിയെ കണ്ടതുപോലെ. എനിക്ക് എന്തോ അത് ഞാനാണെന്നൊരു തോന്നൽ, ഉള്ളിൽ വല്ലാത്തൊരു നീറ്റൽ. ഇനി നടക്കാൻ പോകുന്ന സംഭവമാണോ മനസ്സിൽ? ഇത് കേട്ട ശരത്ത് പറഞ്ഞു. ഓക്കെ, ഓരോ തോന്നലുകളാണ്. അല്ലടാ, നമ്മുടെ പാത്തുവല്ലേ താഴെ നിൽക്കുന്നേ? അതെ, ഇവളെന്തേ കാട്ടിൽ നോക്കി നിൽക്കുന്നേ? ശിവ ചോദിച്ചു. വാ പോയി നോക്കാം, ശരത്ത് പറഞ്ഞു. അവർ താഴേക്ക് ഇറങ്ങിയതും പാത്തു അവർക്ക് നേരെ നടന്നു വന്നു. ശിവ ചോദിച്ചു. നീ എന്താ താഴെ കാട്ടിൽ നോക്കി നിൽക്കുന്നേ? പാത്തു പറഞ്ഞു. നിനക്ക് രണ്ടിനും വട്ടാ. ഞാനല്ലേ അടുക്കളയിൽ നിന്നത്? അല്ല, ഞാൻ നിങ്ങളെ വിളിക്കാൻ വന്നതാ. വൈദേഹി എവിടെ? അപ്പോൾ നമ്മൾ കണ്ടത് അവളെയാണോ? ശരത്ത് ചോദിച്ചു.
അത് കേട്ടതും ശിവയും ശരത്തും താഴേക്ക് ഓടി. വൈദേഹി പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല. അവളെവിടെ? വാടാ, ഉള്ളിലോട്ട് പോയി നോക്കാം. ഈ പെണ്ണിന് നല്ല കിറുക്ക, ചുമ്മാതെയല്ല MLAയുടെ ആൾക്കാർ അവളെ തപ്പി നടക്കുന്നത്, ശിവ പറഞ്ഞു. അവർ കാടിൻ്റെ ഒരുപാട് ഉള്ളിലേക്ക് നടന്നവർ ചെന്നെത്തിയത് ഇന്നലെ ശിവയും വൈദേഹിയും ഇരുന്ന പാറയുടെ അടുത്താണ്. ഇന്നലെ ഞങ്ങൾ വന്നത് ഇവിടെയാ. അപ്പോൾ ഇവിടേക്ക് അധികം ദൂരമില്ലാലേ, ശിവ പറഞ്ഞു. നിങ്ങൾ അസ്ഥിക്കൂടം കണ്ടത് എവിടെയാ? ശരത്ത് ചോദിച്ചു. നീ വാ, കാണിക്കാം, ശിവ പറഞ്ഞു. അവരവിടേക്ക് ചെന്നതും വൈദേഹി അവിടെ ബോധം കെട്ട് കിടക്കുന്നത് കണ്ടു. ശിവ ഓടി വന്ന് അവളെ പിടിച്ച് മടിയിൽ കിടത്തി തട്ടി വിളിച്ചു. ശിവ, വൈദേഹി മെല്ലെ വിളിച്ചു. വൈദേഹി ഒരുവിധം എഴുന്നേറ്റ് ശിവയുടെ തോളിൽ തലചാരി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നതും ഒറ്റയ്ക്ക്? ശരത്ത് ചോദിച്ചു. വൈദേഹി പറഞ്ഞു, ഞാൻ വന്നതല്ല, ആരോ എൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നതാ. നിങ്ങൾക്കറിയാലോ ഞാൻ ഒറ്റയ്ക്കെങ്ങും പോവില്ല. ശരത്ത് പറഞ്ഞു. സാരമില്ല, അധികം ഇവിടെ നിൽക്കണ്ട, വാ നമുക്ക് പോകാം. അവർ തിരികെ നടന്നപ്പോൾ വൈദേഹി അവിടെ കിടന്ന കുഴിയിലേക്ക് നോക്കി. അവളുടെ മനസ്സിൽ എന്തോ വല്ലാത്തൊരു നീറ്റൽ അനുഭവപ്പെട്ടു. എന്താടോ? ശിവ ചോദിച്ചു. ഒന്നുമില്ല, വൈദേഹി മറുപടി പറഞ്ഞു. ഞാനെങ്കിൽ അങ്ങോട്ട് പോവാ, നിങ്ങളങ്ങ് വന്നേരെ, ശരത്ത് പറഞ്ഞു. നിക്കടാ, ഞങ്ങളും വരുന്നു. ഇത് കണ്ട ശരത്ത് പറഞ്ഞു, അവളിപ്പോൾ വരുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ, നീ പതിയെ അങ്ങ് വാ. അതും പറഞ്ഞവൻ മുന്നോട്ട് നടന്നുപോയി. തനിക്ക് എന്താണോ പ്രശ്നം? ശിവ ചോദിച്ചു. വൈദേഹി പറഞ്ഞു, അറിയില്ല, എന്തോ ഒരു വല്ലാത്ത പോലെ മനസ്സിൽ. ഇവിടെ എന്നെ എന്തോ ഒന്ന് പിടിച്ചു നിർത്തുന്ന പോലെ. വാ, പതിയെ നടക്കാം, മനസ്സിൻ്റെ തോന്നലാണെല്ലാം, നീ വാ, ശിവ പറഞ്ഞു. അവൻ അവളെയും കൂട്ടി പതിയെ നടന്നു. അവർ നടന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്നു. ആ ഭംഗി അവരുടെ കണ്ണും മനസ്സും ഒരുപോലെ കുളിരണിയിച്ചു. അവിടെ ചുറ്റും നോക്കി നിന്ന സമയത്ത് ആരോ അവരുടെ കാലിൽ പിടിച്ചു വലിച്ചു. ആ പിടിയിൽ അവർ നേരെ വെള്ളത്തിലേക്ക് വീണു. വെള്ളത്തിൽ നിന്നും പൊങ്ങിയ ശിവ ആദ്യം നോക്കിയത് വൈദേഹിയായിരുന്നു. അവളും അതിനുശേഷം പൊങ്ങി വന്നു. അവൾ പൊങ്ങിയതും അവൻ്റെ കണ്ണുകൾ ആ ചുവന്ന മൂക്കൂത്തിയിൽ പതിച്ചു. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് പോയി. ശിവ യാന്ത്രികമായി തന്നെ അവളുടെ അടുത്തേക്ക് വെള്ളത്തിലൂടെ നടന്നുകൊണ്ടേയിരുന്നു. അവൻ അവളുടെ അരികിലേക്ക് വരുന്തോറും അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി. അവൻ അവളുടെ അരികിലെത്തി അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവന് നേരെ പിടിപ്പിച്ചു. അവനോട് ചേർന്ന് നിന്ന് അവൻ്റെ നെഞ്ചിലേക്ക് അവൾ മുഖം താഴ്ത്തി. അവൻ കൈകൊണ്ട് അവളുടെ മുഖം ഉയർത്തി. അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു. പരസ്പരം മറന്നവർ ആ ചുംബനത്തിൽ ലയിച്ചു ചേർന്നു. കുറച്ചു സമയത്തിൻ്റെ ഉള്ളിൽ അവൻ ചുണ്ടു വേർപെടുത്തി. ചുണ്ടുകൾ അവളുടെ മൂക്കിലെ ചുവന്ന കല്ലുകളെ മൂക്കുത്തിയിൽ പതിഞ്ഞു. ആ നിമിഷം തലേന്ന് കണ്ട സ്വപ്നങ്ങൾ ഓരോന്നും അവൻ്റെ മനസ്സിലേക്ക് ഓടി വരാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ തല പൊത്തിപ്പിടിച്ചു. എന്താ ശിവ? വൈദേഹി ചോദിച്ചു. ശിവ പറഞ്ഞു, എന്തോ ഒരു തലവേദന, നമുക്ക് പോകാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു കോവിലകം. മന്ത്രങ്ങൾ ആ കോവിലകത്ത് നിന്നും ഉയർന്നു കേൾക്കാം. പെട്ടെന്ന് പൂജാമുറി തുറന്ന് പ്രായം ചെന്ന ഒരാൾ വെപ്രാളത്തോടെ പുറത്തു വന്നു. ദേവാ, ദേവാ, എന്താച്ചാ? ശിവ, അവൻ എവിടേക്കാ പോയത്? അതവൻ്റെ കൂട്ടുകാരുടെ കൂടെ ആ ബംഗ്ലാവിലേക്ക്. എന്തോ ഒരു അപകടം പതിയിരിക്കുന്നു. കഥകൾ നിനക്കും അറിയാമല്ലോ. ഇപ്പോൾ അവൻ്റെ ഉള്ളിലുള്ളത് ശിവയല്ല, ഡൊമിനിക്കാണ്. കാരണം നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അവൻ്റെ കൂടെ അവൻ്റെ നഷ്ടപ്രണയവുമുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നതുകൊണ്ട് അവർക്കിപ്പോൾ കുഴപ്പമില്ല. പക്ഷെ നാളെ അമാവാസിയാ. അതിൻ്റെ ഉള്ളിൽ അവൻ സത്യം അറിയണം. അച്ഛാ, അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ലല്ലോ, നമുക്ക് പോകണം ഇപ്പോൾ തന്നെ. ഇപ്പോൾ ഇറങ്ങിയാൽ വൈകുന്നേരം നമ്മൾ അവിടെ എത്തും. എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ്റെ ആ പ്രണയം വീണ്ടും അവന് നഷ്ടമാകും. അവൾ മരിക്കും. അച്ഛാ, നമുക്കിപ്പോൾ തന്നെ പുറപ്പെടാം. ബംഗ്ലാവിൻ്റെ അടുത്തെത്തിയതും ശിവ വൈദേഹിയെ പിടിച്ച് അടുത്ത് നിർത്തി. ശിവ പറഞ്ഞു, ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. സോറി പറഞ്ഞാൽ തീരാവുന്ന ഒരു വിഷയവുമല്ല, എങ്കിലും സോറി. വൈദേഹി പറഞ്ഞു, എനിക്ക് ശിവയെ എന്തിഷ്ടമാണെന്നറിയാമോ? എന്താന്ന്? ശിവ ചോദിച്ചു. വൈദേഹി പറഞ്ഞു, അതെ, അന്ന് നീ എന്നെ പെങ്ങളെ എന്ന് വിളിച്ചപ്പോൾ നിന്നെ കൊല്ലാനുള്ള ദേഷ്യമാണ് എനിക്ക് തോന്നിയത്. പിന്നെ കാത്തുവിനെ ഇഷ്ടമാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും തകർന്നു. നിനക്ക് നേരത്തെ എന്നെ അറിയാമോ? ശിവ ചോദിച്ചു. വൈദേഹി പറഞ്ഞു, അറിയാം. നീ കരുതുന്ന പോലെ MLAയെ ചീത്ത വിളിച്ചതിന് മാത്രമല്ല ഞാൻ കാട് കയറിയത്. പിന്നെ? ശിവ ചോദിച്ചു. വൈദേഹി പറഞ്ഞു, ശരത്തിൻ്റെ കസിന. അവൻ്റെ കൂടെ ഞാൻ നിന്നെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അറിയാതെ എപ്പോഴും നെഞ്ചിലുടക്കി. മുങ്ങാനൊരു സ്ഥലം നോക്കി നടന്നപ്പോൾ അവൻ്റെ പ്ലാനായിരുന്നു ഇത്. നീ കാത്തുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഷോക്കായി. ഇത് കേട്ട ശിവ പറഞ്ഞു, കള്ളൻ, അവൻ വീണ്ടും എനിക്ക് പണി തന്നു. അവനെ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട വൈദേഹി പറഞ്ഞു, ഒന്നും പറയല്ലേ, എൻ്റെ നിർബന്ധം സഹിക്ക വയ്യാതെ അവൻ. സോറി ശിവ. ശിവ പറഞ്ഞു, അവൻ എനിക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. നീ പേടിക്കണ്ട, ഒരിക്കലും നിന്നെ ഞാൻ വേണ്ടെന്ന് വയ്ക്കില്ല. ഇഷ്ടമാണ് എനിക്ക് നിന്നെ. വൈദേഹി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഇത് കണ്ട ശിവ പറഞ്ഞു, അതെ, ഇങ്ങനെ നിന്നാൽ അവർ നമ്മളെ തപ്പി കാട് കയറേണ്ടി വരും. വാ, പോകാം. അവർ ബംഗ്ലാവിലെത്തിയതും എല്ലാവരും നനഞ്ഞു നിൽക്കുന്ന അവരെ അടിമുടി നോക്കി. ശിവ ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കുന്നേ? വാത്തു പറഞ്ഞു, അല്ല, നിങ്ങൾ എവിടെ പോയതാ? ആകെ നനഞ്ഞല്ലോ. അത് കേട്ട വൈദേഹി പറഞ്ഞു, നടന്നു വന്നപ്പോൾ കാല് തെറ്റി വെള്ളത്തിൽ വീണു. ഇടയ്ക്ക് ഫിറോസ് കയറി പറഞ്ഞു, വിശന്ന് കുടല് കത്തി കരിയുക. രണ്ടും ഒന്ന് വന്നിരുന്നെങ്കിൽ നമുക്ക് കഴിക്കാമായിരുന്നു. ഓ തമ്പ്ര, ശിവ അവനെ കളിയാക്കി പറഞ്ഞു. എന്നിട്ട് ആരും കാണാതെ അവൻ ശരത്തിനോട് രഹസ്യമായി പറഞ്ഞു,
അവളെല്ലാം എന്നോട് പറഞ്ഞു താങ്ക്സ്. ശരത്തിന് മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഒരിക്കലും ശിവ വിഷമിക്കുന്നത് അവന് സഹിക്കാൻ കഴിയുകയില്ലായിരുന്നു. ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം അവരെല്ലാവരും കാര്യം പറഞ്ഞ് ഹാളിലേക്ക് ഇരുന്നു. അപ്പോൾ ശരത്ത് ചോദിച്ചു, നമുക്ക് പള്ളി വരെ ഒന്ന് പോയാലോ? വന്നിട്ട് ഒന്ന് പിന്നെ പോകാൻ പറ്റിയില്ലല്ലോ. അത് ശരിയാ, നമുക്കൊന്ന് പോയാലോ? ക്രിസ്റ്റി പറഞ്ഞു. എല്ലാവരും കൂടി പോകണ്ട, ശിവ പറഞ്ഞു. എങ്കിൽ നീയും ശരത്തും ചിന്നനും കൂടി പോ, പാത്തു ഒരു അഭിപ്രായം പറഞ്ഞു. ഇത് കേട്ട ഫിറോസ് പറഞ്ഞു, അത് ശരിയാ, നിങ്ങൾ പോ, ഞങ്ങളിവരെ നോക്കിക്കോളാം. അതുപോരെ? മതി, വാടാ, ശിവ പറഞ്ഞു. അവർ വണ്ടിയെടുത്ത് യാത്ര തിരിച്ചു. പള്ളിയുടെ ഗേറ്റിൻ്റെ മുന്നിൽ ആരും ഉണ്ടായിരുന്നില്ല. അവർ ഹോണടിച്ചിട്ടും ആരെയും കണ്ടില്ല. അവസാനം ചിഹ്നം പോയി ഗേറ്റ് തുറന്നു. അവർ ജീപ്പ് അകത്തേക്ക് കയറ്റി. എന്നിട്ട് അകത്തേക്ക് നടന്നു. അകത്ത് ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഫാദറിൻ്റെ മുറി തുറന്നു കിടക്കുകയായിരുന്നു. അവർ ആ മുറിയിൽ കയറിയപ്പോൾ അതിലൊരു ഡയറി കമിഴ്ന്ന് കിടപ്പുണ്ടായിരുന്നു. അവരത് എടുത്തു നോക്കി. അതിൽ നിന്നും ഒരു ഫോട്ടോ താഴെ വീണു. ഫാദർ ഇഗ്നേഷ്യസ്, ശിവ പറഞ്ഞു. അത് കണ്ട ശരത്ത് പറഞ്ഞു, അപ്പോൾ ഫാദർ പോൾ ഇയാളുടെ... ശിവ, ഇതിൽ എന്തൊക്കെയോ ചതിയുണ്ട്, നമുക്ക് വേഗം ബംഗ്ലാവിൽ പോകാം. അവരത് പറഞ്ഞു തിരിഞ്ഞതും ഫാദർ കതക് കുറ്റിയിട്ട് തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടു. ഇവളമാരെല്ലാം ഇതെവിടെ പോയി? ഫിറോസ് ചോദിച്ചു. അവർ തോട്ടത്തിൽ ഇറങ്ങിയൊന്ന് നടന്നിട്ട് വരട്ടെ, ക്രിസ്റ്റി പറഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം അവർ തിരികെ വന്നു. എല്ലാവരും അവിടെ ഇരുന്ന് ഓരോന്ന് സംസാരിച്ചു. ഈ സമയം ഫോൺ എടുക്കാൻ വേണ്ടി വൈദേഹി മുറിയിലേക്ക് പോയി. അവൾ മുറിയിലേക്ക് തിരിഞ്ഞതും ഷെൽഫിലിരുന്ന എന്തിലോ അവളുടെ സാരി കുരുങ്ങി. അവളത് എടുത്തു നോക്കി. അതൊരു താളിയോലയായിരുന്നു. അവളത് തുറന്ന് ഓരോന്നും വായിച്ചു. ഓരോ വാക്കുകളും അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഓർമ്മകളെ കൊണ്ടെത്തിച്ചു. മുഴുവനും വായിച്ചു തീരുന്നതിന് മുമ്പ് താഴെ നിന്നും ഒരു കൂട്ടനിലവിളി അവളുടെ കാതിലേക്കെത്തി. ഫാദർ പറഞ്ഞു, നിങ്ങളെനിക്ക് പറയാനുള്ളത് ക്ഷമയോടെ കേൾക്കണം. ഇത് കേട്ട ശിവ ചോദിച്ചു, എന്ത് കേൾക്കാൻ? കൂടെ നിന്ന് ഈ നാട്ടുകാരെ ചതിക്കുകയായിരുന്നു അല്ലേ? ഇയാളും ഫാദറും തമ്മിൽ എന്താ ബന്ധം? ഇത് കേട്ട ഫാദർ പറഞ്ഞു, ആ ഫോട്ടോയിൽ കാണുന്നത് എൻ്റെ അപ്പൻ്റെ ഇളയപ്പനാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായി അച്ചമ്പട്ടൻ സ്വീകരിച്ചത് അദ്ദേഹമായിരുന്നു. ഞങ്ങളുടെ സഭയിലുള്ളവർക്ക് തിരുവസ്ത്രം അണിഞ്ഞതിന് ശേഷം വിവാഹം കഴിക്കാൻ സാധ്യമല്ല. അന്ന് അദ്ദേഹത്തിന് ചെറുപ്രായമായിരുന്നു. ആ കാലത്താണ് ഇവിടെ സായിപ്പ് പള്ളി പണി കഴിപ്പിച്ചത്. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് എൻ്റെ അപ്പൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. അദ്ദേഹം ആരാധിച്ചത് കർത്താവിനെയല്ല, സാത്താനെയാണെന്നത്. അയാൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ പല പെൺകുട്ടികളെയും കാണാതെയായി. സ്ത്രീകളെ അയാൾ പല രീതിയിലും ഉപയോഗിച്ചതിന് ശേഷം കൊന്നുതള്ളി. ഈ നാടിനെ ഈ ഗതി വരാൻ കാരണം അയാളായതുകൊണ്ട് ഞാൻ ഈ തിരുവസ്ത്രം അണിഞ്ഞു. ഈ നാടിനെ രക്ഷിക്കണം, അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ ഈ നാടിനെ ചതിക്കാൻ വന്നവനല്ല ഞാൻ. ഇത് കേട്ട ശിവ ചോദിച്ചു, ഇത്രയും നാളും ഞങ്ങൾ കേട്ടത് ഡൊമിനിക് എന്നൊരു ചെകുത്താനെ കുറിച്ചാണ്. ഇപ്പോൾ പറയുന്ന ഫാദർ ഇഗ്നേഷ്യസ് ആണ് പ്രശ്നമെന്ന്. ഇത് കേട്ട ശരത്ത് ചോദിച്ചു, അച്ചോ, ഞങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടത്? ഫാദർ പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. നിങ്ങളറിയാത്ത പലതും ആ ബംഗ്ലാവിലുണ്ട്. അതൊക്കെ അറിയാവുന്ന ഒരാളെ ഇപ്പോഴുള്ളൂ. അതാരാ? ചിഹ്നം ചോദിച്ചു. നാരായണൻ നമ്പൂതിരി, ഫാദർ പറഞ്ഞു. ശിവ പറഞ്ഞു, നാരായണൻ തിരുമേനി എൻ്റെ മുത്തശ്ശനാണ്. വൈദേഹി താഴേക്ക് ഓടിയെത്തി. അവിടെ അവർ കണ്ടത് ആ മുറി തുറന്നു കിടക്കുന്നതാണ്. താഴെ പേടിച്ചു വിറച്ചു നിൽക്കുന്ന അവരുടെ കൂട്ടുകാരെ കണ്ടപ്പോൾ കാര്യം മനസ്സിലാകാതെ അവൾ നോക്കി. നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. പാത്തു, എന്താടാ? വൈദേഹി ചോദിച്ചു. നമ്മുടെ ഫിറോസ് ആ മുറിയിൽ, പാത്തു പറഞ്ഞു. അവൻ എന്തിനാ മുറിയിൽ പോയത്? വൈദേഹി ചോദിച്ചു. ഇത് കേട്ട ക്രിസ്റ്റി പറഞ്ഞു, അവൻ പോയതല്ല, ആരോ വലിച്ചുകൊണ്ട് പോയതാ. ചേച്ചി പോയപ്പോൾ ചേട്ടന് പേടിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ക്രിസ്റ്റി ചേട്ടൻ ഓരോന്ന് പറഞ്ഞ് കളിയാക്കി. അതിന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആ മുറി തുറന്ന് അകത്ത് കയറിയതാ, കാത്തു പറഞ്ഞു. പെട്ടെന്ന് കറണ്ട് പോയി. ആ സമയം ആരോ വൈദേഹിയെ വരിഞ്ഞു മുറുക്കി. പെട്ടെന്ന് കറണ്ട് വന്നതും അവൾ ചുറ്റും നോക്കി. എന്നാൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ കൂടെ ക്രിസ്റ്റി ഉണ്ടായിരുന്നില്ല. അവർ 3 പേരും പേടിച്ചു വിറച്ചു. ആ മുറിയിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉറക്കെ കേൾക്കാൻ തുടങ്ങി. അവർ 3 പേരും പരസ്പരം കെട്ടിപ്പിടിച്ചു നിന്നു. എന്നാൽ പെട്ടെന്നൊരു രൂപം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അഴുകിയ രൂപം കണ്ടതും അവർ അലറി വിളിച്ചു. പാത്തുവിൻ്റെ കാലുകളിൽ പിടിച്ച് അത് വലിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് പോയി. ബംഗ്ലാവിൻ്റെ ഉള്ളിൽ പല പുകരൂപങ്ങളും പ്രത്യക്ഷപ്പെട്ടു. ആ രൂപം കാത്തുവിനെയും ആ മുറിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി. വൈദേഹി തനിച്ചായി. അവളുടെ ഹൃദയമിടിപ്പ് കൂടുതൽ വേഗതയിലായി. ശബ്ദം പോലും പുറത്തു വരാത്ത അവസ്ഥ. അവൾ സഹായത്തിനായി എല്ലായിടത്തും കണ്ണുകൾ പരതി. നിന്നെ സഹായിക്കാൻ ആരും വരില്ല. എത്ര നാൾ ഞാൻ നിനക്ക് വേണ്ടി കഴിഞ്ഞെന്നറിയാമോ? പതിയെ ആ രൂപത്തിൻ്റെ മുഖം ക്രിസ്റ്റിയുടെ മുഖമായി. അത് വൈദേഹിയുടെ നേരെ നടന്നു വന്നു. നിന്നെ എനിക്ക് വേണം, വീണ്ടും അവന് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. ക്രിസ്റ്റി അവളെ ബലമായി കീഴ്പ്പെടുത്താൻ നോക്കി. എന്നാൽ അവനതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ സമയം അവളുടെ കയ്യിൽ നിന്നും താളിയോല തെറിച്ച് താഴേക്ക് വീണു. അവളെയും അവൻ ആ മുറിയിലാക്കി. ഫാദർ പറഞ്ഞു, എനിക്കറിയാം ശിവ, നിന്റെ മുത്തശ്ശനാണെന്ന്. നിന്റെ മുത്തശ്ശനെ കാണാൻ ഞാൻ പോയിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പ്. ഈ നാടിൻ്റെ ശാപം തീർക്കാൻ വേണ്ടി ഈ മണ്ണിൽ കാലുകുത്തിയവനാ ഞാൻ. നിന്റെ മുത്തച്ഛന് മാത്രമേ എനിക്കിവിടുത്തെ കാര്യങ്ങൾ ഉപദേശം നൽകാൻ കഴിയൂ. അതിന് ആദ്യം ഞാൻ കണ്ടുപിടിക്കേണ്ടത് ഡൊമിനിക്കിനെ ആയിരുന്നു. പെട്ടെന്ന് ശിവ തല പൊത്തിപ്പിടിച്ചു.
ശിവ എന്താടാ? ശരത്ത് ചോദിച്ചു. അവൾ വൈദേഹി, എന്തോ സംഭവിച്ചു, അവൾ അപകടത്തിലാണ്, ശിവ പറഞ്ഞു. ഇത് കേട്ട ഫാദർ പറഞ്ഞു, നമുക്ക് ബംഗ്ലാവിലേക്ക് പോകാൻ, വരൂ. അവർ പുറത്തേക്ക് ഇറങ്ങിയതും ഒരു കാർ ഗേറ്റിന്റെ മുന്നിൽ വന്നു നിന്നു. അച്ഛനും മുത്തച്ഛനും. ശിവ പറഞ്ഞു. അതിൽ നിന്നും അവർ രണ്ടുപേരും പുറത്തേക്കിറങ്ങി പള്ളിയിലേക്ക് വന്നു. അവരെ കണ്ടതും ഫാദർ പറഞ്ഞു, ഞങ്ങൾ ബംഗ്ലാവിലേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു. ഇത് കേട്ട മുത്തശ്ശൻ പറഞ്ഞു, വേണ്ട, ഇപ്പോൾ അകത്ത് കയറൂ. സത്യങ്ങൾ മനസ്സിലാകാതെ ഇവിടെ നിന്നും അവിടേക്ക് പോകുന്നത് മരണത്തിന് തുല്യമാണ്. അതുവരെ നിന്റെ കൂട്ടുകാർക്കൊന്നും സംഭവിക്കില്ല. ഇന്ന് അവനെക്കൊണ്ട് അവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നാളെ രാത്രിയിൽ അവൻ അവരെല്ലാം കൊന്നാൽ പിന്നീട് നാട് ഓർമ്മ മാത്രമാകും. എന്ത് സത്യം മനസ്സിലാക്കാൻ? ശിവ ചോദിച്ചു. ഇത് കേട്ട അച്ഛൻ പറഞ്ഞു, നീ അകത്തേക്ക് വാ, എല്ലാം മുത്തച്ഛൻ പറയും. അവർ അകത്ത് കയറിയതും അയാൾ ശിവയുടെ തലയിൽ തലോടി. മുത്തശ്ശൻ പറഞ്ഞു, ഡൊമിനിക് ഇപ്പോൾ ഒരു പ്രേതമല്ല. ആ ബംഗ്ലാവിലുള്ള ചെകുത്താൻ ഫാദർ ഇഗ്നേഷ്യസ് ആണ്. ഡൊമിനിക് പുനർജനിച്ചു. അത് നീയാണ് മോനെ. മുത്തശ്ശ! ശിവ അത്ഭുതത്തോടെ വിളിച്ചു. മുത്തശ്ശൻ പറഞ്ഞു, അതെ, ഡൊമിനിക് മരിച്ച അന്നേ അവനെ കൊന്നത് ഫാദറാണ്. അവൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവൻ ഫാദറിനെയും കൊന്നു. അവൻ്റെ മരണം എൻ്റെ ഈ കയ്യിൽ കിടന്നായിരുന്നു. അവനെ ആചാരവിധിയോടെ അടക്കം ചെയ്തത് ഞാനാ. പക്ഷേ ഫാദറിൻ്റെ ശരീരം ആ ബംഗ്ലാവിൻ്റെ ഉള്ളിലാ. അത് കണ്ടെത്തി വിധിപ്രകാരം തന്നെ അടക്കം ചെയ്യണം. മുത്തശ്ശൻ ഒന്ന് തെളിച്ചു പറ, ശിവ പറഞ്ഞു. എല്ലാം പറയാം, മുത്തശ്ശൻ പറഞ്ഞു തുടങ്ങി. അയാൾ അവനെ ഭൂതകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനായി അവൻ്റെ കയ്യിൽ ഡൊമിനിക്കിൻ്റെ ഡയറി കൊടുത്തു. അവനത് വായിച്ചു തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പൊരു പ്രഭാതം. കോടമഞ്ഞിനെ വകഞ്ഞു മാറ്റിയൊരു കാർ കാട്ടിലൂടെ പാഞ്ഞ ബംഗ്ലാവിൻ്റെ മുന്നിലെത്തി. കാർ നോക്കി നിന്നതുപോലെ രണ്ടുപേര് അതിൻ്റെ അരികിലേക്ക് ഓടിയെത്തി. കാറിൻ്റെ ഡോർ തുറന്ന് സായിപ്പും ഭാര്യയും പുറത്തിറങ്ങി. പുറകിൽ നിന്നും അവരുടെ മകനും മകളും ഇറങ്ങി. അവൻ്റെ കണ്ണുകളിലെ തിളക്കം അവരെ അത്ഭുതപ്പെടുത്തി. അതുപോലെ ആ സൗന്ദര്യവും. സായിപ്പ് പറഞ്ഞു, കേള, ഇതെൻ്റെ ഭാര്യ എലിസബത്ത്, മകൾ കാതറിൻ, മകൻ ഡൊമിനിക്ക്. ഓർക്കും മലയാളം അറിയോ? കേളൻ ചോദിച്ചു. സായിപ്പ് പറഞ്ഞു, അറിയാം, ഇവരും ഇവിടെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നല്ലതുപോലെ മലയാളം അറിയാം. എലിസ, ഇത് കേളൻ. ഇവിടെ നോക്കാൻ നിൽക്കുന്നത് ഇയാളാണ്. ഇത് മകനാണ്, കുഞ്ഞൻ. നമസ്കാരം, എലിസ പറഞ്ഞു. ഇത് കേട്ട കേളൻ പറഞ്ഞു, അകത്തേക്ക് കയറി വാ, യാത്ര ചെയ്ത് ക്ഷീണം കാണും, നല്ല മഞ്ഞുമുണ്ട്, ജലദോഷം പിടിക്കണ്ട. അവർ അകത്തേക്ക് കയറി. അവർക്ക് കുടിക്കാൻ കുഞ്ഞൻ ചായയുമായി വന്നു. ചായ കുടിക്ക് ശേഷം അവർ മുകളിലേക്ക് പോയി. ഡൊമിനിക്ക് മുറിയിലെത്തിയതും അവൻ്റെ ക്യാമറയിൽ പതിഞ്ഞ ഫോട്ടോ എടുത്തു നോക്കി. അതിസുന്ദരിയായൊരു പെൺകുട്ടി. അവളുടെ ചുവന്ന മൂക്കുത്തി അവൻ്റെ മനസ്സിൽ പുതിയൊരു താളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. രാവിലെ എല്ലാവരും ഫ്രഷായി കഴിക്കാനായി വന്നിരുന്നു. കഴിക്കുന്നതിന് മുമ്പ് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുഞ്ഞനും കേളനും അവരുടെ പ്രവൃത്തി നോക്കി നിന്നു. കുഞ്ഞൻ്റെ കണ്ണു മുഴുവനും ഡൊമിനിക്കിലായിരുന്നു. ആഹാരം കഴിച്ചതിന് ശേഷം കുഞ്ഞൻ ഡൊമിനിക്കിൻ്റെ അടുത്തേക്ക് വന്നു. ഡൊമിനിക്ക് ബംഗ്ലാവിന് പുറകിലുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോ എടുക്കുകയായിരുന്നു. എന്താ കുഞ്ഞാ, നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അത് ഏമാൻ്റെ ഈ കണ്ണിടയ്ക്ക് തിളങ്ങുന്നത് കാണാൻ തന്നെ എന്ത് ചേല. കുഞ്ഞനെന്നെ ഏമാനെന്നൊന്നും വിളിക്കണ്ട, ഡൊമിനിക്കെന്ന് വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ മലയാളമൊക്കെ എവിടെ നിന്ന് പഠിച്ചു? ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് വർഷങ്ങളായി. ശരിക്കും പപ്പയുടെ അമ്മ മലയാളിയാ. കുഞ്ഞാ, വരുന്ന വഴിക്ക് മുകളിലൊരു കാടില്ലേ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? അയ്യോ, അത് വേണ്ട, ഒരുപാട് മൃഗങ്ങളുള്ളതാ. മാത്രമല്ല അപ്പം അറിഞ്ഞാൽ വഴക്ക് പറയും. ഒന്നും പറയില്ല. കാട്ടിൽ താമസിക്കുന്ന നിനക്കാണോ കുഞ്ഞാ മൃഗങ്ങളെ പേടി? നീ ഉണ്ടെങ്കിൽ പപ്പ എന്നെയും വിടും. അപ്പോൾ നിന്റെ അപ്പനൊന്നും മറുത്തു പറയാനും പറ്റില്ല. ഡൊമിനിക്ക് പറഞ്ഞതുപോലെ അവർ അനുവാദം ചോദിച്ച് കാട്ടിലേക്ക് നടന്നു. പള്ളിയുടെ അടുത്തെത്തിയപ്പോൾ അവിടെ ഒരു യുവാവ് നിൽക്കുന്നത് കണ്ടു. കുഞ്ഞൻ ചോദിച്ചു, ആരാ? ഞാൻ ഇഗ്നേഷ്യസ്, ഈ പള്ളിയിലേക്ക് വന്ന പുതിയ ഫാദറാണ്. അയ്യോ അച്ചോ, അറിഞ്ഞില്ല, വരൂ. ഇത് കേട്ട ഫാദർ പറഞ്ഞു, അല്ല, നിങ്ങൾ എങ്ങോട്ടോ പോകുകയായിരുന്നല്ലോ, തിരികെ ഇനി പോകണ്ട. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ വരാം. കുഞ്ഞൻ പറഞ്ഞു, അല്ല അച്ചോ, ഈ സാധനങ്ങൾ ഭാരമല്ലേ? ഫാദർ പറഞ്ഞു, ഇല്ല, നിങ്ങൾ വരൂ. അല്ല, കൂടെയുള്ള ആളുടെ പേരെന്താ? ഞാൻ ഡൊമിനിക്ക്. എൻ്റെ പപ്പയാണ് ഈ പള്ളി പണിതത്. ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയതാ. എനിക്കും ഈ കാട് ചുറ്റിക്കാണാൻ നല്ല ആഗ്രഹമുള്ള കൂട്ടത്തിലാ, ഫാദറും പറഞ്ഞു. ഇത് കേട്ട കുഞ്ഞൻ പറഞ്ഞു, അതിനെന്താച്ചോ, എല്ലായിടവും ഞാൻ കാണിച്ചു തരാം. അവർ കാട്ടിലെത്തിയതും ഡൊമിനിക്ക് ഫോട്ടോ എടുക്കാനായി തുടങ്ങി. പക്ഷെ അവൻ്റെ തിളങ്ങുന്ന കണ്ണുകൾ ചുമന്ന മൂക്കുത്തിയെ തിരഞ്ഞു. അവൻ നടന്ന് നടന്ന് ഒരു നാഗപ്രതിഷ്ഠയുള്ള ഭാഗത്തേക്ക് വന്നു. അവൻ നോക്കിയപ്പോൾ ആ പെൺകുട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. അവൾ പോലും അറിയാതെ വീണ്ടും അവളുടെ ഫോട്ടോ അതിൽ പകർത്തി. പെട്ടെന്ന് കാല് തന്നെ ഡൊമിനിക്ക് താഴെ വീണു. അത് കണ്ടതും അവൾ പേടിച്ച് പിന്നിലേക്ക് മാറി. ആരാ? ഞാൻ ഡൊമിനിക്ക്, ബംഗ്ലാവിൻ്റെ. ഓ, മനസ്സിലായി. എന്താ ഇവിടെ? അല്ല, മലയാളം. അതൊക്കെ അറിയാം. ഞാനൊരു ഫോട്ടോ എടുക്കാൻ വന്നതാ. എന്നിട്ട് എടുത്തോ? ഒരുപാടെടുത്തു. എന്താ തൻ്റെ പേര്? ചിരിത. നല്ല പേര് കേട്ടോ. അവർ സംസാരിച്ച് നിന്നതും മഴ പെയ്യാൻ തുടങ്ങി. അയ്യോ മഴ, സാറ് വാ, ആ പാറയുടെ അടിയിലിരിക്കാം. അവരോടി പാറയുടെ അടിയിലേക്ക് ഇരുന്നു. പിന്നെ എന്നെ സാറേന്ന് വിളിക്കണമെന്നില്ല. നിനക്ക് വിരോധമില്ലെങ്കിൽ ഡൊമിനിക്കെന്ന് വിളിച്ചോളൂ. ഇതെന്താ കണ്ണുകൾ ഇങ്ങനെ തിളങ്ങുന്നേ? ഞാൻ ജനിച്ചപ്പോൾ മുതൽ അങ്ങനെയാ, കാരണമൊന്നും അറിയില്ല. നല്ല ചേലുണ്ട് കാണാൻ. തന്നെയും. എന്താ? തൻ്റെ മൂക്കുത്തി കാണാൻ നല്ല ഭംഗിയുണ്ട്.
ഇവിടെ കാടിൻ്റെ ഉള്ളിൽ കിട്ടുന്ന കല്ല ഇത്. കൊള്ളാം, താൻ മുകളിൽ കാട്ടിലല്ലേ, ഇപ്പോൾ ഇവിടെ? ഞാൻ ഇടയ്ക്ക് വരും പ്രാർത്ഥിക്കാൻ. നാളെ വരുമോ? വരും. ഈ സമയത്തോ? അതെ. എങ്കിൽ ഞാനും വരാൻ കേട്ടോ. എന്തിന്? തന്നെ കാണാൻ. തന്നോടൊരു കാര്യം പറയാനുണ്ട്. പറ. എനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. പേടിക്കണ്ട, പപ്പയ്ക്ക് എൻ്റെ തീരുമാനങ്ങൾ ഇഷ്ടമാണ്. തന്നെയും. ഇപ്പം മറുപടി പറയണ്ട, നാളെ ഞാൻ വരും, അപ്പോൾ പറഞ്ഞാൽ മതി. മഴ മാറി വാ, പോകാം. അവർ അവിടെ നിന്നും ഇറങ്ങി വന്നത് മൂന്നാമതൊരാളും കൂടി കാണുന്നുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകളിൽ തൻ്റെ ഇരയെ കണ്ട വേട്ടക്കാരൻ്റെ ക്രൂരമായ ചിരി വിടർന്നു. തനിക്കൊപ്പം വന്ന ഫാദറിനെയും ഡൊമിനിക്കിനെയും കാണാതെ കുഞ്ഞൻ അവിടെ മുഴുവനും തിരിഞ്ഞു നടന്നു. ഇടയ്ക്ക് അവരെ പേരെടുത്ത് വിളിക്കുന്നുമുണ്ട്. പെട്ടെന്നാണ് ഡൊമിനിക്ക് വിളി കേട്ടത്. കുഞ്ഞാ, ഞാനിവിടെയുണ്ട്. കുഞ്ഞൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. ഡൊമിനിക്ക് ക്യാമറയും കഴുത്തിലിട്ട് ചുറ്റുമുള്ള ഇലകൾ കൈകൊണ്ട് വകഞ്ഞു മാറ്റി കുഞ്ഞൻ്റെ അരികിൽ വന്നു. നല്ലയാളാ. ഞാൻ എവിടേക്ക് നോക്കിയെന്നോ? ഞാൻ ഫോട്ടോ എടുക്കാൻ അങ്ങോട്ടൊന്ന് പോയതാ. അല്ല, ഫാദർ എവിടെ? ഞാൻ കാര്യം പറഞ്ഞ് മുന്നോട്ട് നടന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നിങ്ങൾ രണ്ടുപേരും എൻ്റെ പിന്നിലില്ല. അപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ തപ്പി നടക്കാം. ഒരാളെ കിട്ടി. ഇനി ഫാദർ എവിടെയാണോ എന്തോ. ഞാൻ എവിടെയുണ്ട് കുഞ്ഞാ? ഫാദർ ദൂരെ നിന്ന് നടന്നു വരുന്നത് അവർ കണ്ടു. കുഞ്ഞൻ ചോദിച്ചു, അല്ല, ഫാദർ ഇത് എവിടെ പോയി? നല്ല സ്ഥലം. പെട്ടെന്ന് കാഴ്ച കണ്ട് ഞാൻ അങ്ങോട്ട് പോയി. അത് കേട്ട കുഞ്ഞൻ പറഞ്ഞു, നല്ല സ്ഥലം തന്നെയാ. വല്ല മൃഗങ്ങളും കണ്ടാൽ നമ്മുടെ കഥ കഴിയും. നിങ്ങൾ വാ. കുഞ്ഞൻ അവരെയും കൂട്ടി ബംഗ്ലാവിലേക്ക് നടന്നു. ബംഗ്ലാവിലെത്തി എല്ലാവരും ഫാദറിനെ പരിചയപ്പെട്ടു. സായിപ്പ് പറഞ്ഞു, കുഞ്ഞാ, ഫാദറിന് മുറി ഒരുക്കണം. പിന്നെ നാളെ പള്ളിയിലൊന്ന് കൊണ്ടുപോകണം. പിന്നെ നല്ലൊരു ദിവസം നോക്കി പള്ളിയിൽ നമുക്ക് പ്രാർത്ഥന തുടങ്ങാം. എന്താ ഫാദർ? അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ കുഞ്ഞൻ ഫാദറിന് വേണ്ടി മുറി ഒരുക്കി നൽകി. ഫാദറിൻ്റെ അഭിപ്രായപ്രകാരം താഴെ ഒരു മുറിയാണ് ഫാദറിന് വേണ്ടി ഒരുക്കിയത്. വൈകുന്നേരം ഡൊമിനിക്ക് ഫാദറിൻ്റെ മുറിയിലേക്ക് ചെന്നു. ആ, ഡൊമിനിക്ക് വരൂ. എന്താ ജോലിയാ? കുഞ്ഞനോട് പറഞ്ഞിരുന്നെങ്കിൽ അവനിതൊക്കെ ചെയ്യുമായിരുന്നല്ലോ. ഏയ്, അത്രയ്ക്ക് പണിയൊന്നുമില്ല. എൻ്റെ കുറച്ച് വസ്ത്രവും മറ്റും ഷെൽഫിൽ വയ്ക്കണം. പെട്ടെന്നാണ് ഡൊമിനിക്കിൻ്റെ കണ്ണുകൾ താഴെ കൂട്ടിവെച്ചിരുന്ന പണിസാധനത്തിലേക്ക് നീണ്ടത്. അല്ല, ഇതെന്താ ഫാദർ? ഡൊമിനിക്കിൻ്റെ ചോദ്യത്തിൽ ഒരു നിമിഷം അദ്ദേഹം പകച്ചു നിന്നുപോയി. അത് വണ്ടിയിൽ കുറച്ച് തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവർ മറന്നു വെച്ചതാ. വണ്ടിക്കാരനോട് ഞാൻ പറഞ്ഞിരുന്നു അവർ തിരക്കി വന്നാൽ ഇവിടേക്ക് വരാൻ. എന്നാൽ ഫാദറിൻ്റെ ജോലി നടക്കട്ടെ. ഡൊമിനിക്ക് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഡൊമിനിക്ക് മുറി വിട്ടുപോയതും ഫാദർ അവനെ തന്നെ നോക്കി നിന്നു. പിറ്റേന്നും അവൻ ചിരിതയെ കാണാൻ വേണ്ടി കാട് കയറി ആ സ്ഥലത്ത് പോയിരുന്നു. എന്നാൽ ചിരിത വന്നിരുന്നില്ല. അന്നെന്നല്ല, പിന്നീട് ചിരിത അവിടേക്ക് വന്നിട്ടേയില്ല. എങ്കിലും ഡൊമിനിക്ക് എന്നും അതേ സമയത്ത് അവളെ കാണാൻ വേണ്ടി അവിടേക്ക് പോകും. ഇതിനിടയിൽ പള്ളിയും തുറന്ന് പ്രാർത്ഥനയും മറ്റും ആരംഭിച്ചു. ഓരോ ദിവസം കടന്നു പോകുന്തോറും ഖാദറിൻ്റെ പെരുമാറ്റം മാറിക്കൊണ്ടേയിരുന്നു. ആദ്യമൊന്നും ആരും അവളുടെ മാറ്റത്തെ കാര്യമാക്കിയില്ല. എന്നാൽ പോകെ പോകെ അവളുടെ പെരുമാറ്റം പഴയതിലും മോശമായി തുടങ്ങി. ആരോടും മിണ്ടില്ല, പള്ളിയിൽ പോകില്ല, കർത്താവിൻ്റെ മുഖം കാണുമ്പോൾ മുഖം വെട്ടിച്ചു കളയും. ഇതേ സമയം തന്നെ ഡൊമിനിക്ക് രാത്രികാലങ്ങളിൽ ഫാദറിൻ്റെ മുറിയിൽ നിന്നും പല ശബ്ദങ്ങളും കേട്ടു തുടങ്ങി. പക്ഷേ പകൽ മുറിയിൽ കയറുമ്പോൾ പ്രത്യേകിച്ചൊന്നും കേൾക്കുകയോ കാണുകയോ ഉണ്ടാവില്ല. ദിവസങ്ങൾ കടന്നുപോയി. പതിവ് പോലെ ഡൊമിനിക്ക് ചിരിതയ്ക്ക് വേണ്ടി അവരുടെ മാത്രമായ സ്ഥലത്ത് കാത്തിരുന്നു. ഇത്തവണ ചിരിത അവിടേക്ക് വന്നിരുന്നു. അവളെ കണ്ടതും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം സന്തോഷം അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു. എന്നാൽ അവൾ അരികിൽ വന്നതും ഡൊമിനിക്ക് മുഖം ഗൗരവത്തിലാക്കി. എത്ര ദിവസമായി ഞാനിവിടെ കാത്തിരിക്കുന്നെന്നറിയാവോ? എന്തേ വരാതിരുന്നേ? അവൻ്റെ മനസ്സിലെ പരിഭവം ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു. അപ്പൻ, എൻ്റെ അപ്പൻ മരിച്ചു. ഇടറിയ വാക്കുകൾ മുഴുവിപ്പിക്കാനാവാതെ അവൾ പൊട്ടിക്കരഞ്ഞുപോയി. ഡൊമിനിക്ക് എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് നടന്നു. അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു. എങ്കിലും അവളെ അവൻ നെഞ്ചോട് ചേർത്ത് നിർത്തി. കരയരുത്. മനുഷ്യനായി പിറന്നാൽ മരണം അനിവാര്യമാണ്. ഈ നമ്മളും മരിക്കില്ലേ? എനിക്ക് അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കായി. ആരുമില്ലെന്ന് ആരാ പറഞ്ഞ്? നിനക്ക് ഞാനില്ലേ, എനിക്ക് നീയും. തമാശയല്ല. ഈ ജന്മം താനല്ലാതെ മറ്റാരും ഈ നെഞ്ചിലുണ്ടാവില്ല. അത്രയ്ക്ക് ജീവന എനിക്ക് നിന്നെ. ഡൊമിനിക്ക് അവളെ ഒന്നുകൂടി ചേർത്ത് നിർത്തി. പിന്നീട് ഓരോ ദിവസങ്ങളും അവരുടേത് മാത്രമായിരുന്നു. അവർ പരസ്പരം സ്നേഹിച്ചു. എന്നാൽ ഒരിക്കൽ പോലും അവരുടെ ആ പ്രണയം അതിര് കടന്നു പോയിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവിടെ പല പെൺകുട്ടികളെയും കാണാതാവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി കാതറിൻ ഫാദറിൻ്റെ മുറിയിലേക്ക് പോകുന്നത് ഡൊമിനിക്ക് കണ്ടു. എന്നാൽ അവളറിയാതെ അവൻ അവളെ പിന്തുടർന്നു. ഫാദറിൻ്റെ മുറിയിലേക്ക് അവൾ കയറി അവിടെ ഒരു മൂലയിലായി ഉണ്ടായിരുന്ന ഷെൽഫിനരികിലേക്ക് നടന്നു. അവൾ അവിടെ എത്തിയതും ഒന്ന് തിരിഞ്ഞു നോക്കി. ഡൊമിനിക്ക് അത് മനസ്സിലാക്കിയതുപോലെ തന്നെ അലമാരയുടെ പിന്നിലേക്ക് ഒളിച്ചു. കാതറിൻ ആ ഷെൽഫ് വലിച്ചു നീക്കി. അവിടെ ഒരു വാതിൽ പ്രത്യക്ഷപ്പെട്ടു. ആരുടെയോ പ്രേരണ പോലെ അവൾ മുന്നോട്ട് നടന്നു. അവളുടെ പിന്നാലെ ഡൊമിനിക്കും. ഒരു ഗുഹ പോലെയായിരുന്നു ആ വഴി. എന്നാൽ ആ വഴി അവസാനിച്ചത് ഒരു വിശാലമായ മുറിയുടെ മുന്നിലായാണ്. അവിടെ നിന്നും രക്തത്തിൻ്റെ രൂക്ഷഗന്ധം നാസികയിലേക്ക് കടന്നു വരുന്നത് ഡൊമിനിക്ക് അറിഞ്ഞു. കാതറിൻ അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ കയറി കിടന്നു. ഡൊമിനിക്ക് ചുറ്റും നോക്കി. ചുവരിൽ കർത്താവിൻ്റെ രൂപം വളരെ വികൃതമായി വരച്ചിരിക്കുന്നു. കുരിശ് തലകീഴായി തൂക്കിയിരിക്കുന്നു. ചുമരിൽ ഒരു സ്റ്റാർ ഉണ്ട്. ബൈബിൾ ആരോ ചവിട്ടി അരച്ചതുപോലെ നിലത്ത് കിടക്കുന്നു.
പെട്ടെന്നാണ് ഇരുട്ടിൽ നിന്നും ആരോ നടന്നു വരുന്നത് അവൻ കണ്ടത്. നോക്കിയപ്പോൾ കയ്യിൽ കത്തിയുമായി നടന്നു വരുന്ന ഫാദർ. അയാൾ അവർക്ക് അരികിലെത്തി കത്തി അവളുടെ ദേഹത്തിലൂടെ ഒന്ന് ഓടിച്ചുകൊണ്ട് കഴുത്തിലെത്തിച്ചതും ഡൊമിനിക്ക് അലറിക്കൊണ്ട് ഫാദറിന് നേരെ തിരിഞ്ഞു. ഡൊമിനിക്കിനെ കണ്ട ഫാദർ ഒന്ന് പതറിയെങ്കിലും അവനെയും അയാൾ നേരിട്ടു. രണ്ടുപേരും വലിയൊരു പോരാട്ടം തന്നെയായിരുന്നു. ഒടുവിൽ ഫാദർ ഡൊമിനിക്കിൻ്റെ കൈകളും കാലുകളും ബന്ധിച്ച് നിലത്തേക്ക് കിടത്തി. ഇന്ന് അമാവാസിയാണ്. എനിക്കെൻ്റെ സാത്താനെ നരബലിയിലൂടെ പ്രീതിപ്പെടുത്തണം. ഇന്ന് നിന്റെ ചോര ഇവിടെ വീഴാൻ പാടില്ല. നിനക്കെന്നല്ല ഒരു ശക്തിക്കും എന്നെ തടയാൻ കഴിയില്ല ഡൊമിനിക്. അയാൾ ഡൊമിനിക്കിനെ നോക്കി കാതറിൻ്റെ അരികിലേക്ക് നടന്നു. അവളുടെ ഇരു കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ ആരുടെയോ പ്രേരണ പോലെ തന്നെ അനങ്ങാതെ അങ്ങനെ കിടന്നു. ഫാദർ പ്രാർത്ഥനകൾ ചൊല്ലിയ ശേഷം കത്തി അവളുടെ കഴുത്തിലമർത്തി. അവളുടെ കഴുത്തിൽ നിന്നും തെറിച്ച ചോരത്തുള്ളികൾ അവിടെയാകെ ചിതറിത്തെറിച്ചു. ഇതെല്ലാം കണ്ട ഡൊമിനിക്ക് അലറിക്കരഞ്ഞു. എന്നാൽ അവൻ്റെ ആ ശബ്ദം 4 ചുവരുകൾക്കുള്ളിൽ തന്നെ തങ്ങി നിന്നു. കണ്ണുകൾ കണ്ണുനീരിൽ മൂടുമ്പോഴും അവൻ കണ്ടു തൻ്റെ പെങ്ങളുടെ ജഡം തോളിലേറ്റി നടന്നകലുന്ന ഫാദറിനെ. പിന്നീട് ആരും ഡൊമിനിക്കിനെയോ കാതറിനെയോ കണ്ടില്ല. ഫാദർ ഡൊമിനിക്ക് ഒരു സാത്താൻ സേവകനാണെന്ന് വരുത്തി തീർത്തു. സ്വന്തം പെങ്ങളെയും മറ്റു പെൺകുട്ടികളെയും കൊല്ലുന്നത് അവനാണെന്ന് തീർത്തു പറഞ്ഞു. നാട്ടുകാരും വീട്ടുകാരും അതെല്ലാം വിശ്വസിച്ചു. എന്നാൽ കുഞ്ഞനും ചിരിതയും അത് വിശ്വസിച്ചില്ല. അവരുടെ ഡൊമിനിക്ക് അങ്ങനെയല്ലെന്ന് അവർക്കറിയാമായിരുന്നു. ഒരു ചുവരിനപ്പുറം ആ ബംഗ്ലാവിൽ അവനുള്ളത് ആരും അറിഞ്ഞില്ല. ഫാദർ പിന്നെയും പല പെൺകുട്ടികളെയും അവിടെ വെച്ച് ബലി നൽകി. പലരെയും അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ ബലം പ്രയോഗിച്ച് സ്വന്തമാക്കി. ശേഷം അവരെ കൊന്നുകളഞ്ഞു. എല്ലാത്തിനും സാക്ഷിയായി അവനും. ഈ ഡയറിയിൽ ഇത്രയേ ഉള്ളൂ മുത്തശ്ശ, ശിവ പറഞ്ഞു. നാരായണൻ പറഞ്ഞു, അതെ, അതിലത്രയും മാത്രമേ ഉള്ളൂ. പോളിനറിയാവുന്ന കാര്യങ്ങളാണത്. ഇനി ബാക്കി കഥ പറയേണ്ടത് കുഞ്ഞനാണ്. ശരത്ത് പറഞ്ഞു, അയാൾക്ക് കൂടുതലൊന്നും അറിയില്ല. അയാൾ തന്നെ ഞങ്ങളോട് പറഞ്ഞതാ. ഇത് കേട്ട ഫാദർ പറഞ്ഞു, അല്ല, അയാൾക്ക് അതിൽ കൂടുതൽ അറിയാം. അയാളാണ് എന്നോട് കഥകൾ പറഞ്ഞത്. അയാൾ പറഞ്ഞതത്രയും ഞാൻ പറയാം. ബാക്കി അറിയണമെങ്കിൽ നമ്മൾക്ക് ആ താളിയോല കെട്ടണം. ഇത് കേട്ട ചിന്നൻ പറഞ്ഞു, എങ്കിൽ ഫാദറിനറിയാവുന്ന കാര്യം പറ. അറയ്ക്കുള്ളിൽ ആരോടും മിണ്ടാൻ പോലും കഴിയാതെ ചോരയുടെ മണം ശ്വസിച്ച് അവനതിൽ കഴിഞ്ഞുകൂടി. ഒരു ദിവസം ഫാദറിൻ്റെ മുറിയിൽ നിന്നും ശബ്ദം കേട്ട കുഞ്ഞൻ അതിൽ കയറി നോക്കി. എന്നാൽ ഒന്നും തന്നെ കാണാൻ കഴിയാതെ തിരിച്ചിറങ്ങാൻ നോക്കിയതും ആരോ അകത്തു നിന്നും നിലത്തടിക്കുന്ന ശബ്ദം വീണ്ടും ഉറക്കെ കേട്ടു. അവൻ അവിടെയെല്ലാം ചെവി കോർത്തു. പതിയെ ഓരോ മൂലയിലും അവൻ വാതിലിന് വേണ്ടി പരതി. അവസാനം അവൻ ആ വാതിൽ കണ്ടുപിടിച്ചു. അവൻ അത് തുറന്ന് അകത്തേക്ക് കയറി. അവൻ പതിയെ മുന്നോട്ട് നടന്നു. ആദ്യമായാണ് അവൻ ആ മുറി കാണുന്നത്. അവൻ അകത്തേക്ക് കയറുന്തോറും രക്തത്തിൻ്റെ രൂക്ഷഗന്ധം അവൻ്റെ മനം മടുപ്പിച്ചു. കുറച്ചുകൂടി മുൻപോട്ട് നടന്നതും നിലത്ത് അവശനായി കിടക്കുന്ന ഡൊമിനിക്കിനെ അവൻ കണ്ടു. ഓടിച്ചെന്നവൻ ഡൊമിനിക്കിനെ തൻ്റെ മടിയിൽ കിടത്തി. അവന് കുഞ്ഞനെ കണ്ട് ഒരുപാട് സന്തോഷമായി. കുഞ്ഞൻ അവൻ്റെ ക്ഷീണം മാറിയതും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി. നിന്നെ നാട്ടുകാർ കണ്ടാൽ അപകടമാണ്. അവരുടെ കണ്ണിൽ എല്ലാത്തിനും കാരണക്കാരൻ നീയാ. അറിയാം, അയാൾ ആ ഫാദർ. അയാൾ രക്ഷപ്പെടാൻ പാടില്ല. കൊല്ലണം അയാളെ. അയാളുടെ അടുത്ത ഇര അങ്ങനെയാണെങ്കിൽ ചിരിതയായിരിക്കും. കാരണം അയാൾ എന്നോട് നീ പറഞ്ഞെന്ന് പറഞ്ഞ് ചിരിതയോട് കാട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. നീ തെറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഫാദർ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു. ഇതിലെന്തോ ചതിയുണ്ട്. ഇവിടെ ബംഗ്ലാവിന് ചുറ്റും ഇപ്പോൾ ആരുമില്ല. ഇവിടെ ഉള്ളവരും പുറത്തു പോയിരിക്കുകയാണ്. നീ എത്രയും വേഗം ചിരിതയുടെ അടുത്തെത്തണം. ഞാൻ ഈ വിവരം എല്ലാവരെയും അറിയിച്ചിട്ട് വരാം. കുഞ്ഞൻ്റെ വാക്കുകൾ അവൻ്റെ മനസ്സിന് പുതിയ ഉണർവ് നൽകി. തൻ്റെ സഹോദരി കൊല്ലപ്പെട്ടതുപോലെ തൻ്റെ പ്രണയം കൂടി നഷ്ടപ്പെടുത്താൻ സാധിക്കില്ലായിരുന്നു. അവൻ ചിരിതയെ രക്ഷിക്കാൻ കാട്ടിലേക്ക് പോയി. ചിരിത അവനെയും കാത്ത് നാഗപ്രതിഷ്ഠയുടെ അരികിൽ കാത്തു നിന്നു. പക്ഷെ അവിടേക്ക് വന്നത് ഡൊമിനിക്കായിരുന്നില്ല. ഡൊമിനിക്കിനെ കാത്തു നിൽക്കുകയാണോ? അതെ, കുഞ്ഞനെല്ലാം പറഞ്ഞിരുന്നു. ഒരുപാട് നന്ദിയുണ്ടച്ചോ. അവൻ വരില്ല. അവൻ്റെ പേരിൽ നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് ഞാനാണ്. എന്തിനാണെന്ന് നിനക്കറിയണ്ടേ? ആദ്യം തന്നെ നിന്നെ കണ്ടപ്പോൾ ഞാൻ നോട്ടമിട്ടതാ പെണ്ണെ. പക്ഷെ ഡൊമിനിക്ക് അവനുള്ളപ്പോൾ ഒന്നിനും എനിക്ക് കഴിയില്ലായിരുന്നു. അരുത്, ഇങ്ങനെയൊന്നും അച്ഛൻ പറയാൻ പാടില്ല. തെറ്റാണത്. ചിരുത പേടിയോടെ ചുറ്റും നോക്കി. എന്ത് തെറ്റ്? ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആരാധനാമൂർത്തി സാത്താനാണ്. അവിടെ തെറ്റില്ല. എല്ലാം ശരി മാത്രം. നിന്നെ ഞാൻ സ്വന്തമാക്കും. അയാൾ ചിരിതയുടെ നേർക്ക് നടന്നു നീങ്ങി. എന്നാൽ അവൾ അയാളെ എതിർത്തുകൊണ്ടേയിരുന്നു. അവരുടെ പിടിവലിയിൽ അവളുടെ ചുവന്ന മൂക്കുത്തി തെറിച്ച് പാറയുടെ അകത്തേക്ക് വീണു. അവളെ അയാൾ ഒരുപാട് ഉപദ്രവിച്ചു. എന്നിട്ടും അവൾ അയാളെ തള്ളിമാറ്റിയിട്ട് പ്രാണരക്ഷാർത്ഥം ഓടി. എത്ര ഓടിയിട്ടും അവൾക്ക് അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവസാനം അയാൾ തൻ്റെ ബലം ഉപയോഗിച്ച് തന്നെ അവളെ കീഴ്പ്പെടുത്തി. നിലത്ത് വീണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ചിരിതയുടെ ശരീരത്തിലേക്ക് അയാൾ ഒന്നുകൂടി അമർന്നു. സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അയാൾ അവശനായി അവളിൽ നിന്നും അടർന്നു മാറി. അവളുടെ വസ്ത്രങ്ങൾ അവളുടെ ശരീരത്തിലേക്ക് തന്നെ എറിഞ്ഞു. എന്നാൽ അയാളുടെ കണ്ണുകളിൽ അപ്പോഴും ക്രൂരത നിറഞ്ഞിരുന്നു. അയാൾക്കരികിലുണ്ടായിരുന്ന കൂർത്ത മരത്തിൻ്റെ ഭാഗം കൊണ്ട് അയാൾ അവളുടെ വയറിൽ ആഞ്ഞുകുത്തി. ഡാ! അവസാനം കണ്ണുകൾ അടയുമ്പോൾ തൻ്റെ അരികിലേക്ക് ഓടി വരുന്ന ഡൊമിനിക്കിനെയും അവൻ്റെ കണ്ണുകളെയും കണ്ട് അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു. അലറി വിളിച്ചവൻ അവളുടെ ശരീരത്തിന് മുന്നിലിരുന്നു.
എന്നിട്ട് ചുവന്ന കണ്ണുകളോടെ ഫാദറിനെ നോക്കി. പിന്നീട് കയ്യിൽ കിട്ടിയ ഓരോന്നും കൊണ്ട് അവൻ അയാളെ ഉപദ്രവിച്ചു. എന്നാൽ ഫാദർ തൻ്റെ കയ്യിലിരുന്ന കമ്പ് ഉപയോഗിച്ച് അവൻ്റെ വയറ്റിലും കുത്തി. എങ്കിലും അവൻ തളരാതെ അതേ കമ്പിന് തന്നെ അയാളെയും കുത്തി. കുത്തിയതും ഡൊമിനിക്ക് നിൽക്കാൻ ശേഷിയില്ലാതെ താഴേക്ക് വീണു. കുത്തുകൊണ്ട ഫാദർ അവിടെ നിന്നും പതിയെ നടന്നു പോകുന്നത് അവൻ മങ്ങിയ കണ്ണുകൾ കൊണ്ട് കണ്ടു. ഡൊമിനിക്ക് മരിക്കുമെന്ന് ഉറപ്പായതോടെ ചിരിതയുടെ അരികിൽ വന്നു കിടന്നു. അവളുടെ നെറുകയിൽ ഒരു ചുംബനം നൽകി. ആദ്യമായി അവൻ അവൾക്ക് നൽകിയ ചുംബനം. ഉടൻ അവൻ്റെ കണ്ണുകളും പതിയെ അടഞ്ഞു. എല്ലാവരും വന്നു നോക്കിയപ്പോൾ കാണുന്നത് ജീവനറ്റ ചിരിതയെയും ഡൊമിനിക്കിനെയുമായിരുന്നു. അപ്പോൾ ഫാദർ ഇഗ്നേഷ്യസ് മരിച്ചു എന്നുള്ളതിന് എന്താ ഉറപ്പ്? ശിവ ചോദിച്ചു. നാരായണൻ പറഞ്ഞു, പറയാം. ഡൊമിനിക്കിൻ്റെയും ചിരിതയുടെയും മരണം എല്ലാവരിലും വലിയ ആഘാതം തന്നെ ഉണ്ടാക്കി. സായിപ്പ് തൻ്റെ മകനെയും മകൻ പ്രണയിച്ച പെൺകുട്ടിയെയും അവർ സ്ഥിരം കാണാറുണ്ടായിരുന്ന ആ സ്ഥലത്ത് തന്നെ അടക്കം ചെയ്തു. എന്നാൽ ഡൊമിനിക്കിൻ്റെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞു നടന്നു. പിന്നീട് ഞാൻ തന്നെ പൂജ ചെയ്ത് ഡൊമിനിക്കിൻ്റെ ആത്മാവിന് മോക്ഷം നേടിക്കൊടുത്തു. എന്നാൽ അന്ന് ഡൊമിനിക്കിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ്റെ പ്രണയവും പ്രതികാരവും സാക്ഷാത്കരിക്കാൻ അവൻ വീണ്ടും പുനർജനിക്കുമെന്ന്. അതിനവൻ എന്നോട് ആവശ്യപ്പെട്ടത് എൻ്റെ കുടുംബമായിരുന്നു. പിന്നീട് ഞങ്ങൾ ആ തിളങ്ങുന്ന കണ്ണുകൾക്ക് വേണ്ടി കാത്തിരുന്നു. ആ സമയങ്ങളിലാണ് ഇവിടെ ബംഗ്ലാവിൽ അസ്വാഭാവികമായി ഓരോ കാര്യങ്ങളും നടക്കാൻ തുടങ്ങിയത്. എനിക്ക് വരാൻ കഴിയാത്ത സാഹചര്യമായതിനാൽ എൻ്റെ ശിഷ്യനാണ് അന്ന് ഇവിടെ വന്നത്. ഇവിടെ വന്ന് അവൻ അറിഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളായിരുന്നു. ഫാദറിൻ്റെ ആത്മാവ് ആ ബംഗ്ലാവിൽ തന്നെ ഉണ്ടായിരുന്നു. താൻ മരിക്കുമെന്ന് സ്വയം മനസ്സിലാക്കിയ ഫാദർ അവിടെ നിന്നും തൻ്റെ ആത്മാവിനെ ഉയർത്താൻ സാധിക്കുന്ന ഒരിടത്തേക്ക് മറഞ്ഞു. തൻ്റെ ശരീരം ഒരിക്കലും ആർക്കും കിട്ടാൻ പാടില്ലെന്ന് അയാൾ തീരുമാനിച്ചിരുന്നു. ഫാദർ മാത്രമല്ല, കാതറിനും ഒരു ദുഷ്ട ആത്മാവായി അവിടെ ആ ബംഗ്ലാവിൽ തന്നെയുണ്ട്. കാതറിൻ്റെ ശരീരവും എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇത് കേട്ട ശരത്ത് ചോദിച്ചു, അപ്പോൾ അവിടെയുള്ളത് അവരുടെ ആത്മാക്കളാണോ? പോൾ പറഞ്ഞു, അതെ. ഇത് കേട്ട ശരത്ത് വീണ്ടും ചോദിച്ചു, ഇനി നമ്മൾ എന്താ ചെയ്യുക? നാരായണൻ പറഞ്ഞു, അവിടെ വരുന്ന പെൺകുട്ടികളെല്ലാം കാണാതാവുകയും ആൺകുട്ടികളെല്ലാം കൊല ചെയ്യപ്പെട്ട നിലയിലും കാണാറുണ്ട്. എന്നാൽ പെൺകുട്ടികളുടെ ബോഡി ഒന്നും തന്നെ ലഭിക്കാറില്ല. പക്ഷെ ആൺകുട്ടികളിൽ ഒരാളുടെ ശവശരീരത്തിന് മാത്രം പഴക്കം കുറവായിരിക്കും. കാരണം തൻ്റെ ആവശ്യത്തിന് വേണ്ടി അയാൾ ഉപയോഗിക്കുന്നതാണ് ആ ശരീരത്തെ. ആ പെൺകുട്ടികളുടെ ആത്മാവും അവിടെ തന്നെയുണ്ട്. ഫാദർ ഇഗ്നേഷ്യസാണ് ആ ആത്മാക്കളെ നിയന്ത്രിക്കുന്നതും. ഇത് കേട്ട ശിവ ചോദിച്ചു, അപ്പോൾ നമ്മൾ അവരുടെയെല്ലാം മൃതശരീരം കണ്ടുപിടിക്കണമല്ലേ? പോൾ പറഞ്ഞു, കൂടെ ആ താളിയോലയും. എങ്കിലും ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയും. ഇത് കേട്ട നാരായണൻ പറഞ്ഞു, ഡൊമിനിക്കിൻ്റെ ചിരിതയെയും നമ്മൾ കണ്ടുപിടിക്കണം. ഇത് കേട്ട ശിവ ചോദിച്ചു, അതിപ്പോൾ ആരാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് കേട്ട ദേവൻ പറഞ്ഞു, അവൾ നിന്റെ കൂടെ തന്നെയുണ്ട്. ഇപ്പോൾ ആരൊക്കെ നിങ്ങളുടെ ഒപ്പമുണ്ട്? ശിവ പറഞ്ഞു, പാത്തു, കാത്തു, വൈദേഹി. ഇത് കേട്ട നാരായണൻ പറഞ്ഞു, ഡൊമിനിക്കിൻ്റെ തിളങ്ങുന്ന കണ്ണുകൾ നിനക്ക് കിട്ടിയതുപോലെ എന്തെങ്കിലും ഒരു അടയാളം അവൾക്കും ഉണ്ടാവും. അത് കേട്ട ശരത്ത് ചോദിച്ചു, അതെന്താ? അത് കേട്ട പോള് പറഞ്ഞു, കുഞ്ഞൻ പറഞ്ഞത് വെച്ച് നോക്കിയാൽ ചിരിതയുടെ വയറ്റിലായി ഒരു വലിയ മറുകുണ്ടാകണം. അതെനിക്കറിയാം, ശരത്ത് പറഞ്ഞു. ശരത്ത് അത് പറഞ്ഞതും ശിവവേഗം അവൻ്റെ നേരെ തിരിഞ്ഞു. നിനക്കറിയോ ആരാടത്? അത് കേട്ട ശരത്ത് പറഞ്ഞു, വൈദേഹി. അവൾക്ക് അങ്ങനെ ഒരു മറുകുണ്ട്. ചെറുപ്പത്തിൽ അതിൻ്റെ പേരിൽ ഞാൻ അവളെ ഒരുപാട് കളിയാക്കുമായിരുന്നു. എന്തോ ആ പേര് കേട്ടതും ശിവയിൽ എന്തെന്നില്ലാത്തൊരു ആശ്വാസമായി. ഇത് കേട്ട ചിഹ്നം ചോദിച്ചു, എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വേഗം ബംഗ്ലാവിലേക്ക് പോകാം. നാളെ അമാവാസിയാണ്. അതിനു മുമ്പ് നമുക്കെല്ലാം ചെയ്തു തീർക്കണം. ഇത് കേട്ട പോളും പറഞ്ഞു, അതെ, എല്ലാവരും വേഗം വാ. ഡി, നിങ്ങളൊക്കെ എൻ്റെ ചുറ്റും കൂടിയിരുന്നു. എനിക്ക് പേടിയായിട്ട് പാടില്ല, ഫിറോസ് പറഞ്ഞു. ഇത് കേട്ട വൈദേഹി പറഞ്ഞു, നിനക്ക് നാണമില്ലേ പേടിയാണെന്ന് പറയാൻ? പെൺകുട്ടികളായ ഞങ്ങളെ നോക്കണ്ട, നീയാണോ ഈ പേടിയാണെന്ന് പറയുന്നത്? ഇത് കേട്ട ഫിറോസ് പറഞ്ഞു, പിന്നെ കൊല്ലാൻ വരുന്ന ചെകുത്താൻ എനിക്ക് നാണമുണ്ടോ എന്ന് നോക്കിയിട്ടല്ലേ കൊല്ലൂ. ഇതേതാ സ്ഥലം? കാത്തു ചോദിച്ചു. ഇത് കേട്ട ഫിറോസ് പറഞ്ഞു, അയ്യോ, ആ ചെകുത്താനോട് ചോദിക്കാൻ മറന്നു, അപ്പരട്ട ഡൊമിനിക്ക്. ഇത് കേട്ട വൈദേഹി പറഞ്ഞു, എടാ, നമ്മൾ കരുതും പോലെ ഡൊമിനിക്കല്ല പ്രേതം. എനിക്കൊരു താളിയോല കിട്ടി. അതിൽ പറഞ്ഞിരിക്കുന്നത് ഡൊമിനിക്കും ചിരിതയും പുനർജനിക്കുമെന്നാണ്. അപ്പോൾ പിന്നെ അവരെങ്ങനെ ദുരാത്മാവാകും? ഇത് കേട്ട ഫിറോസ് പറഞ്ഞു, ഇനിയിപ്പോൾ ആ പ്രേതം ആരായാലും എന്താ, നമ്മളെല്ലാം മരിക്കാൻ പോവല്ലേ. ഇത് കേട്ട പാത്തു പറഞ്ഞു, എടാ, നീ എപ്പോഴും ഇത് തന്നെ പറയണമെന്നില്ല, അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ പേടിച്ചിരിക്കുക. പടച്ചോനെ, ഞങ്ങളെ രക്ഷിക്കണേ. വീണ്ടും ഫിറോസ് പറഞ്ഞു, കൊണ്ടിട്ടതേ ഇട്ടു. വെട്ടവും വെളിച്ചവുമുള്ള ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് കേട്ട വൈദേഹി പറഞ്ഞു, മിണ്ടിപ്പോകരുത്. നീ ഈ വാതിൽ തുറന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഫിറോസ് പറഞ്ഞു, പറ്റിപ്പോയി. നമ്മുടെ ക്രിസ്റ്റി. ഈ സമയം മറ്റുള്ളവർ ബംഗ്ലാവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വരവറിഞ്ഞ പോലെ ക്രിസ്റ്റിയുടെ കണ്ണുകൾ ചുവന്നു കലങ്ങി. അവർ ബംഗ്ലാവിലെത്തിയതും ക്രിസ്റ്റി അവിടേക്ക് ഓടി വന്നു. ക്രിസ്റ്റി പറഞ്ഞു, നിങ്ങളെന്താ വരാൻ വൈകിയത്? ഞാൻ പേടിച്ചു പോയി. എടാ, അവരെയെല്ലാം ആ ഡൊമിനിക്കിൻ്റെ പ്രേതം ആ മുറിയിൽ പൂട്ടി. ഇത് കേട്ട ശരത്ത് പറഞ്ഞു, എടാ, വേഗം വാ, രക്ഷിക്കണം നോക്കവരെ. അവരതും പറഞ്ഞ് ആ മുറിയുടെ അരികിലെത്തിയതും ക്രിസ്റ്റി അവരെ അകത്തേക്ക് കയറ്റി വാതിൽ പുറമേ നിന്നും പൂട്ടി. ക്രിസ്റ്റി, എടാ, വാതിൽ തുറക്കടാ, ശിവ പറഞ്ഞു. ഇത് കണ്ട നാരായണൻ പറഞ്ഞു, അത് ക്രിസ്റ്റി അല്ല. ഇപ്പോൾ അവൻ്റെ ശരീരത്തിലാണ് ആ ഫാദർ.
അപ്പോൾ മറ്റുള്ളവരെല്ലാം ശരത്ത് ചോദിച്ചു. പോൾ പറഞ്ഞു, നമുക്ക് കണ്ടുപിടിക്കണം. അതിനു മുമ്പ് നമുക്ക് അവരുടെ ശരീരം കണ്ടുപിടിക്കണം. ഇന്നവൻ ആരെയും ഒന്നും ചെയ്യില്ല. നാളെ അമാവാസിയാണ്. നാളെ അവൻ നമ്മളെ എല്ലാവരെയും കൊന്നാൽ അവനെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല. ക്രിസ്റ്റിയുടെ ശരീരം അവൻ്റേത് മാത്രമാകും. ശിവ ചോദിച്ചു, ഈ മുറിയിൽ കിടന്നാൽ നമ്മൾ എങ്ങനെ അത് കണ്ടുപിടിക്കും? അത് കേട്ട ദേവൻ പറഞ്ഞു, ഇതാ ഫാദറിൻ്റെ മുറിയല്ലേ, അപ്പോൾ ഇതിന് ഒരു വാതിൽ അകത്തേക്ക് കാണുമല്ലോ. ഇത് കേട്ട ചിഹ്നം പറഞ്ഞു, അത് ശരിയാ, നമുക്കപ്പോൾ ആ വാതിൽ ആദ്യം കണ്ടുപിടിക്കണം. അതിനു മുമ്പ് ഈ താളിയോല നമ്മൾ വായിക്കണം, നാരായണൻ പറഞ്ഞു. ഫിറോസ് പാത്തുവിനോട് ചോദിച്ചു, നീ ഇതെങ്ങോട്ട് ഈ നടന്നു പോകുന്നത്? പിന്നെ ഇരുട്ടത്ത് തന്നെ കിടക്കാനോ? പാത്തു മറുപടി പറഞ്ഞു. ഇത് കേട്ട ഫിറോസ് പറഞ്ഞു, നമ്മൾ നടന്ന ചെകുത്താൻ്റെ വായിലോട്ട് ചെന്ന് കയറുന്നതെങ്കിലോ? നീ ഇങ്ങനെ നെഗറ്റീവ് ആവല്ലേ, വൈദേഹി പറഞ്ഞു. ഇത് കേട്ട കാത്തു പറഞ്ഞു, ചോരയുടെ മണം മൂക്കിൽ തുളഞ്ഞു കയറുന്നു. പെട്ടെന്ന് ഫിറോസ് പറഞ്ഞു, നിങ്ങൾ പുറകിലും മുന്നിലുമായി നടന്നു, ഞാൻ നടുക്കുകൂടി നടക്കാം. ഇത് കേട്ട പാത്തു പറഞ്ഞു, എൻ്റെ പടച്ചോൻ, ഇവനെപ്പോലൊരു പേടിത്തൊണ്ടിനെ തന്നെ ഞങ്ങളുടെ കൂടെ ഇട്ടല്ലോ. അവർ തടസ്സങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടേയിരുന്നു. ശിവ പറഞ്ഞു, മുത്തശ്ശന് ഈ താളിയോല എവിടെ നിന്നും കിട്ടി? നാരായണൻ മറുപടി പറഞ്ഞു, വന്നപ്പോൾ തന്നെ ആ ദുഷ്ടശക്തിയുടെ സാന്നിധ്യം എനിക്ക് മനസ്സിലായി. ഞാൻ നോക്കിയപ്പോൾ ഇത് നിലത്ത് കിടക്കുന്നു. ഇതെടുത്തുകൊണ്ടാണ് ഞാൻ ആ മുറിയിലേക്ക് കയറിയത്. ഇത് കേട്ട ശരത്ത് പറഞ്ഞു, അതിലുള്ളത് ഇപ്പോൾ മുത്തച്ഛന് വായിക്കാൻ കഴിയുമല്ലോ, എന്താ ഇനി ഇപ്പോൾ നമ്മൾ ചെയ്യുക? ഞാൻ ഇതിലുള്ളത് വായിച്ചിട്ട് പറയാം, നാരായണൻ പറഞ്ഞു. അയാൾ അത് വായിക്കാൻ തുടങ്ങി. അവസാനം അയാൾ ഒന്നും മിണ്ടാതെ വിഷമത്തോടെ അതിൽ നിന്നും മുഖമുയർത്തി. ശിവ ചോദിച്ചു, എന്താ മുത്തച്ഛ, എന്താ ഒന്നും പറയാത്തത്? എന്താച്ചാ, ദേവനും ചോദിച്ചു. പോൾ പറഞ്ഞു, എന്തായാലും അങ്ങ് പറയൂ, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നാരായണൻ പറഞ്ഞു, പറയാം. ശിവയുടെയും വൈദേഹിയുടെയും രക്തം, അതുകൊണ്ട് മാത്രമേ അവനെയും ഖാദറിനെയും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയൂ. എന്ന് വച്ചാൽ? ശിവ ചോദിച്ചു. അത് കേട്ട നാരായണൻ പറഞ്ഞു, അവരുടെ ശരീരം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ അവരുടെ ആത്മാവിനെ പ്രവേശിപ്പിച്ച് ജീവനോടെ നിങ്ങളെ അടക്കം ചെയ്യേണ്ടി വരും. ഇത് കേട്ട പോള് പറഞ്ഞു, നമുക്ക് എത്രയും വേഗം അവരുടെ ദേഹം കണ്ടുപിടിക്കണം. അതുകൂടാതെ വൈദേഹിയെയും, ഇല്ലെങ്കിൽ നമ്മൾക്ക് നഷ്ടപ്പെടുക ഇവരെയായിരിക്കും. അവർ വാതിൽ കണ്ടുപിടിക്കാനായി 4 ചുറ്റും നോക്കി. ഫിറോസെ, ഫോണുണ്ടെങ്കിൽ അതൊന്ന് തെളിച്ച് കാണിച്ചതാ, പാത്തു പറഞ്ഞു. ഇത് കേട്ട ഫിറോസ് പറഞ്ഞു, പിന്നെന്താ, ചെകുത്താൻ എൻ്റെ ഉപ്പയായിരുന്നല്ലോ, ഫോണും കൊണ്ട് എന്നെ ഇതിൽ കൊണ്ടിടാൻ. ഇത് കേട്ട വൈദേഹി പറഞ്ഞു, ഉള്ള വെട്ടം മതി പാത്തു, ഇവൻ വാ തുറന്നാൽ ഇനി ഇവനെ ആദ്യം ഞാനടിക്കും. ഇത് കേട്ട ഫിറോസ് പറഞ്ഞു, ഈ പെൺകുട്ടികളെക്കാളും ഭേദം ആ ചെകുത്താനായിരുന്നു. അവർ മുന്നോട്ട് വീണ്ടും നടന്നതും ഫിറോസ് എന്തിലോ തട്ടി വീണു. അവൻ വീണത് കാത്തുവിൻ്റെ മുകളിലേക്കായിരുന്നു. പിന്നെ മുന്നിൽ നിന്ന വൈദേഹിയും പാത്തുവും വീണു. പടച്ചോൻ, എൻ്റെ നടുപോയി, പാത്തു പറഞ്ഞു. നിനക്കെന്നടാ കണ്ണില്ലേ, വൈദേഹി ചോദിച്ചു. ഇത് കേട്ട ഫിറോസ് പറഞ്ഞു, ഞാൻ ദേ തടിയിൽ തട്ടി വീണതാ. അവർ നോക്കുമ്പോൾ എന്തോ ഗ്ലാസ് പോലെ അവിടെ തിളങ്ങുന്നുണ്ടായിരുന്നു. അത് കണ്ട കാത്തു പറഞ്ഞു, തൊട്ടു നോക്കിയിട്ട് ഇതെന്തോ പെട്ടിയാണെന്ന് തോന്നുന്നു. അത് കണ്ട വൈദേഹി പറഞ്ഞു, ആവശ്യമില്ലാത്തത് തുറന്നു നോക്കണ്ട, അപകടം അറിഞ്ഞുകൊണ്ട് വരുത്തി വെക്കണ്ട. അത് കേട്ട പാത്തു പറഞ്ഞു, അത് ശരിയാ, എന്തായാലും ഉള്ള നേരം കൊണ്ട് ഈ ഗുഹയ്ക്കുള്ളിൽ നിന്നും പുറത്തു കടക്കാൻ നോക്കാം. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നതും എന്തോ ഒരു രൂപം അവർക്ക് മുന്നിൽ നിൽക്കുന്നത് അവർ കണ്ടു. ആ രൂപത്തിന് ചുറ്റും വവ്വാലുകൾ പറക്കുന്നുണ്ടായിരുന്നു. അവിടെ മാത്രം എന്തോ പ്രകാശമുണ്ടായിരുന്നു. ആ രൂപം തിരിഞ്ഞതും അവർ ആ രൂപത്തെ വ്യക്തമായി കണ്ടു. ഫാദർ ഇഗ്നീഷ്യസ്. അയാൾ അവർക്കരികിലേക്ക് നടന്നു വന്നു. അയാൾ അവരുടെ മുന്നിലേക്ക് വരുന്തോറും അവർ പിന്നിലേക്ക് നടന്നു മാറി. അയാൾ അവരുടെ മുഖത്തേക്ക് അന്തരീക്ഷത്തിൽ നിന്നും ജലം കുടഞ്ഞു. അത് വീണതും അവർ നിലത്തേക്ക് ബോധം കെട്ട് വീണു. അയാളുടെ കണ്ണുകൾ വൈദേഹിയിലേക്ക് നീണ്ടു. പതിയെ ഫാദർ ക്രിസ്റ്റിയുടെ രൂപത്തിലായി. ഏറെ നേരത്തെ ശ്രമത്തിലും ആ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. ശിവ തൻ്റെ അച്ഛനെ നോക്കി. ഈ വാതിൽ തുറക്കാൻ കഴിയുന്നില്ലല്ലോ, നമ്മൾ ഇത്രയും പേരില്ലേ, ഒത്തുപിടിച്ചാൽ തുറക്കാൻ കഴിയും. അവരുടെ ശ്രമത്തിൻ്റെ ഫലമായി അവസാനം ആ വാതിൽ വലിയൊരു ശബ്ദത്തോടെ തുറന്നു. എല്ലാവരും ആ മുറി ഒന്ന് കണ്ണോടിച്ചു നോക്കി. വല്ലാത്തൊരു ദുർഗന്ധം ആ മുറിയിൽ നിറഞ്ഞു നിന്നിരുന്നു. അതിനകം മുഴുവനും രക്തമുണങ്ങി കട്ട പിടിച്ചിരിക്കുകയാണ്. ചിന്നൻ മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് കൂടെയുള്ളവരെ നോക്കി. രക്തത്തിൻ്റെ മണം. ശരത്ത് പറഞ്ഞു, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു, നമുക്ക് തിരിച്ചിറങ്ങാം. അത് കേട്ടതും പോൾ ശരത്തിനെ തടഞ്ഞു. അരുത്, ഇനി ഇവിടെ നിന്നും എന്തെങ്കിലും സൂചന നമുക്ക് കിട്ടുമോ എന്ന് നോക്കണം. എല്ലാവരും ഓരോ മൂലയിലായി നോക്കൂ. പിന്നെ ശരത്തും ചിന്നനും ഈ കൊന്തണിഞ്ഞോളൂ. ഇവരുടെ ദേഹത്ത് ദേഹരക്ഷയുണ്ട്. എന്ത് അപകടം വന്നാലും പതറാതെ നിൽക്കണം. നമ്മുടെ ഭയമാണ് നമ്മുടെ ശത്രുവിൻ്റെ ആയുധം. എന്തു സംഭവിച്ചാലും ഭയക്കരുത്. ശരത്തും ചിന്നനും ഫാദർ വെച്ച് നീട്ടിയ കൊന്തണിഞ്ഞു. ശേഷം അവർ 4 ഭാഗങ്ങളും വളരെ ശ്രദ്ധയോടെ തപ്പിത്തുടങ്ങി. കുറച്ചു ഭാഗം നോക്കിയതും പെട്ടെന്ന് ചിന്നൻ അവരെ വിളിച്ചു. എന്താ ചിന്ന? ദേ, ഇവിടെ ഈ ചിത്രത്തിൻ്റെ പുറകിൽ ഒരു വാതിൽ പോലെ. എല്ലാവരും അവിടേക്ക് ഓടി വന്നു. അവർ അത് ശക്തമായി അകത്തേക്ക് തള്ളി. ഒരു വലിയ ശബ്ദത്തോടെ ആ വാതിൽ മലർക്കെ തുറന്നു. അതിനകം ഒരു തുരങ്കം പോലെ മുന്നോട്ട് പോയിരുന്നു. ഓരോ ആളുകൾക്ക് വീതം അതിലേക്ക് കടന്നു പോകാം. അവർ ഓരോരുത്തരും അതിലൂടെ അകത്തേക്ക് കടന്നു. മുന്നിൽ ഫാദറും മറ്റുള്ളവർ പുറകിനുമായി പോയി. എല്ലാവരുടെയും കയ്യിൽ മൊബൈലുള്ളതുകൊണ്ട് വെളിച്ചത്തോടെ അവർ മുന്നോട്ട് പോയി. അവർ ഫിറോസും കൂട്ടരും ഇരുന്ന ഭാഗത്തേക്ക് വന്നു. അവിടെ എത്തിയപ്പോൾ ഒരു തുണിയുടെ കീറിയ ഭാഗം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു.
ശിവ അത് കയ്യിലെടുത്ത് സൂക്ഷിച്ചു നോക്കി. ഇത് വൈദേഹിയുടെ സാരിയുടേതാണ്. ഇത് കേട്ട ദേവൻ പറഞ്ഞു, ഇവിടെയെല്ലാം എന്തോ വല്ലാത്തൊരു ദുർഗന്ധം. ആ ദുഷ്ടൻ കുറെ കുരുതി നടത്തിയതല്ലേ, ശരത്ത് പറഞ്ഞു. പതറാതെ അവൻ മുൻപോട്ട് നടന്നു. മുൻപോട്ട് പോകുന്തോറും ഫിറോസിന്റെയും മറ്റ് കാൽപാദങ്ങൾ തെളിഞ്ഞു കണ്ടു. പോകെ പോകെ ഫാദറിന്റെ കാൽ എന്തിനോ തട്ടി. ആ! പിന്നാലെ വന്ന ചിന്നൻ ഫാദറിനെ വീഴാതെ പിടിച്ചു നിർത്തി. എന്താ ഫാദർ? എൻ്റെ കാൽ എന്തിലോ ഒന്ന് തട്ടി. അവരതെന്താണെന്ന് ടോർച്ച് തെളിയിച്ചു നോക്കി. അതിലെ കണ്ണാടി നന്നായി തിളങ്ങുന്നുണ്ടായിരുന്നു. അവർ അത് പുറത്തേക്ക് എടുക്കാൻ നോക്കി. പക്ഷേ മണ്ണിടിഞ്ഞ് അതിൻ്റെ മുകളിൽ വീണതുകൊണ്ട് അത് പുറത്തേക്ക് എടുക്കുന്നത് വളരെ പ്രയാസമായിരുന്നു. എന്നാലും ഏറെ നേരത്തെ ശ്രമത്തിൻ്റെ ഒടുവിൽ അവരാ പെട്ടിയെടുത്തു. അത് തുറന്നു നോക്കി അവർ ഞെട്ടിപ്പോയി. രക്തത്തിൽ കിടക്കുന്ന ഫാദറിന്റെ ശരീരം കണ്ടതും ശിവയുടെ മുഖം സന്തോഷത്താൽ വിടർന്നു. മുത്തശ്ശ, നമ്മൾ വിജയിച്ചു. എന്നാലും ഇയാളുടെ ശരീരം അഴുകാത്തതെന്താ? ഇയാളൊരു സാത്താൻ സേവകനാണ്. അവൻ കന്യകയായ പെൺകുട്ടികളെ ബലി കൊടുത്ത് അവൻ്റെ ഉള്ളിലെ ശക്തി വർദ്ധിപ്പിച്ചവനാണ്. ആരും അവൻ്റെ ശരീരം കാണാതിരിക്കാൻ അവൻ സ്വയം ഈ പെട്ടിയിൽ കിടന്നു. മണ്ണ് ഇടിഞ്ഞതുകൊണ്ടാണ് പെട്ടി മണ്ണിൻ്റെ അടിയിലായിപ്പോയത്. അവൻ്റെ ശക്തിയുടെ ഫലമാണ് അവൻ്റെ അഴുകാത്ത ശരീരം. എന്നാൽ ശിവയുടെ സന്തോഷം അധികം നേരം നീണ്ടു നിന്നില്ല. പക്ഷേ ഇതിൽ സന്തോഷിക്കണ്ട. ഖ്യാദറിൻ്റെ ശരീരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വൈദേഹിയെ നഷ്ടമാകും. ഫാദറിൻ്റെ വാക്കുകൾ ഒരു ഭയത്തോടെയാണ് ശിവ കേട്ടത്. നാരായണൻ പറഞ്ഞു, ശരിയാണ്, എത്രയും വേഗം നമുക്ക് ഖ്യാദറിൻ്റെ ശരീരം കൂടി കണ്ടുപിടിക്കണം. അങ്ങനെ അവർ ആ പെട്ടി അടച്ചതിന് ശേഷം അതും കൂടി വലിച്ചുകൊണ്ട് വീണ്ടും നടന്നു. പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് പോയതും ഒരു രൂപം അവർക്ക് മുന്നിൽ തെളിഞ്ഞു. പെട്ടെന്ന് തന്നെ ടോർച്ച് മണഞ്ഞു. എന്നാൽ പെട്ടെന്ന് തന്നെ ടോർച്ച് തെളിയുകയും ചെയ്തു. എന്നാൽ മുന്നിൽ ആ രൂപം ഉണ്ടായിരുന്നില്ല. ആ രൂപം കണ്ട ശരത്ത് ഭയത്തോടെ ഫാദറിന്റെ കയ്യിൽ പിടിച്ചു. ഫാദർ, എന്താ ഇത്? എല്ലാം അവൻ്റെ മായകളാണ്. മുന്നോട്ട് പല തടസ്സങ്ങളും വരാം, എന്നാൽ നമ്മൾ പതറാൻ പാടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കരുത്. മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ. അവർ വീണ്ടും മുന്നോട്ട് തന്നെ നടന്നു. വൈദേഹിയെ കാട്ടിൽ രക്തത്തിന് നടുവിലേക്ക് ക്രിസ്റ്റി കടത്തി. ഒരിക്കൽ എന്നെ മോഹിപ്പിച്ച പെണ്ണാണ് നീ. അന്ന് നിന്നെ ഞാൻ സ്വന്തമാക്കി. എന്നാൽ ഇന്നെനിക്ക് വേണ്ടത് ഖ്യാദറിൻ്റെ ഒരു ശരീരമാണ്. നിനക്ക് മാത്രമേ അവളുടെ ആത്മാവിനെ സ്വീകരിക്കാൻ കഴിയൂ. നിന്നിലൂടെ അവരെ വകവരുത്തിയ ആ ചോരയിൽ ഞാൻ വീണ്ടും ശക്തി പ്രാപിക്കും. പിന്നെ ഈ ശരീരവും നീയും എനിക്ക് സ്വന്തം. കാട് നടുങ്ങുമാർ ഉച്ചത്തിൽ അയാൾ അലറി. ശേഷം ഉറച്ച ശബ്ദത്തിൽ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. മുന്നോട്ട് നടന്നു പോകുന്ന കൂട്ടത്തിൽ ഫാദർ എന്തോ കണ്ടതുപോലെ താഴേക്ക് വെട്ടം തെളിയിച്ചു നോക്കി. ശിവദേ, നിങ്ങളുടെ സുഹൃത്തുക്കൾ. അവർ വീണ് കിടക്കുന്ന ഫിറോസിന്റെയും കൂട്ടരുടെയും അടുത്തേക്ക് വന്നു. എന്നാൽ ശിവയുടെ കണ്ണുകൾ തേടിയത് വൈദേഹിയായിരുന്നു. എന്നാൽ അവൾ മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല. ശരത്ത് പറഞ്ഞു, കാത്തു, പാത്തു, ഡാ ഫിറോസേ, ഒന്ന് എണീക്ക്. അവർ പതിയെ കണ്ണു തുറന്നു. വൈദേഹി എവിടെ? ശിവ ചോദിച്ചു. ഫിറോസാണ് അതിന് മറുപടി നൽകിയത്. അവൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു രൂപം കണ്ടു, പിന്നൊന്നും ഓർക്കുന്നില്ല. അവരതുവരെയുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഫാദറും എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു കൊടുത്തു. ശേഷം കയ്യിലുള്ള കൊന്തയും അവർക്ക് കൊടുത്തു. പാത്തു പറഞ്ഞു, അപ്പോൾ നമ്മൾ വലിയൊരു പ്രശ്നത്തിനാണല്ലേ? ഇത് കേട്ട ശിവ പറഞ്ഞു, അതെ, നമുക്ക് വേഗം ഖ്യാദറിന്റെ ജഡം കണ്ടുപിടിക്കണം. അവർ തളരാതെ മുന്നോട്ട് നടന്നു. അപ്പോഴും ശിവ തൻ്റെ വൈദേഹിക്ക് ഒന്നും വരല്ലേ എന്ന പ്രാർത്ഥനയിലായിരുന്നു. നടന്നു വന്ന വഴി അവസാനിച്ചു. പുറത്തേക്ക് കടക്കാൻ വാതിലൊന്നും അവിടെ കണ്ടില്ല. അവരെല്ലായിടത്തും തപ്പി നോക്കി. അവസാനം ശരത്ത് മുകളിൽ തപ്പിയതും എന്തോ ലോഹം പോലെയുള്ള ഭാഗത്ത് കൈതട്ടി ശബ്ദം കേട്ടു. അവൻ നോക്കിയപ്പോൾ മണ്ണുകൊണ്ട് മൂടിയൊരു പിടി കണ്ടു. എല്ലാവരെയും വിളിച്ച് അവനത് മുകളിലേക്ക് ഉയർത്തി. കണ്ണിലേക്ക് മണ്ണ് വീഴാതിരിക്കാൻ അവർ തല താഴ്ത്തി നിന്നു. പ്രയാസപ്പെട്ടാണെങ്കിലും അവർ ആ ചെറിയ വാതിൽ തുറന്ന് പുറത്തേക്ക് കയറി. ശിവ ആദ്യം കയറി പെൺകുട്ടികളെ പുറത്തേക്ക് കടത്തി. ശേഷം എല്ലാവരും താഴെ നിന്നും പെട്ടി മുകളിലേക്ക് ഉയർത്തി കൊടുത്തു. ശിവയും അവർ രണ്ടുപേരും കൂടി അത് ഉയർത്തി പുറത്തെടുത്തു. ബാക്കിയുള്ളവരും പുറത്തു വന്നു. ശേഷം ഫാദർ തിരുമേനിയെ നോക്കി. തിരുമേനി, ഈ ശരീരം അടക്കം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. ദേവൻചേട്ടൻ കൂടെ ഉണ്ടാകും. ശരത്തും കൂടെ നിന്നോളൂ. നിങ്ങൾ പെൺകുട്ടികളും ഞങ്ങളുടെ കൂടെ വരണ്ട. ഫാദറും ശിവയും ഫിറോസും മുന്നോട്ട് നടന്നുപോയി. ചുറ്റും ശ്രദ്ധിച്ചുകൊണ്ട് അവർ നടന്നു. ഫാദർ പോകുന്നതിൻ്റെ പിന്നാലെ ശിവയും ഫിറോസും നടന്നു. തൻ്റെ ഉള്ളിലെ സംശയം അടക്കി വയ്ക്കാൻ ഫിറോസ് തയ്യാറായിരുന്നില്ല. എവിടെയെന്നും കരുതി നമ്മൾ പോകും ഫാദർ. ഫാദർ ചൂണ്ടുവിരൽ ചുണ്ടിനുമേൽ വെച്ചുകൊണ്ട് ശബ്ദിക്കരുതെന്ന് കാണിച്ചു. ശേഷം അദ്ദേഹം മറ്റെന്തിനോ ശ്രദ്ധ കൊടുത്തു. കൂടെ ശിവയും ഫിറോസും. ഫാദർ തന്നെ അല്പസമയത്തിന് ശേഷം ആ നിശബ്ദതയെ ഭേദിച്ചു. ക്രിസ്റ്റിയുടെ ശബ്ദമല്ലേ അത്? അവൻ മന്ത്രങ്ങൾ കൊണ്ട് ഖ്യാദറിനെ വൈദേഹിയുടെ ശരീരത്തിലേക്ക് ആവാഹനം ചെയ്യുകയാണ്. അത് തടയണം. അത് കേട്ടെങ്കിലും ശിവയിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അവൻ ചുറ്റും വളരെ ശ്രദ്ധയോടെ നോക്കി കാണുകയായിരുന്നു. ശിവ, ഫാദർ, ഈ സ്ഥലം എനിക്കറിയാം. ഇവിടെ ഞങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് വൈദേഹിയുടെ ഷാൾ ഒരു അസ്ഥികൂടത്തിൽ കുരുങ്ങി. ഇനി അതാകുമോ ഖ്യാദറിൻ? ഫാദറിന്റെ കണ്ണുകൾ വിടർന്നു. എവിടെയാ കണ്ടത് ശിവ? അത് കണ്ട സ്ഥലം കാണിച്ചു കൊടുത്തു. ഫാദർ അവിടേക്ക് നോക്കി. ശേഷം നിർവികാരതയോടെ ശിവയെ നോക്കി. അല്ല ശിവ, ഇത് ഡൊമിനിക്കിന്റെ കുഴിയാണ്. ഞാനിത് നേരത്തെ വന്ന് കണ്ടിരുന്നു. ഇത് കേട്ട ഫിറോസ് പറഞ്ഞു, പിന്നെ നമ്മൾ ഖ്യാദറിന്റെ ജഡം എങ്ങനെ കണ്ടെത്തും? അത് പറ ഫാദർ. ഒരടയാളം ഞാൻ പറയാം. ആ ഫോട്ടോയിൽ നിന്നും മനസ്സിൽ പതിഞ്ഞത്.
ഖ്യാദറിൻ്റെ ഇടതുകൈയിൽ ഒരു വിരലില്ല. അവരവൻ കണ്ട ഭാഗത്ത് കുഴിക്കാൻ തുടങ്ങി. ഒരുപാട് അസ്ഥിക്കൂടങ്ങളും കിട്ടി. അതിലവർ ഇടതുകൈയിൽ ഒരു വിരലില്ലാത്ത അസ്ഥിക്കൂടം നോക്കി. അവസാനം അവരത് കണ്ടുപിടിച്ചു. ഫാദർ ദേ, ശിവ പറഞ്ഞു. ഫാദറും ഫിറോസും ശിവയുടെ അടുത്തേക്ക് വന്നു. ഇവളെ വിധിപ്രകാരം നമുക്ക് അടക്കം ചെയ്യണം. അവർ വീണ്ടും വലിയൊരു കുഴിയെടുത്ത് ആ അസ്ഥിക്കൂടം അതിലേക്ക് വെച്ചു. ഒരു കൊന്തയും ആ കുഴിയിലേക്ക് ഇട്ടു. ഭയങ്കരമായി കാറ്റ് ആഞ്ഞു വീശി. ഫാദർ നിർത്താതെ ഉറക്കിയ പ്രാർത്ഥന ചൊല്ലി. മറുവശത്ത് നാരായണൻ തിരുമേനിയും. ക്രിസ്റ്റിയുടെ മുഖത്ത് ഭയമുണ്ടായി. മന്ത്രങ്ങളെല്ലാം പൊടുന്നനെ നിന്നു. ഒന്നും ചെയ്യാൻ കഴിയാതെ ക്രിസ്റ്റി തകർന്നു നിന്നു. രണ്ട് ഭാഗത്തു നിന്നും മന്ത്രങ്ങൾ ഉയർന്നു കേട്ടു. ക്രിസ്റ്റിയുടെ ശരീരത്തിൽ നിന്നും ഫാദറിന്റെ ആത്മാവ് വേർപെട്ടു. ഖ്യാദറിന്റെ ആത്മാവും അവളുടെ ശരീരഭാഗത്തിലേക്ക് അലിഞ്ഞു ചേർന്നു. ഒരു ദീർഘനിശ്വാസത്തോടെ ഫാദർ പോൾ താഴേക്കിരുന്നു. അവരെ ആ കുഴി മൂടാൻ തുടങ്ങി. ഫാദറിന്റെ ആത്മാവ് തിരുമേനിയുടെ മുന്നിലെത്തി. നീ ഇതുവരെ ചെയ്ത പാപങ്ങൾ പുറത്ത് നിനക്ക് ഞാൻ മോക്ഷം നൽകാൻ പോകുകയാണ്. നീ തന്നെ ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കണം. തിരുമേനി പറഞ്ഞതനുസരിച്ച് ഫാദറിന്റെ ആത്മാവ് സ്വന്തം ശരീരത്തിലേക്ക് അനുസരണയോടെ കയറി. വിധിപ്രകാരം അവരെ ആ കുഴി മൂടി. അതുവരെ ബംഗ്ലാവിനെ അലട്ടിയിരുന്ന വലിയ പ്രശ്നം അവർ തീർത്തു. അവർ ക്രിസ്റ്റിയുടെയും വൈദേഹിയുടെയും അടുത്ത് ചെന്ന് അവരെ തട്ടിയുണർത്തി. ശിവയെ കണ്ടതും വൈദേഹി അവനെ കെട്ടിപ്പിടിച്ചു. അവരെല്ലാവരും എല്ലാ കഥകളും അവരോട് പറഞ്ഞു. പിറ്റേന്ന് നേരം പുലർന്നതും അവരെ കാണാൻ അവരുടെ കൂട്ടുകാരൻ അനന്തൻ അവിടെ എത്തി. അനന്തനെ കണ്ടതും ശിവ അവനെ ചേർത്ത് നിർത്തി. ദേ, നിന്റെ വീടൊരു കുഴപ്പവുമില്ലാതെ നിനക്ക് തന്നെ തിരികെ തന്നിരിക്കുന്നു. താങ്ക്സ് ഡാ. നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയുമെന്ന് എനിക്കറിയില്ല. ഇത് കേട്ട ശരത്ത് പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളിവിടെ വരണമെന്നും ഈ നാടിൻ്റെ അവസ്ഥ മാറണമെന്നും ദൈവത്തിൻ്റെ നിശ്ചയമാണ്. എന്തായാലും നിങ്ങളെ കാണാൻ ഞാൻ മാത്രമല്ല വന്നിട്ടുള്ളത്, ഒരാൾ കൂടിയുണ്ട്. ഇതാ നോക്ക്. അവർ നോക്കിയത് MLA സദാശിവം. അയാളുടെ കൂടെയാണെങ്കിൽ 1-2 പേര് കൂടി ഉണ്ടായിരുന്നു. ശിവ വൈദേഹിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. വൈദേഹി, ഓടിക്കോ. കഥ അവസാനിച്ചിരിക്കുന്നു. നല്ല കഥയായിരുന്നല്ലേ? വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി കഥയുമായി വീണ്ടും വരുന്നതാണ്. ലവ് യു ഓൾ, ബൈ.